ഇല്ല, വേണ്ടി വരത്തില്ല. കാരണം നമ്മൾ നേരത്തെ ഒന്ന് ട്രയൽ നോക്കിയോണ്ട് ഇതിന്റെ സിസ്റ്റം പുള്ളിക്കാരന് മനസ്സിലായി. അപ്പൊ കേറി. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ യൂട്യൂബിൽ നമ്മൾ ലൈവ് പോവാണ്. 1 2 3 2 1 നമ്മളിപ്പോ യൂട്യൂബിൽ ലൈവ് ആണ്. ഓക്കെ. ഓക്കെ. സുഹേർ സാർ അത് നോക്കിയില്ലേ? യൂട്യൂബിൽ പോകുന്നില്ലേ? സ്ട്രീമിംഗ് ആണ്. ചെക്ക് ചെയ്യണോ സാർ? ലിങ്ക് ഒന്ന് നോക്കി ചെയ്താൽ മതി സാർ. നമ്മുടെ മറ്റേ മെസ്സേജിനകത്തുള്ള യൂട്യൂബ്. ലൈവ് കിട്ടുന്നുണ്ട്, ലൈവ് സ്ട്രീമിംഗ്. സർ ഗുഡ് മോർണിംഗ്. മോർണിംഗ് സർ. ലൈവ് സ്ട്രീമിംഗ് വർക്കിംഗ് ആണ് നമ്മളെ. വർക്കിംഗ് ആണ്. അതെ സാർ. 9:20 ആയി മറ്റേത് കേട്ടോ. എത്ര പേര് കയറി? 9:30. ലൈവ് കിട്ടുന്നുണ്ട്, ലൈവ് സ്ട്രീമിംഗ്. അത് അഡ്മിറ്റ് ആൾ കൊടുത്താലോ? എന്നിട്ട് മോർണിംഗ് സർ. പേര് വാച്ച് ചെയ്യുന്നുണ്ട് ഇപ്പൊ. യൂട്യൂബ് നമ്മളുടെ ആരോ ഡിവൈസിൽ പ്ലേ ചെയ്യണം. അതൊന്ന് മ്യൂട്ട് ചെയ്താൽ സാറേ. മറ്റേ ഇപ്പം 960 ആയി. 970 ഇതാ. അഡ്മിറ്റ് ചെയ്യാനോ? ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ മെമ്പേഴ്സ് വരുമ്പോ പിന്നെ അതെ, ഇനി യൂട്യൂബിലേക്ക് കൊടുത്തേ ഇത് ബ്ലോക്ക് ചെയ്താണ്. സുഹേർ സാർ ചെയ്തോളൂ. സുഹേർ സാർ. 985 കുടിക്കാണ്. ഇതിന്റെ അമ്മേ 993. ഇലക്ഷന്റെ ഭൂരിപക്ഷം കൂടുന്ന പോലെ ഉണ്ട് ഇങ്ങനെ കേറി. പുതുപ്പള്ളി എണ്ണിയ പോലെയായി. ഇങ്ങനെ പോകുന്നുണ്ട്. അതാ ഒന്നായി. 19999 1K ഒക്കെ കഴിഞ്ഞു. വട്ട് പിടിച്ചിട്ടുണ്ടാ. ലൈവ് ആണ്. വേണോ? പറയാ നമ്മളെ പുറത്താണ്.
ക്ലാസ് നമുക്ക് കാണാൻ പറ്റുമോ? ആൾക്കാര് ജോയിൻ ആവുന്നുള്ളൂ. 512. കിട്ടുന്നുണ്ട്. ആ സമാധാനം. എടാ എന്റെ ഫോണിൽ വിളിക്കല്ലേ ഇന്ന് കേട്ടോ. ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ. എടാ സ്റ്റാർട്ടായി കേട്ടോ. അൺമ്യൂട്ട് ചെയ്യും. തുടങ്ങി. ആ ദൈവത്തിന്റെ ഉള്ളിൽ എത്തിക്കണം. ഈ ദൈവത്തിന്റെ ആലയമാകണം. ഹല്ലേലൂയ. അതാണ് ഹലോ, ഹലോ. ഹലോ, ഹലോ. ഇവിടെ മെയില് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നമ്മുടെ മീറ്റിങ്ങിന് വേണ്ടി കയറിയിട്ടുള്ള എല്ലാ ആൾക്കാരും തന്നെ ഒന്ന് മ്യൂട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ക്ലാസ് സുഗമമായിട്ട് നടത്താൻ പറ്റുള്ളൂ. ചർച്ചകളൊക്കെ ഇതിലേക്ക് വരികയാണ്. അപ്പൊ അത് നമുക്ക് ക്ലാസിന്റെ സുഗമമായ നടത്തിപ്പിന് അസൗകര്യം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും മ്യൂട്ട് ചെയ്യുക.
ഹലോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നല്ലേ? എത്ര പേര് കയറി? സാർ ഇപ്പൊ 1000 ഫുൾ ആണ്, ബാക്കി യൂട്യൂബിലാണ് സാർ. ഹലോ സാർ കേൾക്കാമോ സാർ? ഇപ്പം കേൾക്കാം. സാർ ഇപ്പൊ 1000 ആളുകൾ നമ്മളുടെ സൂം ഫുൾ ആണ്, ബാക്കി യൂട്യൂബിലുണ്ട്. യൂട്യൂബില് നമുക്ക് ഇത് എത്ര ഉണ്ടെന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല. യൂട്യൂബിൽ ഒരു മിനിറ്റ് സാർ, ഒരു മിനിറ്റ്. 593 സാർ. അത് കൂടുന്നുണ്ട് കേട്ടോ. 604 ആയി കൂടുന്നുണ്ട്. ആയിക്കോട്ടെ, നമുക്കങ്ങ് സ്റ്റാർട്ട്. 9:30 ആയില്ലേ, കുഴപ്പമില്ല, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അതെ സാർ, സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? ചെയ്യാം സാർ, തുടങ്ങാം സാർ, പ്ലീസ്. സാർ തുടങ്ങിക്കോളൂ സാർ.
എല്ലാവർക്കും നമസ്കാരം. സംസ്ഥാന ഫാർമസി കൗൺസിൽ പ്രസിഡന്റാണ് ഞാൻ. സംസ്ഥാന ഫാർമസി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ തുടർ വിദ്യാഭ്യാസ പരിപാടിയുടെ ഓൺലൈൻ ക്ലാസ് ആണ് ഇപ്പം ഈ ഓൺലൈൻ ക്ലാസ് എന്നുള്ള നിലയിലാണ് ഇപ്പം സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം 5 വർഷം മുമ്പ് തന്നെ നമ്മുടെ ഫാർമസിസ്റ്റുമാർക്ക് ആവശ്യമായിട്ടുള്ള പഠനം എന്തായിരിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക സിലബസ് തയ്യാറാക്കി അതിന് നോട്ടും തയ്യാറാക്കിക്കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് 100 പേരെ എവിടെ കിട്ടിക്കഴിഞ്ഞാലും അവിടെ ക്ലാസ് കൊടുക്കാനുള്ള സംവിധാനം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും തന്നെ 100 പേരെ കിട്ടുന്ന എല്ലാ സ്ഥലങ്ങളിലും ക്ലാസ് വെച്ചു കൊടുക്കുകയുണ്ടായി. അതിനുശേഷം പാർട്ട് 2 എന്നുള്ള നിലയിൽ ക്ലാസ് വെക്കാൻ വേണ്ടി, അതായത് പാർട്ട് 1 സിലബസ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസും, അതായത് നമുക്ക് ഇന്ന് കിട്ടുന്ന ക്ലാസ് ആണ്. ഫാർമസി പ്രാക്ടീസ് റെഗുലേഷൻ 2015, ഗുഡ് ഫാർമസി പ്രാക്ടീസ്, ഈ 3 സബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കിയാണ് ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്, അതിന്റെ സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ രണ്ടാമത് അതിന്റെ തുടർച്ചയായി ക്ലാസ് വേണം, അതിന്റെ സബ്ജക്റ്റ് പ്രത്യേകമായി ഇനി സിലബസ് തയ്യാറാക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ട് 2 എന്നുള്ള നിലയിൽ അതിൽ ഫാർമക്കോളജിയും പാൻഡമിക് സിറ്റുവേഷനിലും അതുപോലെ കലാമിറ്റീസ് നടക്കുമ്പോൾ എന്താണ് ഫാർമസിസ്റ്റിന്റെ റോള് എന്നുള്ള നിലയിൽ ഒരു 3 സബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കി പാർട്ട് 2 നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും ലോഞ്ച് ചെയ്യേണ്ടായി. അതിനും, അതായത് പാർട്ട് 1 അറ്റൻഡ് ചെയ്തവർക്ക് മാത്രമേ പാർട്ട് 2 ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. അത് കാരണം ഒരു തുടർ വിദ്യാഭ്യാസം എന്നുള്ള നിലയിൽ തന്നെ പോകണം. പാർട്ട് 2 കഴിഞ്ഞാൽ ഇനി പാർട്ട് 3 നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്തപ്പോൾ പല സ്ഥലങ്ങളിലും പാർട്ട് 2 വെച്ചപ്പം പാർട്ട് 1 ഇനിയും അറ്റൻഡ് ചെയ്യാൻ ബാക്കിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാണ് ഞങ്ങൾ പാർട്ട് 1 തന്നെ ചില ജില്ലകളിൽ ക്ലാസ് വെച്ചു കൊടുത്തപ്പോൾ അവിടെ അതായത് 100 തികയാതെ വരികയാണ് ഉണ്ടായത്. അപ്പം കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സാമ്പത്തിക നഷ്ടം അതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുകയാണ്. പല സ്ഥലങ്ങളിലും നമുക്ക് 100 തികയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അത് രണ്ടാം പാർട്ട് 2 വെക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പാർട്ട് 1 അറ്റൻഡ് ചെയ്യാത്തവർക്ക് അത് കഴിയില്ല. ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോഴാണ് പാർട്ട് 1 എന്നുള്ള നിലയിൽ മുഴുവൻ ഫാർമസിസ്റ്റുമാർക്കും ക്ലാസ് കിട്ടുന്ന തരത്തിലേക്ക് ബാക്കിയുള്ള, അതായത് ക്ലാസ് കിട്ടാൻ ബാക്കിയുള്ള മുഴുവൻ ഫാർമസിസ്റ്റുമാർക്കും ഒന്നിച്ച് ഒരു ഓൺലൈൻ ക്ലാസ് എന്നുള്ള നിലയിൽ അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തുടങ്ങിയിട്ടുള്ള ഈ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ഈ മേഖലയിലുള്ള വിദഗ്ധരായിട്ടുള്ള 3 അധ്യാപകരാണ്. അത് ഒന്ന് ഡോക്ടർ സുജിത് എസ് നായർ, കണ്ണൂർ പ്രസന്റ് ഓഫ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിലെ പ്രൊഫസറും വൈസ് പ്രിൻസിപ്പലുമായി അദ്ദേഹം സേവനം അനുഷ്ഠിക്കുകയാണ്. കഴിഞ്ഞ 20 വർഷത്തെ അധ്യാപന പരിചയമുള്ള അദ്ദേഹം വിവിധ സർവകലാശാലകളിൽ ഫാർമസ്യൂട്ടിക്കൽ സയൻസിൽ PhDക്ക് അംഗീകൃത സൂപ്പർവൈസറായി സേവനം അനുഷ്ഠിക്കുകയാണ്. അദ്ദേഹം 2022 ഡോക്ടറേറ്റ് 2022 അദ്ദേഹം കുഹാസിലെ PG ബോർഡ് അംഗവും അതുപോലെ ഫാക്കൽറ്റി എന്നിവയിൽ അംഗമാണ്. അദ്ദേഹമാണ് നമ്മുടെ ഒരു സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്നത്. അതേപോലെ ഡോക്ടർ ആകാശ് മരതകം നിലവിൽ നാഷണൽ കോളേജ് ഓഫ് ഫാർമസിയിലെ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി വകുപ്പ് മേധാവിയും വൈസ് പ്രിൻസിപ്പലുമാണ്. അദ്ദേഹം മികച്ച ഒരു അധ്യാപകനും അതിലുപരി ഗവേഷകനുമാണ്. കഴിഞ്ഞ ദശകത്തിൽ 4 ഇന്ത്യൻ പാറ്റന്റുകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. അതുകൂടാതെ അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളിൽ പ്രസിദ്ധമായ ജേർണലുകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രീ ആകാശ് മരതൻ സാർ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ PharmD സിലബസ് കമ്മിറ്റി അംഗവുമാണ്. പിന്നെയുള്ളത് നമ്മുടെ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ശരത് ചന്ദ്രൻ സി. അദ്ദേഹം 20 വർഷത്തിലധികം അനുഭവ പരിചയമുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ സയൻസിലെ ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ലാർവിസൈഡൻ ടാബ്ലറ്റുകളെ കുറിച്ചുള്ള സമീപകാല ഗവേഷണത്തിന് ഡോക്ടർ
ഗവേഷണത്തിനായി ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ടീമിന് ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചിട്ടുണ്ട്. അക്കാദമി രംഗത്ത് സേവനത്തിന് 2021 കേരള ഹെൽത്ത് സയൻസ് സർവകലാശാലയുടെ 2022 സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിന്റെയും മികച്ച അധ്യാപകനുള്ള പുരസ്കാരവും നൽകിയിട്ടുണ്ട്. ഈ 3 അധ്യാപകരും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മെച്ചപ്പെട്ട സേവനം നമ്മുടെ ഫാർമസി കൗൺസിൽ ഞങ്ങൾ എന്താണോ വിഭാവനം ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഉതകുന്ന രീതിയിലുള്ള സഹായങ്ങൾ വളരെ എന്താ പറയാ ഇത്രയും ഒരു ഡെഡിക്കേറ്റഡ് മൈൻഡോടുകൂടി ഞങ്ങൾക്ക് സഹായം ചെയ്തു വരുന്ന അധ്യാപകരാണ് ഇവർ. കൂടാതെ നിരവധി അധ്യാപകർ നമ്മുടെ ഈ സിലബസ് കമ്മിറ്റിയിലും അതിനാവശ്യമായ നോട്ട് തയ്യാറാക്കുന്നതിനൊക്കെ സഹായിച്ചിട്ടുള്ള നിരവധി പേരുണ്ട്. ഞാൻ ഓരോ ആളുടെയും പേര് ഇവിടെ പരാമർശിക്കുന്നില്ല. അവരോടൊക്കെ തന്നെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ സന്ദർഭത്തിൽ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആദ്യം തന്നെ കൗൺസിൽ ഭരണം ഏറ്റെടുത്തപ്പോൾ തന്നെ ഞങ്ങൾ ആലോചിച്ച വിഷയം നമ്മുടെ ഫാർമസിസ്റ്റുമാർക്ക് കുറച്ചും കൂടി ഈ ഫാർമസ്യൂട്ടിക്കൽ ശാസ്ത്രത്തെക്കുറിച്ചും മറ്റ് അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മേഖലയിലെ മാറ്റങ്ങളെക്കുറിച്ചും അതുപോലെ പുതിയ പുതിയ അറിവുകളും നേടണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് ആലോചിച്ചത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ 57 കോളേജ്, അന്ന് 57 ഉണ്ടായിരുന്നില്ല, നിലവിൽ 57 ഫാർമസി കോളേജുകളാണുള്ളത്. അപ്പൊ മുഴുവൻ അധ്യാപകരെയും അവിടെയുള്ള കോളേജ് പ്രിൻസിപ്പാൾമാരെയും ഒക്കെ ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവരും തന്നെ അധ്യാപകർ ഞങ്ങൾക്ക് ഇന്ന് ഏറ്റവും അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഈ കൗൺസിലിന്റെ സഹായത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് കേരളത്തിലെ വരെയുള്ള കോളേജുകളുടെ അധ്യാപകർ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു അധ്യാപക സമൂഹത്തിന്റെ ആകെ ഒരു പിന്തുണയും സഹകരണം കൊണ്ടാണ് കൗൺസിൽ അക്കാഡമിക് തലത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. കൗൺസിൽ നടത്തിയിട്ടുള്ള സയന്റിഫിക് സെമിനാറിൽ അത് ഇന്റർനാഷണൽ സെമിനാർ എന്നുള്ള നിലയിൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ തന്നെ പ്രശംസ പിടിച്ചു പറ്റുന്ന തരത്തിലായിരുന്നു. 2019 കൊച്ചിയിലും ഈ കഴിഞ്ഞ വർഷം ട്രിവാൻഡ്രത്തുമായി നടന്ന സെമിനാറുകൾ തന്നെ ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സെമിനാറായി. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അധ്യാപകരാണ്. ഈ 3 പേരടങ്ങുന്ന അതുപോലെയുള്ള കുറെ അധ്യാപകർ. അതുപോലെ ഇപ്പം കിലയായി ബന്ധപ്പെട്ട് ഫാർമസിസ്റ്റുമാർക്ക് ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്ന ഒരു കോഴ്സ് 5 ദിവസത്തെ കോഴ്സാണ് ആലോചിച്ചിട്ടുള്ളത്. അത് ഈ 13-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് 17-ാം തീയതി അവസാനിക്കുന്ന തരത്തിലുള്ള ഒരു കോഴ്സാണ്. നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെ ഒരു ഫാർമസിസ്റ്റ് ആകാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ അതിന് നേതൃത്വം കൊടുക്കുന്ന ശരത് സാർ ഏതായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പം തന്നെ ഫാർമസി കൗൺസിലുമായി ബന്ധപ്പെട്ട് ആദ്യം ചെയ്തിട്ടുള്ളത് ഒരു സുതാര്യവും ജനാധിപത്യ രീതിയിലുമുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കണം കൗൺസിൽ നടത്തേണ്ടത് എന്നുള്ളതാണ്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന പോസ്റ്റൽ ബാലറ്റ് സമ്പ്രദായം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അതിൽ കൃത്രിമം നടത്താൻ സാധ്യതയുണ്ട്. ആരാണോ ഭരണത്തിലിരിക്കുന്നത് അവർക്ക് എന്ത് വേണമെങ്കിലും കൃത്രിമം നടത്തി അവർക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്. അത് നേരത്തെ ചില ഞങ്ങളുടെ ആരോപണങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നത്. അപ്പൊ ഇത് കണ്ടുകൊണ്ടാണ് ഓരോ ജില്ലയിലും പോളിംഗ് സ്റ്റേഷൻ വെച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലേക്ക് ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞു. അതുകൂടാതെ തന്നെ ഫാർമസിസ്റ്റുമാർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഫാർമസിസ്റ്റുമാരുടെ ഇടയിൽ ഇറങ്ങിക്കൊണ്ടുള്ള ഒരു അദാലത്ത് ആദ്യഘട്ടത്തിൽ തന്നെ ഏകദേശം 3000-ഓളം ഫാർമസിസ്റ്റുമാരുടെ പ്രശ്നങ്ങളാണ് ഞങ്ങൾക്ക് നേരിട്ട് കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ ഓരോ ദിവസവും ഓരോ ജില്ലകൾ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇത്തരം സഹായങ്ങൾ ഫാർമസിസ്റ്റുമാർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അത് ഫാർമസിസ്റ്റുമാരുടെ ഇടയിൽ വലിയൊരു മതിപ്പുണ്ടാക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അതേപോലെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്, ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്നുള്ള ഒരു ഏറ്റവും എന്താ പറയുക ഒരു വലിയൊരു വിപത്ത് തന്നെ നമ്മുടെ രാജ്യത്തെ മാത്രമല്ല ലോകത്താകമാനം കാർന്ന് തിന്നാൻ പോവുകയാണ്. നമുക്കറിയാം
ഇന്ന് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ അശാസ്ത്രീയവും അനാവശ്യമായിട്ടുള്ള ബയോട്ടിക്കുകളും അതുപോലെ വൈറസിനായി കഴിഞ്ഞാലും അതുപോലെ ഫംഗസിന് ഒക്കെ ഉപയോഗിക്കുന്ന നിരവധി മരുന്നുകൾ ഇന്ന് കമ്മ്യൂണിറ്റി ഫാർമസിയിലുള്ള ഫാർമസിസ്റ്റുമാർക്ക് അറിയാവുന്നതാണ്. നമ്മുടെ ഷോപ്പുകളിലൊക്കെ തന്നെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നേരിട്ട് വന്ന് വാങ്ങിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നും ഉണ്ട്. ഇതിനെതിരെ സംസ്ഥാന സർക്കാരും അതുപോലെ കേന്ദ്ര ഗവൺമെന്റും നമ്മുടെ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം ഒക്കെ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ചിലർ കച്ചവട താല്പര്യത്തിന്റെ ഭാഗമായി ഇപ്പോഴും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആന്റിബയോട്ടിക്കുകൾ അടക്കം കൊടുക്കുന്ന ഷെഡ്യൂൾഡ് H1 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ട് പോലും ഇങ്ങനെ കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇതിനെതിരെ ആന്റി മൈക്രോബിയൽ ഒരു ക്ലാസ് നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ ഫാർമസിസ്റ്റുകൾക്കും എത്തിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ അവർ ട്രെയിനേഴ്സ് ട്രെയിനിങ് എന്നുള്ള നിലയിൽ അവര് ഒരു ട്രെയിനറായി നമ്മുടെ സമൂഹത്തിലുള്ള കുടുംബശ്രീകൾ, സ്കൂളുകൾ ഇവിടെയൊക്കെ തന്നെ അവർ പോയി ക്ലാസ് എടുത്ത് സമൂഹത്തിലുള്ള സാധാരണക്കാരെയും കൂടി ഒരു ഉദ്ബോധിപ്പിക്കുക, അവബോധം സൃഷ്ടിക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് അത് തുടങ്ങിയിരുന്നു. കോവിഡ് വന്നതോടുകൂടി നമുക്ക് അത് തുടർന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നീട് ഞങ്ങൾ നടത്തിയിട്ടുള്ള കുറേ പ്രവർത്തനങ്ങൾ, അതായത് ഫാർമസിസ്റ്റുമാർക്ക് നമ്മൾ കമ്പ്യൂട്ടർ പഠനവുമായി ബന്ധപ്പെട്ട് ഒരു കമ്പ്യൂട്ടർ കോഴ്സ് എന്നുള്ള നിലയിൽ കെൽട്രോണുമായി ആലോചിച്ചുകൊണ്ടുള്ള ഒരു കോഴ്സ് നടത്തേണ്ടായി. ഫാർമസിസ്റ്റുമാർക്ക് ഒരു പെൻഷൻ പദ്ധതി, അതുപോലെ ഫാർമസിസ്റ്റുമാരുടെ വിദ്യാർത്ഥികൾക്ക് ഫാർമസി കോഴ്സ് പഠിക്കുന്നവർക്കുള്ള രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റുകൾക്കുള്ള അവരുടെ മക്കൾക്ക് ഒരു സ്കോളർഷിപ്പ്, ഫാർമസി കൗൺസിൽ വെച്ച് തന്നെ കരിയർ ഗൈഡൻസ്, നമ്മൾ എന്താണ് ഫാർമസി മേഖലയിലെ കോഴ്സുകൾ എന്താണ്, ഇനി അതിന്റെ തുടർ വിദ്യാഭ്യാസ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു കരിയർ ഗൈഡൻസ് സംഘടിപ്പിക്കേണ്ടായി. അതിനോടനുബന്ധിച്ച് തന്നെ ജോബ് ഫെയർ സംഘടിപ്പിച്ചപ്പോൾ ഏകദേശം 200-ൽ പരം ആൾക്കാർ പങ്കെടുത്തതിൽ 40 പേർക്ക് അതിന്റെ ഭാഗമായി ജോലി ലഭിക്കുന്ന ഒരു സാധ്യത ഉണ്ടാകിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രളയത്തിലൊക്കെ സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ട ഫാർമസിസ്റ്റുമാർക്ക് ഒരു സാധാരണഗതിയിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിന് കുറെ കടമ്പകളുണ്ട്. പിന്നെ അത് ഒരു അഫിഡവിറ്റ് വേണം, അതുപോലെ അതിനുള്ള വലിയ ഫീസ് ഉണ്ട്. ഇതൊന്നും ഇല്ലാതെ അവിടെയുള്ള ഏതെങ്കിലും ജനപ്രതിനിധിയുടെ ഒരു റെക്കമെൻഡോട് കൂടി ആ സർട്ടിഫിക്കറ്റ് ഏകദേശം 25 പേർക്ക് ഞങ്ങൾക്ക് ആ തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് സൗജന്യമായി ഒരു ഫീസ് ഈടാക്കാതെ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫാർമസിസ്റ്റുമാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അത് നേരത്തെ തുടരുന്നതാണ്. അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറെ പ്രതിസന്ധികൾ അതിന് ഈ തവണയും ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഇതിൽ ചേർന്നവർ തന്നെ പിന്നീട് എന്തെങ്കിലും ക്ലെയിം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചേരാതിരിക്കുക, അങ്ങനെ വന്നപ്പോൾ സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ ക്ലെയിം, അതായത് പ്രീമിയം തുകയേക്കാൾ കൂടുതൽ ക്ലെയിം വന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ കുറച്ച് പ്രശ്നങ്ങൾ ഈ തവണ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ നമ്മുടെ ഫാർമസിസ്റ്റുമാരുടെ വലിയ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒട്ടനവധി കാര്യങ്ങൾ ഞാൻ അത് മുഴുവൻ ഇവിടെ വിവരിക്കുന്നില്ല. കാരണം കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഷോർട്ട് ഫിലിം മത്സരം നടത്തി ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നുള്ള വിഷയം കൊടുത്ത് നല്ല 2-3 ഷോർട്ട് ഫിലിം ഇപ്പോഴും ഫാർമസി കൗൺസിൽ അവിടെ ബൈക്കോട്ട് സെറമണിക്ക് എത്തുന്ന ഫാർമസി സുഹൃത്തുക്കൾക്ക് അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ അടുത്ത ഒരു ലക്ഷ്യം എന്നുള്ള നിലയിൽ അവിടെ വരുന്ന ട്രിവാൻഡ്രത്ത് എത്തുന്ന കൗൺസിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കോ അല്ലാതെ തന്നെ എത്തുന്ന ഫാർമസിസ്റ്റുമാർക്ക് അവിടെ ഒരു താമസത്തിനുള്ള ഒരു ദിവസമെങ്കിലും താമസിക്കാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്താൻ വേണ്ടി കൗൺസിൽ ആലോചിക്കുന്നുണ്ട്. നമ്മൾക്ക് ഓഫീസിന് തൊട്ടായി തന്നെ ഒരു 3 സെന്റ് സ്ഥലം അത് നമ്മുടെ സംസ്ഥാന സർക്കാർ നമുക്ക് പതിച്ച് നൽകിയിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ അവസാന ഘട്ടത്തിലാണ്. അത് കിട്ടുകയാണെങ്കിൽ അത് നമുക്കറിയാം, ഒരു ഡ്രഗ് ഇൻഫർമേഷൻ സെന്റർ, അതുപോലെ റിസർച്ച് സെന്റർ, റിസർച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെമിനാർ റൂം എന്നുള്ള നിലയിലും അതുപോലെ ഒരു ഡിജിറ്റൽ ലൈബ്രറി, ഇതൊക്കെയാണ് അതിൽ വിഭാവനം ചെയ്തിട്ട്. ബാക്കി വരുന്ന സ്ഥലങ്ങളും ഇപ്പോൾ ഉള്ള നമ്മുടെ ഓഫീസിന്റെ സൗകര്യങ്ങളൊക്കെ തന്നെ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഡോർമെറ്ററി സംവിധാനം വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് എത്തുന്ന, പ്രത്യേകിച്ച് ബൈക്കോട്ട് സെറമണിക്കൊക്കെ എത്തുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ അവരുടെ രക്ഷിതാക്കൾക്കൊക്കെ ആ സമയത്ത് തന്നെ ഫ്രഷ് ആകാനും
അതുപോലെ ഒരു ദിവസം വേണമെങ്കിൽ അവിടെ തങ്ങാനും വളരെ എന്തെങ്കിലും ഒരു ചെറിയ സൗജന്യ നിരക്കിൽ ഏർപ്പെടുത്തണം എന്നാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഫാർമസിസ്റ്റുമാർക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളെ സഹായിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിനെത്തിക്കൊണ്ടിരിക്കുന്ന ഫാർമസിസ്റ്റുമാരാണ്. ഇനിയും നമുക്ക് ഫാർമസിസ്റ്റുമാർക്ക് വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പ്രധാന കടമയായിട്ടുള്ള പേഷ്യന്റ് കൗൺസിലിംഗ് സംവിധാനം കൃത്യതയോടുകൂടി നിർവഹിക്കാൻ നമുക്ക് കഴിയുള്ളൂ. നമുക്ക് അറിവില്ലെങ്കിൽ നമുക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. ഇപ്പൊ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൽ മരുന്നുകൾ എങ്ങനെ ഉപയോഗിക്കണം, അതൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ അതൊക്കെ PPR 2015 എന്നുള്ള വിഷയത്തിലൊക്കെ ക്ലാസ്സിലൊക്കെ വരും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായി പറയുന്നില്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് കൃത്യതയോടുകൂടി പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് അറിവ് വേണം. അതാണ് പാർട്ട് 2. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പാർട്ട് 2 ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വന്നാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഫാർമക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള നമ്മളൊക്കെ ഉപയോഗിക്കുന്ന 50 മോളിക്യൂൾ, സാധാരണ മെഡിക്കൽ സ്റ്റോറുകളിൽ ഉപയോഗിക്കുന്ന പാരസെറ്റമോൾ തൊട്ടിട്ടുള്ള 50 ജീവിതശൈലി രോഗങ്ങൾക്കുള്ളതും ആന്റിബയോട്ടിക് ഉണ്ട്, അങ്ങനെയുള്ള 50 മോളിക്യൂളുകൾ അതിന്റെ ഫാർമക്കോളജിക്കൽ ആക്ഷനും അതിന്റെ മെക്കാനിസവും ഡ്രഗ് ആൻഡ് ഫുഡ് ഇന്ററാക്ഷൻ, അതുപോലെ ഡ്രഗ് ആൻഡ് ഡ്രഗ് ഇന്ററാക്ഷൻ, ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി പ്രതിപാദിക്കുന്ന തരത്തിലുള്ള ഒരു ക്ലാസ് ആണ്. ആ പുസ്തകം തന്നെ നമുക്കൊരു കൈപ്പുസ്തകമായി നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിൽ സൂക്ഷിക്കാവുന്നതാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ പേഷ്യന്റ് കൗൺസിലിംഗ് വളരെ സുഗമമായിട്ട് വളരെ കൃത്യതയോടുകൂടി നമുക്ക് നിറവേറ്റാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഫാർമസി കൗൺസിൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം പല സ്ഥലങ്ങളിലും തൂക്ക് ഫാർമസിസ്റ്റുകൾ ഇപ്പോഴും പെരുകുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമ്മുടെ ഫാർമസി കൗൺസിൽ നിയമിച്ചിട്ടുള്ള ഇൻസ്പെക്ടർമാരുടെ ചില പ്രശ്നങ്ങൾ കാരണം അവരുടെ ലീവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കിടക്കുന്നുണ്ട്. അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ലീവ് ആനുകൂല്യങ്ങൾ ഇപ്പം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവരുടെയും ഇൻസ്പെക്ഷൻ നടത്താനുള്ള ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. എന്നിട്ട് പോലും ഇൻസ്പെക്ഷൻ നടത്തുന്ന നിരവധിയായ ഫാർമസി ഇൻസ്പെക്ടർമാർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അപ്പൊ അത് പരിഗണിക്കുന്നതിന് വേണ്ടി അതിലൊരു എക്സംഷൻ വേണ്ടി നമ്മൾ സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ട്. അത് അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ ഇൻസ്പെക്ടർമാർ എല്ലാവരുടെയും സജീവമായി കഴിഞ്ഞാൽ നമുക്ക് ഈ തൂക്ക് ഫാർമസിസ്റ്റുമാരെയും അതുപോലെ കള്ള നാണയങ്ങൾ ഇതിന്റെ അകത്ത് പ്രവർത്തിക്കുന്ന ചില ഫാർമസികളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ നമുക്ക് പിടികൂടാൻ കഴിയും. ഇതിനകം തന്നെ 2 സർട്ടിഫിക്കറ്റ് ഒരേ ഡിക്ലറേഷൻ കൊടുത്ത ഫാർമസിസ്റ്റ് തന്നെ മറ്റൊരു സ്ഥലത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടെത്തിയതിന്റെ ഭാഗമായി 2 ഫാർമസിസ്റ്റുമാരുടെ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ വർഷം സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. അതേപോലെ തന്നെ 12ഓളം പേര് നേരത്തെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഇവിടെ രജിസ്റ്റർ ചെയ്തവരെ കണ്ടെത്തുകയും അവരുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുകയുണ്ടായി. അവർക്കെതിരെ ക്രിമിനൽ നടപടി എന്നുള്ള നിലയിൽ ഇപ്പോഴും കോടതിയിൽ കേസാണ്, പോലീസ് കേസ് കൊടുത്തിരിക്കുകയാണ് നമ്മൾ. അതുപോലെ കോളേജിൽ പഠിക്കാതെ കോഴ്സിന് പോയി വരുന്നവര് ചില അത് നമുക്കൊക്കെ ഇപ്പൊ അറിയാം, പിന്നെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ ഓൺലൈനായി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നത്. ഇതിനെതിരെയൊക്കെ തന്നെ അപ്പം തന്നെ നമ്മൾ PCIക്കും അതുപോലെ സംസ്ഥാന സർക്കാരിനും പരാതിയൊക്കെ അയച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ നടപടിയൊക്കെ അതിന്റെ സാവകാശം വരികയുള്ളൂ എന്നുള്ളതാണ് നമുക്കറിയാവുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ ശക്തമായ ഇടപെടൽ ഫാർമസി കൗൺസിലിന്റെ ഭാഗത്തുനിന്ന് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ കൂടുതൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പങ്കെടുത്തിട്ടുള്ള എല്ലാ ഫാർമസിസ്റ്റുമാരെയും ഞങ്ങൾ ആദ്യം പ്രതീക്ഷിച്ചത് ഏകദേശം 1000 പേരെങ്കിലും പങ്കെടുപ്പിക്കാനേ കഴിയൂ എന്നാണ്. കാരണം ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും വെച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾ കരുതിയത് ഇനി അത്ര പേരുണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം ഇന്നലെ നോക്കുമ്പോൾ 5000-ന്റെ മേലെ ആൾക്കാരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുക. കാരണം പലരും ഇപ്പോഴും ഞാൻ ഈ ഫോണിൽ തന്നെയാണ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊക്കെ നമുക്ക് പരിഹരിച്ച് പോകേണ്ടതായിട്ടുണ്ട്. ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ നേരിട്ട് അതൊക്കെ പരിഹരിക്കുന്ന രീതിയിലേക്ക് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം. ഇനിയും ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് വെച്ചു കൊടുക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. അതിൽ ആ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ ഓഫ്ലൈനായി അതത് ജില്ലകളിലുള്ള ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ മറ്റു കാര്യങ്ങളിലൊക്കെ ഒന്നും വിശദമായി കടക്കുന്നില്ല. അപ്പം ഇത് ഇനിയും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ സഹായങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ഫാർമസിസ്റ്റുമാരെയും
അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ക്ലാസ് ആരംഭിക്കുന്നതിന് വേണ്ടി അധ്യാപകരോട് ആവശ്യപ്പെടുകയാണ്. താങ്ക് യു സർ. ഉള്ളവരോട് ചെറിയൊരു കാര്യം പറയാനുള്ളത്, ഏകദേശം 2700 ആളുകൾ യൂട്യൂബിലുണ്ട്. യൂട്യൂബിലുള്ളവരുടെ സംശയം എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൗൺസിലിന്റെ പ്രൊഫൈൽ പേജിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് ഓൾറെഡി കമന്റിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് കൗൺസിലിന്റെ പ്രൊഫൈൽ പേജിൽ നിന്ന് കിട്ടും. കമന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരത് സാർ. മോർണിംഗ് സർ. കേൾക്കാവോ? കേൾക്കാം സാർ, കേൾക്കാം. കേൾക്കാം. ഓക്കെ ഓക്കെ. സ്ലൈഡ് കാണാമല്ലോ? അത് കാണാം സാർ. കാണാം സാർ. Thank you. So, thank you, Naveen sir. Thank you, Akash sir, and office bearers of Kerala State Pharmacy Council. കാരണം നമ്മൾ ഒരു കാര്യം ഞാൻ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മളുടെ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിനേക്കാൾ അപേക്ഷിച്ച്, അല്ലെങ്കിൽ ഇൻ കമ്പാരിസൺ വിത്ത് അതർ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ഡൂയിങ് എ ഗുഡ് ജോബ് വിത്തിൻ ദ ലിമിറ്റേഷൻസ്. അതായത് ഒരുപാട് ലിമിറ്റേഷൻസ് നമുക്കുണ്ട്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോലും നമ്മൾ നമ്മളുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസും മറ്റ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസും നന്നായി ചെയ്യുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മളെല്ലാവരും നിങ്ങളെപ്പോലെ തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലും പോകുന്നതാണ്. ഇപ്പം എക്സാമിനേഷൻ പർപ്പസിനായാലും കോൺഫറൻസസിനായാലും നമ്മൾ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഹൗ ഫാർ വി ആർ അഹെഡ് സ്റ്റേറ്റ് നമ്മളുടെ ഫാർമസി കൗൺസിലിന്റെ ആക്ടിവിറ്റീസ്. ബട്ട് സ്റ്റിൽ ലോങ് വേ ടു ഗോ, ബിക്കോസ് ഓൾവേസ് ദർ ഈസ് എ സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റ്. കാരണം എല്ലാം നമ്മളെ ലെവൽ കൂട്ടണം എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സോ കോവിഡ് കാലഘട്ടത്തിലായാലും നമ്മൾ മനസ്സിലാക്കുന്ന നമ്മൾ ഈ തുടർ വിദ്യാഭ്യാസ പരിപാടി ഇതേപോലെ യൂട്യൂബ് ലിങ്ക് വഴി, ലൈവ് അല്ലായിരുന്നു, യൂട്യൂബ് ലിങ്ക് വഴി ഒക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. സോ വി ഹാവ് അവൈൽഡ് ദ ടെക്നോളജി. അപ്പം ഇന്ന് നമ്മളുടെ പാർട്ട് 1 ആണ് നമ്മൾ ഓൺലൈനിലൂടെ നടത്തുന്നത്. സാറ് പറഞ്ഞ പോലെ ദർ വാസ് കുറെ പേര് ഇനിയും പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും കൂടി ഒരു സെഷൻ നമ്മൾ നടത്താണ്, ലൈവ് സെഷൻ. സോ അത് തുടങ്ങുന്നതിന് മുന്നേ, ഈ സെഷൻ തുടങ്ങുന്നതിന് മുന്നേ നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് വെച്ച ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതായത് കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലും പിന്നെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കില്ല, മോസ്റ്റ് റെപ്യൂട്ടഡ് ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ്. അവരുടെ സംയുക്തമായുള്ളൊരു ട്രെയിനിങ് പ്രോഗ്രാം, 5 days റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം. കാരണം അതിവിടെ പറയാനുള്ള കാരണം ഈ പറയുന്ന കണ്ടിന്യൂയിങ് ഫാർമസി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ആണ്. അത് എനിക്കായാലും ഇതിൽ പങ്കെടുക്കുന്ന 5000-ൽ പരം ആൾക്കാർക്കായാലും ഫാർമസിസ്റ്റുകൾക്കായാലും ഇതൊരു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ആണ്. ഈ CPE പങ്കെടുക്കുമ്പോൾ ഞാനും ഇംപ്രൂവ് ചെയ്യാണ്. സോ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു മികച്ച ഒരു സ്കിൽ ആൻഡ് നോളജ് എൻഹാൻസ്മെന്റ് പ്രോഗ്രാം ആണ് KSPC കിലയുടെ ജോയിന്റ് വെഞ്ചർ ആയിട്ടുള്ള ഫാർമ സ്കിൽ പ്രോ. അതൊരു സർട്ടിഫിക്കറ്റ് ട്രെയിനിങ് പ്രോഗ്രാം ആണ്. 5 days റെസിഡൻഷ്യൽ ആണ്. വാട്ട് ഈസ് ഇറ്റ്സ് അഡ്വാൻറ്റേജ്? അത് എന്തുകൊണ്ട് എനിക്കിവിടെ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കുന്നത് ഫാർമസി പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലേണിംഗ് തിങ്. അതൊരു റീഡിംഗ് അല്ല, rather than ലേണിംഗ്. ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് നോളജ് ആസ് വെൽ ആസ് സ്കിൽ. അപ്പൊ നമ്മൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. സോ നമുക്ക് എന്തായാലും നമ്മുടെ ബേസിക് സ്കിൽസും ബേസിക് നോളജ് വേണം, അതേപോലെ തന്നെ കണ്ടിന്യൂസ് അപ്ഗ്രേഡേഷൻ വേണം, അല്ലെങ്കിൽ അപ്ഡേഷനും വേണം. സോ ഫാർമ സ്കിൽ പ്രോയുടെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ കണ്ടത്, ഇറ്റ് അഡ്രസ്സസ് ഓൾമോസ്റ്റ് all the basic aspects and the most essential part which may be required for a working pharmacist. ഒരു ടീച്ചിങ് ഫെറ്റേണിറ്റിക്ക് എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും ഗുണമുണ്ട്, പക്ഷെ ഒരു 99% it is for the, അല്ലെങ്കിൽ 100% it is dedicated for the working pharmacist അല്ലെങ്കിൽ ഫ്യൂച്ചർ ഫാർമസിസ്റ്റ്. ഭാവിയിൽ ഫാർമസി പ്രൊഫഷനിലോട്ട്, അത് ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ആവട്ടെ, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആവട്ടെ,
അവർക്ക് ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു വെൽ ഡ്രാഫ്റ്റഡ് അല്ലെങ്കിൽ വെൽ ഡിസൈൻ പ്രോഗ്രാം ആണ്. ആൻഡ് ഐ കൻ അഷ്യൂർ യു, ഞാൻ ഇന്ത്യയിൽ എന്തായാലും ഇതുപോലൊരു പ്രോഗ്രാം, ഡെഡിക്കേറ്റഡ് പ്രോഗ്രാം ഒരു ഫാർമസി കൗൺസിൽ, ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി നടത്തിയതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. വൈ ദിസ് ഇസ് സോ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ്, അതിന്റെ സിലബസ് ഇസ് സോ നൈസ്ലി ഡ്രാഫ്റ്റഡ്. അതായത് നമ്മളുടെ ഫാർമസി പ്രൊഫഷണൽ ഡേ ടു ഡേ അഫയേഴ്സിൽ നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അതിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഫാർമസിയുടെ ഒരു 10 മണിക്കൂറും 20 മണിക്കൂറോളം നമുക്ക് വേണ്ട എസെൻഷ്യൽ കോമ്പണൻസും ചേർത്തൊരു സിലബസ് ആണ്. ആ 20 മണിക്കൂർ എടുക്കുന്നത് കിലയിലെ മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് റിസോഴ്സ് പേഴ്സൺ, അതെന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സസ് ഉണ്ട്, സെയിൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ അതിലുണ്ടെന്ന് ഞാൻ അതിന്റെ ട്രെയിനിങ്ങിന് പോയിരുന്നു, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ട്. സോ വി ഹാവ് എ ബിഗ് ടീം ഓഫ് എക്സ്പേർട്സ്. അവർ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. സോ ദ വേ ദേ വർ എന്താണ് ഡിസൈനിങ് ദിസ് പെർട്ടിക്കുലർ പ്രോഗ്രാം, അതൊരു വെൽ അപ്രീഷിയേറ്റഡ് ആയ കാര്യമാണ്. പിന്നെ അതൊരു റെസിഡൻഷ്യൽ പ്രോഗ്രാം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് എന്റർടൈൻമെന്റ് കൂടെ അല്ലെങ്കിൽ എൻജോയ് ചെയ്ത് പഠിക്കുക, അതായത് പഠനം മാത്രമല്ല എൻജോയ് ചെയ്ത് പഠിക്കുക, സ്കിൽ ഡെവലപ്പ് ചെയ്യുക, ഇതൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അതൊരു റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം തന്നെ വേണമെന്ന് കിലയുടെ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. അതൊരു തീർത്തും ശരിയായ ഒരു തീരുമാനമായിരുന്നു. സോ ഈ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ദേ ആർ ഓൾസോ പ്രൊവൈഡിങ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ലൈക്ക് നമ്മളുടെ ബേസിക് ലൈഫ് സപ്പോർട്ട്, ഫസ്റ്റ് എയ്ഡ്, ടാക്സ് കാൽക്കുലേഷൻ, കമ്പ്യൂട്ടർ ഓപ്പറേഷൻ. സോ വെർച്വലി ഒരു ഫാർമസിസ്റ്റ് അറിയേണ്ട കാര്യങ്ങൾ പലതും നമുക്ക് കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അതൊക്കെ ചേർത്ത് കൊണ്ടുള്ളൊരു എക്സ്റ്റെൻസീവ് കോഴ്സ് കണ്ടന്റ് ആണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഫീൽഡ് വിസിറ്റ്സ്. സോ ഇറ്റ്സ് എ കംപ്ലീറ്റ് പാക്കേജ്. ഐ ഫീൽ അഗെയിൻ അതിനും ഒരുപാട് ഇംപ്രൂവ്മെന്റ് വേണ്ടി വരും. സോ ഫസ്റ്റ് ബാച്ച് ഇറങ്ങിയ ശേഷം ഫർദർ ചേഞ്ചസ് മേ ബി ഇത് പാർട്ടിസിപ്പൻസിന്റെ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് കൂടുതൽ എന്താണ് വേണ്ടത് ചേർത്തിട്ട് ആ സിലബസ് നമുക്ക് വീണ്ടും ഇംപ്രൂവ് ചെയ്യേണ്ടി വരും. സോ ഇതൊരു ഷോർട്ട് ബ്രീഫിംഗ് മാത്രമാണ്. അതിന്റെ ഫീസ് ഡീറ്റെയിൽസും അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി കൗൺസിലിന്റെ വെബ്സൈറ്റിലും അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജസിലും സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കാണും. സോ ഐ എക്സ്പെക്ട് ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഫ്രം majority of we pharmacists, so that our quality can be improved and we can give better service for our society. That's the only way we can gain more reputation and more acceptance from our community. ഈ വാക്കുകൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മെയിൻ അസൈൻമെന്റ്, അതായത് to talk about my session, that is pharmacy practice regulation, I'm going to initiate. So ഇതൊരു ഓൺലൈൻ പ്രോഗ്രാം ആണ്, വളരെയധികം പാർട്ടിസിപ്പൻസ് ഉള്ളത് തന്നെയാണ്. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ മ്യൂട്ട് ആയിരിക്കണം, കാരണം ഡിസ്റ്റർബൻസ് പരമാവധി നമുക്ക് ഒഴിവാക്കാം. ടെക്നിക്കൽ ഗ്ലിച്ചസ് ഉണ്ടാകാം. കൈൻഡ്ലി അപ്പോളജൈസ് ഫോർ മീ, അപ്പോളജൈസ് ടു യു ഓൾ ഫോർ ദാറ്റ്. പിന്നെ എനി ഡിസ്കഷൻ ഓർ എനി ഡൗട്ട് ഇൻ കേസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ we'll wind it up. നമ്മൾ ലാസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്ത ശേഷം we'll have a discussion. We can clarify the session. Clarification നമുക്ക് ആ സമയത്ത് നടത്താം, rather than in between നമ്മളുടെ ഡൗട്ട് ക്ലിയർ. ഒരു ഫിസിക്കൽ പ്രോഗ്രാം ആയിരുന്നെങ്കിൽ I would have dealt in between the session, but it's online, so kindly excuse me for that. So we'll proceed with the session. And the slide കാണാൻ പറ്റുന്നില്ലേ? ഇല്ല sir, can you please share it again? Okay, fine. ഇപ്പോൾ Okay, sir. Fine. Yeah. Okay. So this is the first part of continuing pharmacy education program. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന സെഷൻ ഫാർമസി പ്രാക്ടീസ് റെഗുലേഷൻ 2015 ആണ്. And Dr. Sharat Chandran, Assistant Professor, College of Pharmaceutical Sciences, Government Medical College, Kannur. And this is my email ID and phone number. You can contact me for any details. ഒരു ഡിസ്ക്ലൈമർ നോട്ട് ആണ്, ഇതൊരു ഓൺലൈൻ പ്രസന്റേഷൻ ആണ്, ഒരുപാട് പേര് കാണുന്നതാണ്. പിന്നെ ഇത് റെഗുലേഷൻസ് ആണ്. ഞാൻ ഈ റെഗുലേഷൻസ് അതേപോലെ ഇവിടെ വെച്ചിട്ടില്ല. ഐ മേഡ് ലിറ്റിൽ ബിറ്റ് ചേഞ്ചസ് ഇൻ ടേംസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. അതിന്റെ ടെക്സ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങൾ ഈ പ്രസന്റേഷന്റെ കൺവീനിയൻസിന് വേണ്ടി ഞാൻ നടത്തിയിട്ടുണ്ട്. പിന്നെ ഇത് ഫുൾ പ്രസന്റേഷൻ, ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതൊരു PCIയുടെ വെബ്സൈറ്റിലും നമ്മളുടെ ഗവൺമെന്റ് വെബ്സൈറ്റ്സിലൊക്കെ ഫാർമസി പ്രാക്ടീസ് റെഗുലേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഇൻ ഹിന്ദി ആസ് വെൽ ആസ് ഇംഗ്ലീഷ് is available. So you can please access it. And finally I'll show you the link also for that. So ഇതിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഐ തിങ്ക് നിങ്ങൾ എത്ര പേര് ആക്സസ് ചെയ്തു എന്ന് എനിക്ക് അറിയില്ല, ബിക്കോസ് ഇറ്റ്സ് ഓൾ അറ്റ് ദ ഫിംഗർ ടിപ്സ്. ഒബ്ജക്റ്റീവ് ഉണ്ട് നമ്മളുടെ PPR-ന്,
പിന്നെ basically PPR 2015 is divided into 9 chapters. Chapter 1 സാധാരണയുള്ള definitions ആണ് തരുന്നത്. Chapter 2 will talk more about pharmacy ethics. Chapter 3 will be dealing with the registered pharmacist and their duties towards the patient. Chapter 4, duties of a registered pharmacist. 5 will give you a briefing about the responsibility of registered pharmacists to each other. One pharmacist and another pharmacist responsibility. Chapter 6, duties of registered pharmacists towards the public and to the profession. 7 will detail about unethical acts. 8, misconduct. And the 9th one, punishment and disciplinary action. ഇത് കൂടാതെ നിങ്ങൾ ഫാർമസി പ്രാക്ടീസ് റെഗുലേഷൻ 2015 ആക്സസ് ചെയ്യാൻ നിങ്ങൾക്ക് കാണാം ഒരു annexures ഉണ്ട്, like which will tell you the job title we are entitled for, അതിന് വേണ്ട qualifications, experiences, പിന്നെ കുറച്ച് സ്നാപ്ഷോട്ട്സ് ഞാൻ അവസാനം വെച്ചിട്ട് സമയം ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം. Finally, the references. ഇതിനു വേണ്ടി ഞാൻ എന്തൊക്കെ മെറ്റീരിയലാണ് റെഫർ ചെയ്തിട്ടുള്ളത്. So let us move on to the session. So first of all, objective ആണ്. എന്തിനായിരുന്നു PPR 2015 ഗവൺമെന്റ് ലോഞ്ച് ചെയ്തത്? അത് നമുക്ക് ഫാർമസി ആക്ട് ഉണ്ട്. നമുക്ക് നമ്മളുടെ പ്രൊഫഷന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് we have enough rules and regulations. അത് DNC ആക്ട് ആവട്ടെ, ഫാർമസി ആക്ട് ആവട്ടെ, ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് ആവട്ടെ, ഒരുപാട് നിയമങ്ങളാൽ ബന്ധിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ട ഒരു പ്രൊഫഷനാണ് നമ്മൾ. അത് കൂടാതെ എന്തിനാണ് പുതിയൊരു റെഗുലേഷൻ PPR 2015 കൊണ്ടുവന്നത്? സോ സിമ്പിൾ ആണ് റീസൺ. They want to raise the standard of our profession. അതായത് ഫാർമസിസ്റ്റിന്റെ സർവീസിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കെയറിന്റെ ക്വാളിറ്റി എല്ലാ രീതിയിലും ഫാർമസി പ്രൊഫഷന്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്നത്, ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളൊരു മേജർ ഒബ്ജക്റ്റീവ് വെച്ചിട്ടാണ് ഈ ഒരു PPR 2015 നമ്മൾ ലോഞ്ച് ചെയ്തത്, ഗവൺമെന്റ് ലോഞ്ച് ചെയ്തത്. സോ ഫാർമസിസ്റ്റ് അത് പ്രകാരം ഫാർമസിസ്റ്റ് ഹാസ് ടു മെയിൻറ്റെയിൻ ദ ഹയസ്റ്റ് ക്വാളിറ്റി that is in his personal life as well as in professional life. അതാണ് അവർ പറയുന്നത്. അതായത് പ്രൊഫഷണലി മാത്രം സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്താൽ പോരാ, ഒരു പേഴ്സണൽ ലെവലിലും നമ്മളുടെ സ്റ്റാൻഡേർഡ് എപ്പോഴും കൂട്ടി വെക്കണം എന്നാണ്. ആൻഡ് വി ഷുഡ് മെയിൻറ്റെയിൻ അപ് ടു ഡേറ്റ് നോളജ് ആൻഡ് ഷുഡ് ഹാവ് ദ ബെസ്റ്റ് പ്രൊഫഷണൽ കോമ്പിറ്റൻസി. അതായത് നല്ല നോളജ് ഗ്യാദർ ചെയ്യുകയും അതുപോലെ തന്നെ മികച്ചൊരു പ്രൊഫഷണൽ നിലവാരം അല്ലെങ്കിൽ പ്രൊഫഷണൽ കോമ്പിറ്റൻസി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റണം. സോ ദാറ്റ് വി ക്യാൻ പ്രൊവൈഡ് ദ ബെസ്റ്റ് പ്രാക്ടീസ് അല്ലെങ്കിൽ ബെസ്റ്റ് സർവീസ് ടു അവർ കമ്മ്യൂണിറ്റി. So this is the major reason, even though നമ്മൾ ഒരുപാട് പോയിന്റ്സ് അവിടെ ഇത് PPR പറയുന്നുണ്ടെങ്കിലും മേജർ ആസ്പെക്ട് ഇത്രയേ ഉള്ളൂ. You want to maintain the best quality and you are supposed to give the best quality service as a professional pharmacist. So അതിനൊരു വഴിയേ ഉള്ളൂ. You should maintain up-to-date knowledge or gather more knowledge and more skill. So that is the easiest way we can provide the best service, and when you give the best service, we will get the best appreciation from the society. So we'll move on to the next slide. Then why is regulation? എന്തിനാണ് വീണ്ടും റെഗുലേഷൻ കൊണ്ടുവന്നത്? ഒബ്ജക്റ്റീവ് ഞാൻ പറഞ്ഞു. റെഗുലേഷൻ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ്. എന്തിനാണ് ഈ റെഗുലേഷൻ വീണ്ടും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ, ടു എൻഷുർ ദാറ്റ് ഫാർമസിസ്റ്റ് മെയിൻറ്റെയിൻ ഹൈ സ്റ്റാൻഡേർഡ്സ് ഇൻ ദെയർ ഡ്യൂട്ടി, ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട്, ഇപ്പൊ നമ്മൾ എല്ലാവരും പറയാറുണ്ട് ഹെൽത്ത് കെയറിന്റെ കോസ്റ്റ് കൂടുകയാണ്. അതേപോലെ തന്നെ മെഡിസിന്റെ ദുരുപയോഗം അല്ലെങ്കിൽ ക്രിമിനൽ അബ്യൂസ് ഓഫ് മെനി മെഡിസിൻസ്. സോ ഇത് തുടങ്ങിയിട്ട് ഒരു 10 വർഷം മുകളിലായി നമ്മളുടെ മരുന്നുകളുടെ വില കുതിച്ചു കയറുകയാണ്. ലൈഫ് സേവിങ് ഡ്രഗ്സിന്റെ കോസ്റ്റ് കൂടുകയാണ്. പലപ്പോഴും നമുക്കറിയാം ഒരു പ്രിസ്ക്രിപ്ഷന്റെ പ്രൈവറ്റ് സെക്ടറിലൊക്കെ ഒരു പ്രിസ്ക്രിപ്ഷന്റെ ഫുൾ പ്രിസ്ക്രിപ്ഷൻ വാങ്ങാൻ പോലും പേഷ്യന്റ് അടുത്ത് കാശ് ഉണ്ടാവണമെന്നില്ല, ബിക്കോസ് മെനി ആർ ദർ ഹു കനോട്ട് അഫോർഡ് ഇറ്റ്. സോ നമ്മളുടെ ഫാർമസി പ്രൊഫഷന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും, ബെറ്റർ റെഗുലേഷൻ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ നമുക്ക് ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ എൻഷുർ ചെയ്യാൻ പറ്റും. നമ്മുടെ സ്റ്റാൻഡേർഡ്സ് ഓഫ് ക്വാളിറ്റി കൂട്ടാം, സ്റ്റാൻഡേർഡ്സ് കൂട്ടാം, സർവീസിന്റെ സ്റ്റാൻഡേർഡ്സ് കൂട്ടാം. അതിലുപരി കോസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ നമ്മൾ ഒന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ വി ക്യാൻ പ്രിവെന്റ് ദ ക്രിമിനൽ അബ്യൂസ് ഓഫ് മെഡിസിൻ. നമ്മുടെ ഫാർമസി വഴി അബ്യൂസീവ് പർപ്പസിലെ മെഡിസിന്റെ ഡിസ്പെൻസിങ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. So we can also list out the activities which may be categorized as misconduct and may invite disciplinary action. So regulation വഴി നമുക്ക് എന്തൊക്കെയാണ് മിസ്കണ്ടക്ട് എന്ന് ഡിഫൈൻ ചെയ്യാനും അതിന് എന്തൊക്കെയാണ് ശിക്ഷാ നടപടികൾ എന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു റെഗുലേഷൻ ഡെവലപ്പ് ചെയ്യുകയും അത് ഇമ്പോസ് ചെയ്യുകയും ചെയ്തത്.
So this is the snapshot of your PPR 2015 notification, which came in 15th January 2015, order number 14/148/2012 PCI, and to exercise powers conferred in section 10 and 18 of Pharmacy Act 1948. ഇത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഇതിന്റെ ഫസ്റ്റ് ഫേസ് മുഴുവൻ ഹിന്ദിയിലാണ്. ഹിന്ദിയിൽ കഴിഞ്ഞ ശേഷമാണ് 27ാമത്തെ പേജാന്ന് തോന്നുന്നു ഓൺവേർഡ്സ് ആണ് ഇംഗ്ലീഷിലുള്ള പരിഭാഷ വരുന്നത്. സോ ആസ് ഐ സെഡ്, ഡിഫറെന്റ് ചാപ്റ്റേഴ്സ് ആണ് ഞാൻ പറഞ്ഞു. ചാപ്റ്റർ 1 പൊതുവെ ഡീൽ ചെയ്യുന്നത് ഡെഫിനിഷൻസ് ആണ്. സോ ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് മച്ച് ഓഫ് ദ ടൈം വിത്ത് ദിസ്. ഇറ്റ് ഗിവ്സ് എ ഡെഫിനിഷൻ. നിങ്ങളൊക്കെ പണ്ട് നമ്മൾ എല്ലാവരും പണ്ട് ഫാർമസി പ്രോഗ്രാം പഠിച്ചപ്പോൾ ജൂറിസ്പ്രുഡൻസിൽ ഡെഫിനിഷൻസ് പഠിച്ചിട്ടുണ്ട്. VM മിത്തൽ ടെക്സ്റ്റ് ബുക്കോ ഏത് ബുക്കാണ് നിങ്ങൾ ഉപയോഗിച്ചത് എനിക്കറിയില്ല. അതിലൊക്കെ നമ്മൾ ഡെഫിനിഷൻസ് പഠിച്ചിട്ടുണ്ട്. ഡെഫിനിഷൻസ് വേർ ആസ് പെർ DNC ആക്ടിൽ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ഇവിടെ PPRൽ കുറെ കാര്യങ്ങൾക്ക് വ്യക്തമായ ഡെഫിനിഷൻ അല്ലെങ്കിൽ റീഡിഫൈൻഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് പ്രാക്ടീസ് ഓഫ് ഫാർമസി. എന്താണ് പ്രാക്ടീസ് ഓഫ് ഫാർമസി? പിന്നെ കൊടുത്തിരിക്കുന്നത് എന്താണ് കമ്പൗണ്ടിങ്. But if you really refer it or compare it with the existing definition, there is no much difference available. So similarly, endana dispensing, for example, dispensing, which we all do. Dispensing means the interpretation, evaluation, supply and implementation of a prescription, drug order, including the preparation, delivery of a drug or device to a patient's agent in a suitable container, appropriately labeled for subsequent administration to or use by patient. അതായത് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾക്കൊരു പ്രിസ്ക്രിപ്ഷൻ കിട്ടുന്നു, നിങ്ങൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു, നിങ്ങൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, നിങ്ങളത് സപ്ലൈ ചെയ്യുന്നു ടു ദ പേഷ്യന്റ്. അതൊരു ഡ്രഗ് ആവാം, അതൊരു ഡിവൈസ് ആകാം, അതൊന്നെങ്കിൽ നിങ്ങൾ പേഷ്യന്റിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഏജന്റ് ആരോ അല്ലെങ്കിൽ പേഷ്യന്റ് അസിസ്റ്റ് ചെയ്യുന്ന ആളാരാണോ അദ്ദേഹത്തിന് കൊടുക്കുന്നു. Then also defines what do you mean by distribute. What is patient counseling? So patient counseling നമ്മളെപ്പോഴും ഒരു ചർച്ചാ വിഷയമാണ്. കാരണം patient counseling നമ്മൾ എല്ലാവരും, അതായത് വർക്കിംഗ് ഫാർമസിസ്റ്റ് എല്ലാ വ്യക്തികളും ദിവസേന ചെയ്യുന്ന ഒരു സംഗതിയാണ് പേഷ്യന്റ് കൗൺസിലിംഗ്. അതൊരു ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. പക്ഷെ നിങ്ങൾ എല്ലാവരും ഡേ ടു ഡേ ലൈഫിൽ നിങ്ങളുടെ പേഷ്യന്റുമായി നിങ്ങൾ സംസാരിക്കാറുണ്ട്. അവർക്ക് വേണ്ടുന്ന വിവരങ്ങൾ നിങ്ങൾ കൈമാറാറുണ്ട്. ഒരു മരുന്ന് നിങ്ങൾ ഡിസ്പെൻസ് ചെയ്യുന്ന സമയത്ത് അതിൽ എങ്ങനെ കഴിക്കണം, ഏത് സമയത്ത് കഴിക്കണം, അത് നിങ്ങൾ ബ്രീഫ് ചെയ്യാറുണ്ട്. സോ അത് കുറച്ചും കൂടി പ്രൊഫഷണൽ വേയിൽ ചെയ്യുമ്പോൾ ആണ് അതിന് കുറച്ചും കൂടി ഭംഗിയും കുറച്ചും കൂടി ഇമ്പാക്ട് ഉണ്ടാവുക. പക്ഷെ നമുക്കറിയാം നമ്മളുടെ ഇപ്പോഴത്തെ കമ്മ്യൂണിറ്റി ഫാർമസികളുടെ സാഹചര്യം വെച്ചിട്ട് അത്രയും ഒരു സ്പേസ് നമുക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ്. ബട്ട് ഐ സ്റ്റിൽ ബിലീവ് we all do patient counseling daily basis. And again, Council or Pharmacy Council of India emphasize that the patient counseling activity has to be improved, and to improve it, you need to improvise your knowledge as well as the skill. Then definition for pharmaceutical care was given there, and who is a pharmacy practitioner define ചെയ്തിട്ടുണ്ട്. പിന്നെ ആരാണ് രജിസ്റ്റർഡ് ഫാർമസിസ്റ്റ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. രജിസ്റ്റർ നമ്മുടെ പേര് സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിന്റെ രജിസ്ട്രിയിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നിൽക്കുന്ന എവിടെയാണോ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലം എവിടെയാണോ അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആ സ്റ്റേറ്റിൽ നിങ്ങളുടെ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ then you can call yourself as a registered pharmacist. Then it gives the definition of hospital pharmacist. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതാണ് ഇതിന്റെ ഒരു വ്യത്യാസം, ചെറിയൊരു വ്യത്യാസം. എല്ലാം കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് എന്താ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. whoever is a registered pharmacist and working in hospital pharmacy service can be called as a hospital pharmacist. Then there is something called as a new definition, drug information pharmacist. So it means an individual who is a registered pharmacist who may be working in a community pharmacy, hospital pharmacy, teaching hospital, or other healthcare setting, and who provides information, advices regarding drug interaction, side effects, dosage, proper medication storage to patients, physicians, dentists, or other healthcare professionals can be called as drug information pharmacists. So my question is, how many of us are really called as a drug information pharmacist?
നമുക്ക് ഈ സർവീസ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ഒരു പ്രിസ്ക്രിപ്ഷൻ വരുമ്പോൾ നിങ്ങൾ നമ്മൾ കമ്മ്യൂണിറ്റി ഫാർമസി ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡ്രഗ് ഇന്ററാക്ഷൻ ഐഡന്റിഫൈ ചെയ്ത് പറയാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് സൈഡ് എഫക്ട്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഡോസേജ് കൃത്യമായി പറയാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ എങ്ങനെ സ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അപ്പം രോഗികൾക്ക് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ എന്താണ് എയ്ഡൻസ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് നമുക്ക് ഇൻഫോർമേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ then we can call ourselves as a drug information pharmacist. So it's a beautiful definition in fact. Then there is clinical pharmacist. It is something closely linked. It's a trending term on a clinical pharmacist, and there is a definition also given for community pharmacist. Clinical pharmacists are in clinical settings, and they are into optimizing the use of medication. Actually, clinically, and physicians who might closely associate better optimization of the use of medication or at target പ്രവർത്തിക്കുന്ന pharmacist നമുക്ക് clinical pharmacist പറയാം. It's all closely aligned. അതായത് hospital pharmacist-ഉം ഈ പറഞ്ഞ clinical pharmacist-ഉം drug information pharmacist ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ the service which they offer. Then community pharmacists, which is the majority of the population, because we are individuals who are who are registered and works according to the legal and ethical guidelines to ensure the correct and safe supply of medical products to the general public. So നമ്മളുടെ ഏറ്റവും കൂടുതൽ വലിയ population pharmacist population വരുന്ന community pharmacist ആണ്, because you render service to the general public and you are the first point of contact. So they are involved in improving people's health by providing advice, information, as well as supplying prescription medicines. നിങ്ങൾ പലപ്പോഴും ചെയ്യുന്ന ഇത് തന്നെയാണ്. നിങ്ങളുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്താനുള്ള സാധ്യത. നിങ്ങൾ എപ്പോഴും we should be working with an aim to improve people's health and providing them advice. നമുക്ക് അവർക്ക് വേണ്ടുന്ന ഇൻഫോർമേഷനും ഉപദേശങ്ങളും അവരുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് മരുന്നുകളുടെ സപ്ലൈ നമ്മളുടെ ഉത്തരവാദിത്തമാണ്. So that is the role of a community pharmacist. Then there is a definition they are given for prescription, and this definition is slightly modified. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പ്രിസ്ക്രിപ്ഷൻ ഡെഫിനിഷൻ എടുത്തു കഴിഞ്ഞാൽ you may not find the term which I have highlighted in red. അതായത് written or electronic direction എന്നാണ് from a registered medical practitioner or other properly licensed practitioners such as dentist, veterinarian, etc. to a pharmacist so that he can compound and dispense the specific type and quantity of preparation or prefabricated drug to a patient. അതായത് മുൻകാലങ്ങളിൽ അത് റിട്ടൺ ആയിരുന്നു. പക്ഷെ ആസ് പെർ PPR 2015 it can be even electronic direction. So electronic direction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ നമുക്കൊരു വാട്സ്ആപ്പ് മെസ്സേജോ അല്ലെങ്കിൽ ചുമ്മാ നമുക്കൊരു SMS-ഓ അയച്ച് ചെയ്താൽ പറ്റുമോ? ഇല്ല. ബിക്കോസ് വി നോ പ്രിസ്ക്രിപ്ഷൻ ഹാഡ് ഗോട്ട് എ ടെംപ്ലേറ്റ്. അതിനൊരു ഗൈഡ് ലൈൻ ഉണ്ട്. സോ ആ ഗൈഡ് ലൈനിൽ നിന്നുകൊണ്ടുള്ള ഒരു ഇലക്ട്രോണിക് ഡയറക്ഷൻ ആണ് വരുന്നതെങ്കിൽ then as per PPR 2015 we can accept it as a prescription. So മെട്രോ സിറ്റീസിലും വലിയ വലിയ ടൗണുകളിൽ ഇന്ന് പേപ്പർ പ്രിസ്ക്രിപ്ഷൻസ് കുറഞ്ഞുകൊണ്ട് വരികയാണ്. സോ ഇഫ് യു ഗോ ടു എ ഡോക്ടർ നിങ്ങൾക്ക് ഡയഗ്നോസിസ് ശേഷം ഡോക്ടർ ചോദിക്കും whether you wanted to receive your prescription as an email or you wanted to receive it as a WhatsApp or an SMS. അങ്ങനെയാണ് പറയാ. അത് ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. ഞാൻ എൻ്റെ മകളെ കാണിക്കാൻ പോയപ്പോൾ അന്ന് ഡോക്ടർ പീഡിയാട്രിഷ്യൻ ആണ്. ഹി ആസ്ക്ഡ് മീ വെദർ യു വാണ്ട് യുവർ പ്രിസ്ക്രിപ്ഷൻ ഇൻ ഇമെയിൽ ഓർ SMS. അപ്പം ഇമെയിലിൽ ഞാൻ ഓപ്റ്റ് ചെയ്തു. പക്ഷെ അതൊരു ഓൾറെഡി പ്രിപ്പയർഡ് ടെംപ്ലേറ്റ് ആണ്. ഹി ജസ്റ്റ് നീഡ് ടു മേക്ക് എൻ എൻട്രി. ഇപ്പം നമ്മളിപ്പം ഫേസ് ചെയ്യുന്ന ലെജിറ്റിമേറ്റ് ഹാൻഡ് റൈറ്റിംഗ് അല്ല, വായിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. We can just show it and so that the product will be dispensed. So അത് ഒരു പുതിയൊരു മാറ്റമാണ് ഇലക്ട്രോണിക് ഡയറക്ഷൻ. So that is the best part of PPR 2015. Then types of prescription നിങ്ങൾക്ക് അറിയാം. Extemporaneous preparations അതിൽ പറയുന്നുണ്ട്. ഒഫീഷ്യൽ പ്രിപ്പറേഷൻസ് ഉള്ള പ്രിസ്ക്രിപ്ഷൻസ് ആവാം, അല്ലെങ്കിൽ പേറ്റന്റ് പ്രിപ്പറേഷൻസ് ഉള്ള പ്രിസ്ക്രിപ്ഷൻസ് ആവാം. Now, what are the contents of prescription? I don't want to brief it because in the next session, Sujit sir ഇത് പറയും. കാരണം ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ നമ്മൾ ബിഫാമിനും ഡിഫാമിനൊക്കെ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. എന്താണ് ഒരു പ്രിസ്ക്രിപ്ഷന്റെ കണ്ടന്റ്സ് എന്നുള്ളത്. ലൈക്ക് പ്രിസ്ക്രൈബേഴ്സിന് ഇൻഫോർമേഷൻ ഉണ്ടാവണം, സൂപ്പർസ്ക്രിപ്ഷൻ, ഇൻസ്ക്രിപ്ഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും.
നമ്മളെ എസ്സേക്കും ഷോർട്ട് ആൻസേഴ്സിനൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ഐ ഡോണ്ട് വാണ്ട് ടു സ്പെൻഡ് മച്ച് ടൈം ഓൺ ദിസ് ആൻഡ് ബിക്കോസ് ഇറ്റ് വിൽ ബി അഗെയിൻ ഡെൽറ്റ് ഇൻ ലേറ്റർ സെഷൻ. Chapter 2 we'll move on, that is Code of Pharmacy Ethics. So നമുക്ക് എല്ലാവർക്കും അറിയാം, once you become a pharmacist, registered pharmacist, you need to give a declaration, and each applicant shall provide a copy of declaration as specified in Appendix 1. ഇത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും PPR 2015 സൈറ്റ് ഡോക്യുമെന്റിൽ പോയി കഴിഞ്ഞാൽ ഡിക്ലറേഷന്റെ ഒരു കോപ്പി കിട്ടും. സോ ഇതാണ് അവർ പറയുന്നത്. ഇതിൽ നമ്മളുടെ എന്താണ് നമ്മൾ കൊടുക്കുന്ന ഒരു എത്തിക്കൽ ഡിക്ലറേഷൻ ആണ്. ഞാൻ എന്റെ ഒരു പ്രൊഫഷണൽ എത്തിക്സ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും എന്ന് ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു ഡിക്ലറേഷൻ ആണ് നിങ്ങൾ കൊടുക്കുന്നത്. പിന്നെ കോപ്പീസ് ഓഫ് കോഡ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എത്തിക്സ് ആൻഡ് ഫാർമസിസ്റ്റ് ഓത്ത് ബൈ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ആൻഡ് ഓൾ ഷാൽ യു ഹാവ് ടു സൈൻ ഇറ്റ് ആൻഡ് submit these things. So it's a very simple part, and നിങ്ങൾക്ക് അറിയുന്നതാണ്, നിങ്ങൾ ഇതുപോലെ ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട്. Now what is the privileges of person? ഇത് കൃത്യമായിട്ട് ഫാർമസി പ്രാക്ടീസ് റെഗുലേഷനിൽ പറയുന്ന ഒരു കാര്യമാണ്. What is the privilege of a registered pharmacist, registered as a pharmacist on the register of state pharmacy council? നിങ്ങളുടെ പ്രിവിലേജ് എന്താണ്, അല്ലെങ്കിൽ എന്റെ പ്രിവിലേജ് എന്താണ് ഞാൻ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട്? So it is all subject to conditions and restrictions laid down in these regulations regarding the practice of profession of pharmacy by person. So നിങ്ങളുടെ പേര് രജിസ്റ്ററിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ then you can carry out the profession of pharmacy in that specific state. അതായത് നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണോ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ആ സ്റ്റേറ്റിൽ നിങ്ങൾക്ക് പ്രാക്ടീസിങ് ഫാർമസിസ്റ്റ് ആവാം. നമുക്കത് അറിയുന്ന കാര്യമാണ്. To recover in due course of law in respect of such practice of pharmacy any expense, charges or any fee to which he or she is entitled in lieu of her discharging duties as defined by PCI from time to time. അതായത് നിങ്ങൾ രജിസ്റ്റർഡ് ഫാർമസിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ വർക്ക് ചെയ്യാം. ആ സ്റ്റേറ്റിൽ വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസസിനുള്ള ഫീസ് അല്ലെങ്കിൽ സാലറി അല്ലെങ്കിൽ മറ്റ് ബെനിഫിറ്റ്സുകൾ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. Then the next aspect which we need to check, that is displaying the name of owner and registered pharmacist. ഇതും അടുത്ത സെഗ്മെന്റ് ആണ് PPR 2015 ചാപ്റ്റർ 2 പറയുന്നതാണിത്. സാധാരണ ഒരു ഫാർമസിയിൽ ചിലപ്പോൾ ഫാർമസിസ്റ്റ് തന്നെ ആവാം ഓണർ, അല്ലെങ്കിൽ ചിലപ്പോൾ ഓണർ വേറെയും ഫാർമസിസ്റ്റ് വേറെ ആവാം. സോ ആ ഒരു കണ്ടീഷനിൽ ഇഫ് there is an owner for the pharmacy, his name or his details shall be displayed at or near main entrance of the premises. എവിടെയാണോ എൻട്രൻസ് അല്ലെങ്കിൽ മേജർ എൻട്രി കാണുന്നത് അവിടെ അദ്ദേഹത്തിന്റെ പേരും ഡീറ്റെയിലും മെൻഷൻ ചെയ്ത് ഡിസ്പ്ലേ ചെയ്തിരിക്കണം. പിന്നെ അത് കൂടാതെ നമ്മൾ എല്ലാവർക്കും അറിയാം, നമ്മൾ രജിസ്റ്റർഡ് ഫാർമസിസ്റ്റിന്റെ ഡീറ്റെയിൽസ്, അദ്ദേഹത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ, ക്വാളിഫിക്കേഷൻ വിത്ത് ഫോട്ടോഗ്രാഫ് വിൽ ബി ഡിസ്പ്ലേഡ് adjacent to the area where dispensing is carried out. അതാണ് PPR പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഡിസ്പെൻസിങ് എവിടെയാണ് ഏരിയ എവിടെയാണ് പ്രോമിനന്റ് ഡിസ്പെൻസിങ് എവിടെയാണ് നടക്കുന്നത് അവിടെ രജിസ്റ്റർഡ് ഫാർമസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കും. അതുകൂടാതെ രജിസ്റ്റർഡ് ഫാർമസിസ്റ്റ് ഷാൽ ഓൾസോ കംപ്ലൈ എ ഡ്രസ് കോഡ്. അത് PPR വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യു നീഡ് ടു വെയർ ദ ക്ലീൻ വൈറ്റ് ഓവറോൾ apron or a coat and also put a badge displaying the name and registration number. ഇതില് പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മളിത് പാലിക്കപ്പെടുന്ന കണ്ടിട്ടില്ല, ചില സ്ഥലങ്ങളിലും കണ്ടിട്ടില്ല. കേരളത്തിൽ കുറച്ചും കൂടി വ്യാപകമായി പാലിക്കപ്പെടുന്നുണ്ട്, പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ ഇത് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ നമ്മൾ ആപ്രൺ ധരിച്ചിട്ടുണ്ടാവും, ബട്ട് ഐ സീൻ പീപ്പിൾ ഹാർഡ്ലി വെയർ ദ ബാഡ്ജ്. സോ രണ്ടും ചേർന്നിട്ടുള്ളത് കാണുന്നത് വളരെ കുറവാണ്. ബട്ട് PPR റിയലി എംഫസൈസ് ദാറ്റ് യു മസ്റ്റ് ഹാവ് യുവർ ഡ്രസ് കോഡ്, വൈറ്റ് ആപ്രൺ വിത്ത് ദ ബാഡ്ജ്. പിന്നെ രജിസ്റ്റർഡ് ഫാർമസിസ്റ്റിന് അവരുടെ പേരിന്റെ, അത് ഡിസ്പ്ലേ ചെയ്ത പേരിന്റെ കൂടെ സഫിക്സ് ചെയ്ത് ഡിഗ്രികൾ വെക്കാം. അതായത് നിങ്ങളുടെ ഫാർമസി ക്വാളിഫിക്കേഷൻ D.Pharm, B.Pharm, M.Pharm, അതുപോലെ ഡിഗ്രീസ് വെക്കാം, മറ്റ് ഡിപ്ലോമ അത് വെക്കാം. പക്ഷേ അതൊരു ഇതുള്ളത് പ്രൊഫഷനുമായി ബന്ധപ്പെടാത്ത ഡിഗ്രികളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അതൊന്നും നിങ്ങൾ വെക്കാൻ പാടില്ലെന്നും പറയുന്നുണ്ട്. അത് PPRന്റെ വേറൊരു സെക്ഷനിൽ പറയുന്നത്. അതായത് ഇപ്പൊ നോർത്തിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് കാണാം D.Pharm, MA എന്നൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടാവുണ്ടാ പറയുന്നത് MA ഹിന്ദി, MA പൊളിറ്റിക്കൽ സയൻസ്. അത് ഡിഗ്രിയെ വില കുറച്ച് കാണുന്നില്ല, പക്ഷെ ആ ഡിഗ്രിയെ കൊണ്ട് തൽക്കാലം ഫാർമസി പ്രൊഫഷന്
വലിയ ഗുണമൊന്നുമില്ല. അതാണ് കാഴ്ചപ്പാട്. അപ്പം നമ്മുടെ പ്രൊഫഷന് യൂസ്ഫുൾ ആയിട്ടുള്ള ഡിഗ്രി, നമ്മളുടെ ക്വാളിഫിക്കേഷൻ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. അതേപോലെ തന്നെ ഓണേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രൊഫഷണൽ ഓണേഴ്സ് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ ചില PharmD, PCPS അല്ലെ ബോർഡ് സർട്ടിഫൈഡ് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. അവർ ചില FAGE എന്നൊക്കെ കൊടുക്കും, ഫെലോഷിപ്പ് കിട്ടിയവരുണ്ടാവും. അത് ഡിസ്പ്ലേ ചെയ്യുന്നതിൽ തെറ്റില്ല. Then third aspect, major aspect about code of conduct is honor to appoint registered pharmacist. Namakariya, every owner of a pharmacy business has to appoint a registered pharmacist as per regulation 3.3. Ini they appoint cheyiditillenkil he is contravening section 42 of Pharmacy Act. നമുക്ക് എല്ലാവർക്കും അറിയുന്ന സെക്ഷൻ ആണ്, അത് അറിയണം. കഴിഞ്ഞ ദിവസം എവിടെയോ ഗ്രൂപ്പിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്ന ഞാൻ കണ്ടു. സെക്ഷൻ 42 കുറിച്ച് ഏത് ഗ്രൂപ്പിൽ എനിക്ക് ഓർമ്മയില്ല. സോ പലർക്കും അത് അറിയില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ അത് അപ്പോയിന്റ് ചെയ്തിട്ടില്ലെങ്കിൽ, if you are not appointed there as a registered pharmacist, still the business of pharmacy is carried out, then you are contravening the act and you will invite the penalties. To be effective, the notice of appointment must be accompanied by a notice of acceptance of appointment. അത് എത്രമാത്രം നമ്മളെ നാട്ടിൽ നടപ്പാവുന്നത് എനിക്ക് അറിയില്ല. അതായത് നമ്മളിപ്പോ ഒരു വലിയ വലിയ കമ്പനിയിൽ പോകുമ്പോൾ നമുക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടും, നമ്മൾ ജോയിനിങ് ലെറ്ററും അവർക്ക് തിരിച്ചു കൊടുക്കും. അതേപോലെ PPR ഇത് സ്ട്രീംലൈൻ ചെയ്യാനാണ്, ഈ പ്രൊഫഷന്റെ സ്റ്റാൻഡേർഡ്സ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നോട്ടീസ് ഓഫ് അപ്പോയിന്റ്മെന്റ് കൊടുത്തിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ആ അപ്പോയിന്റ്മെന്റ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ആക്സെപ്റ്റൻസ് സൈൻ ചെയ്ത് കൊടുക്കണം. ഇത് ഒരു പ്രൊഫഷണലിസത്തിന്റെ ഭാഗമാണ്. അത് ഫോളോ ചെയ്യുന്നത് വളരെ കുറവാണ് നമ്മുടെ മേഖലയിൽ. അതേപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് മേ ബി റിവോക്ഡ്. ഇമാജിൻ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ക്യാൻസൽ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ യു മസ്റ്റ് ബി ഗിവൺ വിത്ത് എ നോട്ടീസ്. അത് നിങ്ങൾ റിസൈൻ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളും നോട്ടീസ് കൊടുക്കണം എന്നാണ് PPR പറയുന്നത്. ആൻഡ് ഇൻ കേസ് നിങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ നേരത്തെ സാറ് പറഞ്ഞ പോലെ തൂക്ക് ഫാർമസി അങ്ങനെ എന്തെങ്കിലും കേസിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ്, ഓണർ തന്ന അപ്പോയിന്റ്മെന്റ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവുകയും ചെയ്യും. സോ ഇതാണ് സാധാരണ ഇതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ രജിസ്റ്റർഡ് ഫാർമസിസ്റ്റ് ഇൻ ജനറൽ ക്യാരക്ടർ ഓഫ് എ രജിസ്റ്റർഡ് ഫാർമസിസ്റ്റ്. സോ എ രജിസ്റ്റർഡ് ഫാർമസിസ്റ്റ് മസ്റ്റ് ബി എൻ അപ്രൈറ്റ് മാൻ. He must be very pure in character. ഇതൊക്കെ കേൾക്കാൻ സുഖമുള്ള കാര്യമാണ്, പക്ഷേ നമ്മളിത് പ്രാവർത്തികമാക്കണം. അതായത് നമ്മളൊരു നല്ല വ്യക്തിയായിരിക്കണം, ക്ലീൻ പേഴ്സൺ ആയിരിക്കണം, എപ്പോഴും മോഡസ്റ്റ് ആയിരിക്കണം, ക്ഷമാശീലമായിരിക്കും ഉണ്ടാവണം, പിന്നെ ക്വിക്ക് ആയിരിക്കണം, വളരെ പ്രോംപ്റ്റ് ആയിരിക്കണം ഡിസ്ചാർജിങ് ഡ്യൂട്ടീസ്. അതായത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ചില ഫാർമസിയിൽ പോകുമ്പോൾ ഫാർമസിസ്റ്റ് വിൽ നോട്ട് ബി എൻ എനർജറ്റിക് പേഴ്സൺ. അതേസമയം തൊട്ടടുത്തിരിക്കുന്ന ക്വാളിഫൈഡ് അല്ലാത്ത വ്യക്തി, മേ ബി an assistant, he'll be proactive, അല്ലെങ്കിൽ പുള്ളി വളരെ പ്രോംപ്റ്റ് ആയിരിക്കും, സർവീസ് നമുക്ക് തരും. പക്ഷെ അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നാ പറയുന്നത്. You should be very prompt and you maintain the highest standard in not just in your professional life, also maintain the same in your personal life. And also make sure a person should not be allowed to modern pharmacy system if he is not qualified. നെവർ. നമ്മളുടെ പ്രൊഫഷണൽ ക്വാളിഫൈഡ് ആൾക്കാരെ മാത്രം നമ്മൾ എന്റർടൈൻ ചെയ്യുക. ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരു വ്യക്തിയെയും നമ്മൾ നമ്മളുടെ പ്രൊഫഷനിലോട്ട് എന്റർടൈൻ ചെയ്യാൻ പാടില്ല. ആൻഡ് രജിസ്റ്റർഡ് ഫാർമസിസ്റ്റ് അപ്ഹോൾഡ് ദ ഡിഗ്നിറ്റി ആൻഡ് ഹോണർ ഓഫ് ഹിസ് പ്രൊഫഷൻ. നമ്മളുടെ പ്രൊഫഷന്റെ ഡിഗ്നിറ്റി നമ്മളാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ ഒരു അക്കാഡമിക് ഫാർമസിസ്റ്റ് ആണ്, എന്റെ പ്രൊഫഷന്റെ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും വർക്കിംഗ് ഫാർമസിസ്റ്റ്, കമ്മ്യൂണിറ്റി ഫാർമസിസ്റ്റ് ആണെങ്കിൽ you provide the best quality service, you maintain the best quality of personal conduct so that the dignity of profession will automatically improve. The next one is renewal of registration. അത് തന്നെയാണ് ഒരു മേജർ ഫോക്കസ് ഏരിയ. ആസ് പെർ PPR 2015 ഒരു ഫാർമസിസ്റ്റ് 5 വർഷ കാലാവധിക്കുള്ളിൽ, 5 വർഷത്തെ ഡ്യൂറേഷനുള്ളിൽ 2 മിനിമം റിഫ്രഷർ കോഴ്സ് അറ്റൻഡ് ചെയ്തിരിക്കണം. അതായത് ഒരു ദിവസം സ്പാൻ ചെയ്യുന്ന 2 റിഫ്രഷർ കോഴ്സ് 5 വർഷത്തെ കാലാവധി ഒരു ഫാർമസിസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ ആസ് പെർ PPR 2015 അദ്ദേഹത്തിന്റെ ലൈസൻസ് റിന്യൂ ചെയ്യാൻ, ഫർദർ റിന്യൂവൽ പോസിബിൾ ആവത്തുള്ളൂ. സോ ഈ കോഴ്സ് ആര് നടത്തുന്ന കോഴ്സ് ആവാം, ഒന്നുകിൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ നടത്തുന്നതാവാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ. ഇപ്പൊ നമ്മൾ ഈ നടത്തുന്ന 1 ഡേ പ്രോഗ്രാം, ഇതൊരു CP ആണ്, ഒരു റിഫ്രഷർ കോഴ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, ഒരു ദിവസത്തെ കോഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന കോഴ്സുകളാവാം, സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തുന്ന കോഴ്സുകളാവാം, പിന്നെ കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ള പ്രൊഫഷണൽ ബോഡീസ് ലൈക്ക്
Indian Pharmaceutical Association, Association of Pharmaceutical Teachers of India, Indian Pharmacy Graduates Association, Indian Hospital Pharmacists Association, പിന്നെ Drug Control Officers Association. ഈ 5 associations, professional bodies നമ്മുടെ കൗൺസിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ട്. സോ അവർ നടത്തുന്ന ഇതുപോലുള്ള റിഫ്രഷർ കോഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ബട്ട് നമുക്ക് എപ്പോഴും എളുപ്പം നമ്മൾ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ നടത്തുന്ന പ്രോഗ്രാംസ് ആണ്. ബിക്കോസ് വി ക്യാൻ ഇറ്റ്സ് അറ്റ് റീജിയണൽ ലെവൽ. മോസ്റ്റ് ഓഫ് ദ ടൈം അത് റീജിയണൽ ലെവലിലാണ് നടത്തുന്നത്, സ്റ്റേറ്റ് ലെവലിലാണ് നടത്തുന്നത്. സോ നമുക്ക് അത് നമ്മളെ ലെവൽ കേസിലാണെങ്കിൽ എല്ലാ ഡിസ്ട്രിക്ട് തലത്തിലും നമ്മൾ നടത്തുന്നുണ്ട്. സോ attending such programs becomes quite easy for us. So please do attend, not just for renewing the registration, but also to improve our quality. Dispensing against the prescription of registered medical practitioner only, അത് കൃത്യമായി പറയുന്നുണ്ട്. അതിൽ നമ്മൾ എപ്പോഴും പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് മാത്രം പ്രോഡക്റ്റ് ഡിസ്പെൻസ് ചെയ്യാം. ആൻഡ് വി ആർ നോട്ട് എൻടൈറ്റിൽഡ് ടു ഡു എനി സബ്സ്റ്റിറ്റ്യൂട്ട്. നമുക്ക് ഇൻഡിവിജ്വൽ ഡിസിഷന്റെ ഭാഗമായിട്ട് ഒരിക്കൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ല. Even if you wanted to substitute, we need to contact the RMP who has prescribed the medicine, get his confirmation, then they do the substitution and make sure the same thing is marked in his prescription by him and signed. So ഇത്രയും ചെയ്യുന്നത് നമ്മുടെ സേഫ്റ്റിക്കും നമ്മുടെ പ്രൊഫഷണൽ എത്തിക്സിനും നല്ല ഗുണം ചെയ്യും. പ്രാക്ടിക്കൽ ട്രെയിനിങ് ടു സ്റ്റുഡന്റ് ഫാർമസിസ്റ്റ്, അത് എഡ്യൂക്കേഷൻ റെഗുലേഷനിൽ പറയുന്നുണ്ട്. നമ്മൾ രജിസ്റ്റർഡ് ഫാർമസിസ്റ്റ് സ്റ്റുഡന്റ് ഫാർമസിസ്റ്റുകളെ ട്രെയിൻ ചെയ്യണമെന്നുണ്ട്. അപ്പം നമ്മള് കമ്മ്യൂണിറ്റി നമുക്കറിയാം ഡിപ്ലോമ സ്റ്റുഡൻസ് ഹാസ് ടു ഡു 3 months ഓഫ് ട്രെയിനിങ്. ആൻഡ് ഇഫ് യു വാണ്ട് ടു ഗെറ്റ് യുവർ സെന്റർ ആസ് എ ട്രെയിനിങ് സെന്റർ, നമ്മൾ അതിന് PCA അംഗീകാരം വാങ്ങിയെടുക്കണം എന്നാണ് PPR പറയുന്നത്. സോ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണ് ദാറ്റ് ടു പ്രൊവൈഡ് ട്രെയിനിങ് ഫോർ അവർ ഫ്യൂച്ചർ ഫാർമസിസ്റ്റ്. സോ ദാറ്റ് വി നീഡ് ടു ഡു പ്രോപ്പർലി. പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആ ഒരു ട്രെയിനിങ് കിട്ടുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ചില സ്ഥലങ്ങളിൽ ട്രെയിനിങ് തരാൻ ഫാർമസിസ്റ്റിന് സമയമില്ല. അതാണ് ഫാക്ട്. മേ ബി എ ബിസി സെന്റർ. സോ ദേ കംപ്ലെയിൻ ദാറ്റ് അവർക്ക് ഒന്നും പറഞ്ഞു തരുന്നില്ല. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ വരരുത്. ബിക്കോസ് നിങ്ങളുടെ അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ ഫാർമസിസ്റ്റിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ചുകൂടി ക്വാളിറ്റി ഇംപ്രൂവൈസ് ചെയ്ത് നമുക്ക് പറ്റിയ തെറ്റുകൾ അവർക്ക് പറ്റരുത്. സോ വി ഷുഡ് മെയിൻറ്റെയിൻ ദ ഹയർ സ്റ്റാൻഡേർഡ് വൈൽ പ്രൊവൈഡിങ് practical training for the student. It's a personal request also. Then pharmacy inspectors to inspect pharmacies. അതായത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് പ്രകാരം നേരത്തെ സാറ് പറഞ്ഞിട്ടുള്ള ഫാർമസി കൗൺസിൽ ഇൻസ്പെക്ടേഴ്സ് ആസ് പെർ ഫാർമസി ആക്ട് 1948 പ്രകാരവും ഇൻസ്പെക്ടേഴ്സ് ക്യാൻ ഇൻസ്പെക്ട് ദ പ്രിമൈസസ്. അതിനെ തടയാൻ പറ്റില്ല. അത് ആക്ട് 1948 പ്രകാരം ആക്ട് 1940 പ്രകാരം നമുക്ക് തടയാൻ പറ്റില്ല. So they can inspect any premises where the practice of pharmacy is going on. ഇപ്പൊ ഇൻ കേസ് നമ്മുടെ രജിസ്റ്റർഡ് ഫാർമസിനെ പറ്റി വിവരങ്ങൾ ചോദിച്ചറിയാനും ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യാനും എവിഡൻസ് കളക്ട് ചെയ്യാനും ഉള്ള റൈറ്റ് അവർക്കുണ്ട്. സോ ദേ ക്യാൻ ഇൻവെസ്റ്റിഗേറ്റ്. എന്തെങ്കിലും പരാതി വന്നു, തൂക്ക് ഫാർമസിസ്റ്റ് പരാതി വന്നു, അല്ലെങ്കിൽ അവിടെ പ്രിസ്ക്രിപ്ഷൻ ഹാൻഡ് ഡിസ്പെൻസിങ് പ്രോപ്പർ അല്ല എന്ന് പരാതി വരികയാണെങ്കിൽ, ഇൻ റൈറ്റിംഗ് കംപ്ലൈന്റ് വരികയാണെങ്കിൽ, ദേ ക്യാൻ ഇൻവെസ്റ്റിഗേറ്റ് ഓൺ ദ മാറ്റർ ആൻഡ് ദ റിപ്പോർട്ട് ക്യാൻ ബി സബ്മിറ്റഡ് ടു ദ രജിസ്ട്രാർ. സോ ദിസ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഇൻസ്പെക്ടർ. ആൻഡ് ദേ ക്യാൻ ഈവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രോസിക്യൂഷൻ. സോ അതിന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഓർഡർ വേണം. സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഓർഡർ ഉണ്ടെങ്കിൽ ഫാർമസി കൗൺസിൽ ഇൻസ്പെക്ടേഴ്സിന് പ്രോസിക്യൂഷൻ പ്രോസസ് ഇനീഷ്യേറ്റ് ചെയ്യാം എന്നാണ് PPR 2015 പറയുന്നത്. ആൻഡ് ഓൾസോ ദേ ക്യാൻ എക്സർസൈസ് എനി പവേഴ്സ് വിച്ച് ഈസ് ലിസ്റ്റഡ് ഇൻ ചാപ്റ്റർ 3, 4 and 5 of Pharmacy Act and any rules made thereunder. നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ചാപ്റ്റർ 3 നമ്മുടെ ഡീറ്റെയിൽസ് കോൺസ്റ്റിറ്റ്യൂഷൻ ലാസ്റ്റ് പാർട്ടിൽ മിസ്കണ്ടക്റ്റും പെനാൽറ്റി ഒക്കെ പറയുന്നുണ്ട്. സോ യു ക്യാൻ ജസ്റ്റ് റെഫർ Pharmacy Act. Then maintaining good pharmacy practice, again very important. നമ്മുടെ ഫാർമസി പ്രൊഫഷൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ രജിസ്റ്റർഡ് ഫാർമസിസ്റ്റ് ഹാസ് ടു ബി അഫിലിയേറ്റഡ് വിത്ത് അസോസിയേഷൻ ഓഫ് സൊസൈറ്റീസ്. അതായത് നമുക്ക് ഒരുപാട് അസോസിയേഷൻസ് ഉണ്ട്. ഞാൻ കുറച്ച് അസോസിയേഷന്റെ പേര് നേരത്തെ പറഞ്ഞു. ഇപ്പൊ കേരളത്തിലെ ഒരു വെരി പ്രോമിനന്റ് അസോസിയേഷൻ കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ, KPPA എന്ന് പറയും, ലാർജസ്റ്റ് അസോസിയേഷൻ ഞാൻ പറയും. സോ ദേ കണ്ടക്ട് റെഗുലർ പ്രോഗ്രാംസ്. അവരുടെ എന്താണ് ലോക്കൽ ചാപ്റ്റേഴ്സ് ആയാലും ഡിസ്ട്രിക്ട് ചാപ്റ്റേഴ്സ് ആയാലും പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാൻ നമ്മളൊക്കെ അതിൽ പോകാറുണ്ട്. ക്ലാസ്സിൽ എടുക്കാനും പാർട്ടിസിപ്പേറ്റ് എടുക്കാൻ ഞങ്ങൾ പോകുന്നതാണ്. സോ അതുപോലെ ഓർഗനൈസേഷനിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ബിക്കോസ് ദാറ്റ് ഇസ് ഓൾ ഫോർ ദ എംപവർമെന്റ് ഓഫ് അവർ പ്രൊഫഷൻ ഐ ബിലീവ്. സോ നമ്മൾ പ്രൊഫഷണൽ മീറ്റിംഗ്സിൽ പങ്കെടുക്കുക, ഇതുപോലെ കണ്ടിന്യൂയിങ് ഫാർമസി എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിൽ പങ്കെടുക്കുക, റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ അക്കാഡമിക് ബോഡീസുമായിട്ട് സഹകരിക്കുക. So this all will really help us to improve our standard and also
maintain good pharmacy practice culture in our state or in our organization. So this is which I really emphasize, because നമ്മൾ പലപ്പോഴും ഇതുപോലുള്ള ഫംഗ്ഷന് പോകുന്ന സമയത്ത് കാണാറുണ്ട് ടേൺ ഔട്ട് വളരെ കുറവാണ്. അതൊരു 10-300 ഫാർമസിസ്റ്റ് ഉള്ള ഒരു ഏരിയയിൽ ആ പരിപാടിക്ക് വരുന്ന 100 പേരോ 50 പേര് വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഈവൻ we all face it, but I really encourage people to participate in professional meetings and also regularly attend training programs or continuing pharmacy education program, only because that is the only way we can improve ourselves. നമ്മൾക്കൊരു വ്യക്തി എന്ന നിലക്കും ഒരു ഫാർമസിസ്റ്റ് എന്ന നിലക്കും ഉന്നത നിലവാരം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള കണ്ടിന്യൂയിങ് ലേണിംഗ് പ്രോസസ് ആവശ്യമാണ്. സോ that's I really always emphasize that. Then patient record എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം? So patient records shall be maintained for 5 years. So PCA ഇത് പ്രകാരം ഫാർമസി പ്രാക്ടീസ് റെഗുലേഷൻ പ്രകാരം 5 വർഷത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത് പേഷ്യന്റ് റെക്കോർഡ്സ്, ഹോസ്പിറ്റൽ ഫാർമസിയിലൊക്കെ പ്രത്യേകിച്ചിട്ട്. പിന്നെ ഇത് ആരെങ്കിലും ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പേഷ്യൻസോ അല്ലെങ്കിൽ അവരുടെ ഓതറൈസ്ഡ് അറ്റൻഡന്റോ അല്ലെങ്കിൽ ലീഗൽ അതോറിറ്റീസോ ഒക്കെ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 72 മണിക്കൂർ കൊണ്ട് അത് ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം. So this is what PPR says. അത് പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇപ്പൊ ലീഗൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവും, ലീഗൽ ഇഷ്യൂസ് ഉണ്ടാവും, ചിലപ്പോൾ ഇൻഷുറൻസ് ക്ലെയിംസ് ഉണ്ടാകാം. അപ്പൊ നമ്മളുടെ അടുത്തുള്ള ഡോക്യുമെന്റ്സ് കിട്ടിയാലായിരിക്കും അത് അവർക്ക് സബ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് അവർക്ക് പ്രോസസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വരികയാണെങ്കിൽ I always suggest that you issue it at the earliest, because that may be priority for the patient. So ഈവൻ റെഗുലേഷൻ പോലും പറയുന്നത് ഈ ഡോക്യുമെന്റ് നമ്മൾ 72 മണിക്കൂർ കൊണ്ട് ഇഷ്യൂ ചെയ്യണം. ദാറ്റ് ഈസ് എ സിമ്പിൾ റീസൺ. ഒരു ഹാൻഡ് റിട്ടൺ ഫയലൊക്കെ ആണെങ്കിൽ, ഫിസിക്കൽ ഫയലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, റിട്രീവ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട്. സോ ഇറ്റ് ഈസ് ഓൾവേസ് അഡ്വൈസബിൾ ടു കമ്പ്യൂട്ടറൈസ് ദ തിങ്സ്. All records can be made into soft copies so that you can give a proper file management system ഉണ്ടാകാം. അതിനനുസരിച്ച് പെട്ടെന്ന് റിട്രീവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. So this is always emphasized, maintain it for 5 years and also issue it in 72 hours. Then comes the highest quality assurance which we should maintain in patient care. So every registered pharmacist must safeguard the profession against the access of those who are deficient of moral character or education. കാരണം അതാണ് പറഞ്ഞു വരുന്നത്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം with excellent moral character and education shall be included in our professional circle. And also, we as a registered pharmacist should not employ in connection with his professional practice any attendant who is neither registered nor enlisted under Pharmacy Act in force, and shall not permit any such person to attend to patients whenever professional discretion or skill is required. അതായത് ഒരു പേഷ്യന്റ് റിലേറ്റഡ് മാറ്റർ വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു അൺക്വാളിഫൈഡ് ആയിട്ടുള്ള, അതായത് ഒരു രീതിയിലും രജിസ്റ്റർഡ് അല്ല, ഒരു രജിസ്റ്റർഡ് ഫാർമസി പോകട്ടെ, ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരു അറ്റൻഡന്റ് അല്ലെങ്കിൽ സഹായി നമ്മുടെ സ്ഥലത്തുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അഡ്വൈസ് സ്വീകരിക്കരുത്. It should be your professional discretion, your professional intelligence and your professional skill which has to be applied there. നിങ്ങൾക്ക് അതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡൗട്ട് അറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ you please contact to someone who is registered and qualified equal to you or higher than you, so that you can clarify the doubt and give the best service to the patient. Don't take advice or service from a person who is not qualified. That is clearly emphasized in PPR 2015. Exposure of unethical conduct is our responsibility. The registered pharmacist should expose without fear, favor or incompetent or corrupt, dishonest, unethical conduct on part of the members of the profession. അത് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന, അതായത് നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ സൊസൈറ്റിയിലുള്ള മറ്റ് രജിസ്റ്റർ ഫാർമസിസ്റ്റ്, അദ്ദേഹം പ്രോപ്പറായിട്ട് വർക്കിന് പോകുന്നില്ല, അല്ലെങ്കിൽ ഈ നേരത്തെ സാറ് പറഞ്ഞ തൂക്ക് ഫാർമസിസ്റ്റ്, അല്ലെങ്കിൽ കറപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഡിസോണസ്റ്റ് ആണ്, അല്ലെങ്കിൽ അൺഎത്തിക്കൽ കണ്ടക്ട് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരെ എക്സ്പോസ് ചെയ്യാം. ഞാൻ വിശ്വസിക്കുന്ന നമ്മൾ പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഫേവറിസം കൊണ്ടോ ചിലപ്പോൾ ഭയം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തിനായാലും നിൽക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടോ നമ്മൾ ഇതിനെ എക്സ്പോസ് ചെയ്യാറില്ല. സോ അതുകൊണ്ട് ഇതുപോലെ സംവിധാനങ്ങൾ തുടരും. ഒരു പരിധിവരെ നമ്മളെ സ്റ്റേറ്റിൽ വളരെ കുറവാണ്, പക്ഷേ സ്റ്റിൽ ദർ ആർ പീപ്പിൾ ഹു ആർ ഡൂയിങ് ദിസ് ആൻഡ് പ്ലീസ് എക്സ്പോസ് ദം എന്നാണ് PPR 2015 പറയുന്നത്. ദെൻ പേയ്മെന്റ് ഓഫ് പ്രൊഫഷണൽ സർവീസ്, ഇതൊരു attractive part of PPR ആണ്, but it is not implemented yet, and I believe it may be implemented maybe in a 10 years time down the lane. പക്ഷെ അത് ചെയ്യണമെങ്കിൽ we need to improvise or call it. അതായത് ഇത് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന പ്രൊഫഷണൽ സർവീസിന് നമുക്ക് വേണമെങ്കിൽ ഫീസ് ഈടാക്കാം, നിയമമല്ല ഫീസ് ഈടാക്കാം. പക്ഷെ ഒരിക്കലും പറയരുത്
ഫീസ് തന്നില്ലെങ്കിൽ ഞാൻ നോ ക്യൂർ നോ പേയ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റ്, ഫീസ് തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സർവീസ് തരില്ല എന്ന് പറയുന്ന അൺഎത്തിക്കൽ കണ്ടക്ട് ചെയ്യാതിരിക്കുക. പക്ഷേ I'm not sure when it's going to be implemented, but it always says that you can accept professionals fee for the professional services. See, to happen these things, I believe our quality as a pharmacist shall improve. We should be more knowledgeable, more skillful, more updated, more competent, and more professional. So by that time, only then the society will accept and they'll offer you the fee for the service which you're offering. So application of other laws not barred, yes, because ഞാൻ പറഞ്ഞു PPR 2015 തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ പ്രൊഫഷന്റെ ഏറ്റവും വലിയ ഒരു പ്ലസും ഒരു പക്ഷെ മൈനസും ആയിരിക്കാം നമ്മൾ ഒരുപാട് നിയമങ്ങളുമായി ബന്ധിക്കപ്പെട്ടത്. പക്ഷെ ഞാൻ അതിന് വിശ്വസിക്കുന്ന ഒരു പ്ലസ് ആയിട്ടാണ്. കാരണം എന്റെ പ്രൊഫഷന് ഒരുപാട് നിയമങ്ങളുടെ സംരക്ഷണമുണ്ട്. അതൊരു ബുദ്ധിമുട്ടായിട്ട് കാണരുത്. കാരണം നമുക്കറിയാം ഇത് കുറച്ച് നിയമങ്ങളാണ്. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ടിന്റെ ഭാഗം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, നാർക്കോട്ടിക് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട്, ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട്, പിന്നെ എത്ര മറ്റു നിയമങ്ങൾ, ഫാർമസി ആക്ട്, പിന്നെ ഇത് എന്താ പറയാ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്, പോയ്സൺ ആക്ട്, വാട്ട് നോട്ട്. സി പ്രോബബ്ലി ദിസ് ഈസ് വൺ പ്രൊഫഷൻ which has involved so many of n number of rules and regulation of this country. And I feel when you are part of this kind of rules and regulation, you are safe and secure. But the problem what we face is we are not aware of most of our rules and regulation. നമ്മുടെ നിയമങ്ങളെ പറ്റി നമുക്ക് വലിയ ധാരണയില്ല, നമ്മുടെ ഫാർമസി ആക്ടിനെ പറ്റി നമുക്ക് ധാരണയില്ല, നമുക്ക് DNC ആക്ടിനെ പറ്റി ധാരണയില്ല, അല്ലെങ്കിൽ നമ്മൾ അറിയാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ empowered അല്ല. So I will suggest that we must go through these rules and regulation, professional rules and regulation, and some of this is even included in the proposed KILA program. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽ റെഗുലേഷൻ ഡേ ടു ഡേ ലൈഫിൽ ഒരു കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ ഫാർമസിന് വേണ്ട റെഗുലേഷൻസ് കൃത്യമായി പറഞ്ഞു പോകുന്നുണ്ട് ആ ഒരു സിലബസ് പ്രകാരം. Then the chapter 3, duties of registered pharmacists to their patients. നമുക്ക് എല്ലാവർക്കും അറിയാം, we are obliged to sick. It's an obligation to the sick. അതുകൊണ്ടാണ് ആ ടേം PPR ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു ഡ്യൂട്ടി അല്ല, ഇറ്റ്സ് an obligation. So he shall be always ready to respond the calls of the sick and injured. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഫാർമസികളിൽ വരുന്ന 95% ആൾക്കാരും ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി ഫേസിങ് പ്രോബ്ലം ആണ്. അതായത് ഒരു ഹെൽത്തി ആയ വ്യക്തി നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. He may be having some sort of problem, physical problem. He may be sick, he may be injured, he may be mentally disturbed. So we shall be always ready to listen to them. So എന്താ പറയാ, we should not forget, കാരണം അവരുടെ ആരോഗ്യവും അവരുടെ ഹെൽത്തും അവരുടെ ജീവിതവും നമ്മളിൽ ഡിപ്പെൻഡഡ് ആണ്. സോ നമ്മളുടെ സ്കില്ലിൽ, നമ്മുടെ നോളജിൽ, ഇപ്പൊ നമ്മളുടെ ഒരു മരുന്നുമായി സംബന്ധിച്ച് ഒരാൾ ഡൗട്ട് ചോദിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിന് കൃത്യമായ ഉത്തരം കൊടുക്കണം. തെറ്റായ ഒരു ഇൻഫോർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് മേ ഈവൻ ത്രെറ്റ് ഹിസ് ലൈഫ്. മരുന്ന് മാറി കൊടുക്കുന്ന സംഗതികൾ നമുക്കറിയാം, അല്ലെങ്കിൽ നമുക്ക് വ്യക്തമായ ധാരണയില്ല നമ്മൾ കൊടുത്ത മെഡിസിൻ കൃത്യമാണോ. അതായത് നമ്മളുടെ നോളജിന്റെ കുറവ് കൊണ്ടോ നമ്മുടെ സ്കില്ലിന്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ അശ്രദ്ധ കാരണം സംഭവിക്കുന്നതാണ്. അത് പക്ഷെ ആ മനുഷ്യ ജീവൻ ഇല്ലാതാക്കും. സോ never forget that health and life of a person who visit you is depending upon your skill and knowledge and your attention. So be obliged to the sick, be obliged the person who are visiting your pharmacy. So registered pharmacist having any incapacity detrimental to patient or which can affect his performance shall not permitted to practice his profession. അതായത് അറിവോ സ്കില്ലോ ഇല്ലാത്ത വ്യക്തിയാണ് നിങ്ങളെങ്കിൽ better don't practice this profession. നിങ്ങൾ രജിസ്റ്റർഡ് ഫാർമസിസ്റ്റ് ആവാം. ഇപ്പൊ ഞാനൊരു രജിസ്റ്റർഡ് ഫാർമസിസ്റ്റ് ആണ്, പക്ഷെ എനിക്ക് ഈ പറഞ്ഞ സ്കിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ തുറന്ന് സമ്മതിക്കും. കാരണം ഞാനൊരു അധ്യാപകനാണ്, അക്കാഡമിക് ഫാർമസിസ്റ്റ്. I don't have much experience. I may be having some knowledge, but I may not be having skill. So I'm not supposed to practice this profession. Rather, I get myself trained and improve my skill, then enter this profession of practice. Because നിങ്ങൾ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി അത്രയും വലുതാണ്, നിങ്ങൾ ചെയ്യുന്ന സർവീസ് അത്ര വലുതാണ്. നമ്മളത് മനസ്സിലാക്കാൻ തയ്യാറല്ല കുറെ പേര്. The service we are providing to the society, especially during COVID time, we were doing wonders. So pharmaceutical care, in addition to provisions of drugs and cosmetics 1945 and Schedule N of the said rules, the following provisions shall be included.
like no pharmacist or no person other than registered pharmacist shall compound, prepare, mix, dispense or supply any medicine on the prescription of registered medical practitioner, especially Schedule H and Schedule X. Pharmacist allade ഒരു വ്യക്തിയും ഷെഡ്യൂൾ എച്ചും എക്സ് ഡ്രഗും ഹാൻഡിൽ ചെയ്യരുത്. അതുമായി ബന്ധപ്പെട്ട പ്രിസ്ക്രിപ്ഷൻ ഹാൻഡിൽ ചെയ്യരുത്. ഇത് മറ്റ് റൂൾസ് കൂടാതെ എംഫസൈസ് ചെയ്തിട്ട് PPR 2015 പറഞ്ഞ കാര്യമാണ്. അത് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പലപ്പോഴും അസിസ്റ്റൻസ് ഒന്നും ആയിരിക്കില്ല ഡീൽ ചെയ്യുന്നത്, നിങ്ങൾ തന്നെയായിരിക്കും. ആൻഡ് ഓൾസോ ഒരു രജിസ്റ്റർഡ് ഫാർമസിസ്റ്റ് എപ്പോഴും ഒരു പേഷ്യന്റ് റെക്കോർഡിംഗ് പ്രിസ്ക്രിപ്ഷൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും വെരിഫൈ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ജസ്റ്റ് നമ്മളൊരു എന്താ പറയാ, ഒരു ചായ കട അല്ലെ ഒരു സൂപ്പർ മാർക്കറ്റ് കടയിൽ പോകുമ്പോൾ എടുത്തു കൊടുക്കുന്ന ലാഘവത്തോടെ മരുന്നുകൾ ഹാൻഡിൽ ചെയ്യാതെ വരുന്ന പ്രിസ്ക്രിപ്ഷൻ കൃത്യമായി വായിച്ചു നോക്കിയിട്ട് അതിൽ ഡ്രഗിന്റെ ഓവർ യൂട്ടിലൈസേഷൻ ഉണ്ടോ, അണ്ടർ യൂട്ടിലൈസേഷനോ, അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് ഡ്യൂപ്ലിക്കേഷൻ, ഡ്രഗ് ഡിസീസ് ഇന്ററാക്ഷൻ, ഡ്രഗ് ഇന്ററാക്ഷൻ, ഡ്രഗ് അലർജിക് ഇന്ററാക്ഷൻ, കറക്റ്റ് ഡോസേജ് ആണോ, ഡ്യൂറേഷൻ കറക്റ്റ് ആണോ, കോറിലേഷൻ ഓഫ് അവൈലബിലിറ്റി ഓഫ് ഡ്രഗ്സ് കറക്റ്റ് ആണോ, ക്ലിനിക്കൽ അബ്യൂസിന് സാധ്യതയുണ്ടോ, ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വായിച്ചു നോക്കണം, ഇത് മനസ്സിലാക്കണം. ഇത് വായിച്ചു നോക്കി മനസ്സിലാക്കണമെങ്കിൽ വായിച്ചു നോക്കാൻ ക്ഷമ വേണം, വിവരവും വേണം, അതേപോലെ മനസ്സിലാക്കാനും ഇതൊക്കെ അതിനുള്ള റെസ്പോൺസ് കൊടുക്കാനുള്ള നോളജും സ്കില്ലും നമുക്ക് ആവശ്യമുണ്ട്. സോ ഇത് പക്ഷെ നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു 2 ആഴ്ച മുമ്പ് നടന്ന സംഗതിയാണ്. വൺ ഓഫ് മൈ ഫ്രണ്ട് ഹാസ് അപ്രോച്ച് മീ. അദ്ദേഹത്തിന്റെ മകന് ചെറിയ കുട്ടികളാണ്, മംഗലാപുരത്ത് ട്രീറ്റ്മെന്റിന് പോയി. ആ പ്രിസ്ക്രിപ്ഷൻ ഇതൊരു പീഡിയാട്രിക് പ്രിസ്ക്രിപ്ഷൻ ആണ്. ഐ ഡോണ്ട് വോണ്ട് ടു നെയിം ദ ഡോക്ടർ വിച്ച് ഐ എം നോട്ട് സപ്പോസ് ടു ഡു. വെരി റെപ്യൂട്ടഡ് സെന്റേഴ്സിനുള്ള പ്രിസ്ക്രിപ്ഷൻ ആയിരുന്നു. ഇറ്റ് ഹാസ് ഗോട്ട് ഓവർ യൂട്ടിലൈസേഷൻ, it has got therapeutic duplication, it had the high possibility of drug interaction, and it was very high possibility that incorrect drug dosage or duration of the treatment. പക്ഷെ എനിക്ക് ഒരിക്കലും അത് തിരുത്താനോ പറയാൻ പറ്റില്ല. ഞാൻ ആ പേഷ്യന്റ് എന്നെ അപ്രോച്ച് ചെയ്ത ഫ്രണ്ടിന്റെ അടുത്ത് ഡീറ്റെയിൽസ് പറഞ്ഞു, ബട്ട് ഐ അഡ്വൈസ്ഡ് ഹിം ടു വിസിറ്റ് ദ ഡോക്ടർ and or you can take second opinion from another doctor and make yourself correct. But these are happening. നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും അന്യ സംസ്ഥാനങ്ങളിലൊക്കെ വരുന്ന പ്രിസ്ക്രിപ്ഷൻസ് ഉണ്ട്, അവിടെ ഒരു പക്ഷേ എത്തിക്സ് ലെവൽ കുറവായിരിക്കാം, ചില ഡോക്ടേഴ്സ് എത്തിക്സ് ഉണ്ടാവണമെന്നില്ല. സോ ബട്ട് ഇമാജിൻ ദിസ് ഇസ് ഹാപ്പനിങ് ടു എ പീഡിയാട്രിക് പേഷ്യന്റ് അറ്റ് എ സിംഗിൾ നോട്ട്. എനിക്ക് അത്രയും സ്കില്ലില്ല ഞാൻ പറഞ്ഞു, ഡ്രഗിനെ പറ്റി നോളജ് ഉണ്ടാവായിരിക്കാം, പക്ഷെ ഒറ്റ നോട്ടത്തിൽ തന്നെ വന്ന ഒരു സംഗതിയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. 2 ആഴ്ച മുമ്പ് നടന്ന കാര്യം എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കുട്ടികൾക്ക്. ഓക്കെ, സോ ഇതൊക്കെ ഉണ്ടെങ്കിൽ വി ഷുഡ് കൺസൾട്ട്, വി ഷുഡ് ടേക്ക് അപ്രോപ്രിയേറ്റ് സ്റ്റെപ്പ്. അത് കൃത്യമായി പറയുന്നുണ്ട്, റിസോൾവ് ദ പ്രോബ്ലം ആൻഡ് ഇഫ് നെസസറി കൺസൾട്ട് വിത്ത് ദ രജിസ്റ്റർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ. സോ ഐ ഹാവ് ടേക്കൻ അപ്രോപ്രിയേറ്റ് സ്റ്റെപ്പ്. I have asked them to consult with the registered medical practitioner. If they require, they can take a secondary opinion with this prescription and make the modification. അല്ലാതെ ഞാനത് തിരുത്താൻ ഞാനാണല്ലോ. Then comes the patient's delicacy and secrecy. ഈ ടേം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് IMCയുടെ ആക്ടിലും അതായത് മെഡിക്കൽ കൗൺസിലിന്റെ ആക്ടിലും പറയുന്ന ഒരു വാക്കാണ്, പേഷ്യൻസ് ഡെലിക്കസി ആൻഡ് സീക്രസി. അതായത് നമ്മളുടെ പ്രൊഫഷണൽ സർവീസിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പേഷ്യന്റിനെ കുറിച്ച് നമുക്കുള്ള വിവരങ്ങൾ, ഇൻഫോർമേഷൻ, അത് ഒരുപക്ഷെ അദ്ദേഹം ഹെൽത്തുമായി ബന്ധപ്പെട്ടായിരിക്കാം, അദ്ദേഹത്തിന്റെ ഫാമിലി പേഴ്സണൽ മാറ്റേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കാം. ഇതൊന്നും നമ്മൾ ഒരിക്കലും ഡിസ്ക്ലോസ് ചെയ്യരുത്. നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്തോ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യരുത്. ബിക്കോസ് ദർ ഈസ് എ പ്രൊഫഷണൽ എത്തിക്സ് ബിഹൈൻഡ് ഇറ്റ്. ചില കാര്യങ്ങൾ നമ്മളുടെ സ്റ്റേറ്റ് ഡിമാൻഡ് ചെയ്യുന്ന ചില റൂൾസ് പ്രകാരം ചില കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അത് ചെയ്തിട്ടില്ലെങ്കിലാണ് പ്രശ്നം. ഇപ്പൊ ആ ഒരു പേഷ്യന്റ്, we know that he is an HIV positive, but he has kept it secret, but you know it. Or a patient who you feel that you know that he is having some kind of sickness or which can become epidemic or pandemic, which can spread to the community. Then it is your responsibility to reveal it to the concerned authorities and take necessary steps. Communicable disease prevent ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ എന്താണ് ഡൊമസ്റ്റിക് ലൈഫിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ചില ഇതൊന്നും അല്ലാത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട മെഡിക്കേഷൻ റിലേറ്റഡ് കാര്യങ്ങൾ, ഹെൽത്ത് കൺസേൺസ്, അപ്പൊ നമ്മൾ പറയാറില്ല ചില വ്യക്തികൾ നമുക്ക് വരാം, അവർ കുറച്ച് ഡിസീസ് ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളുടെ ഫ്രണ്ടിന്റെ അടുത്ത് പറയും, ഓക്കെ അയാൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഈ മരുന്ന് വാങ്ങി, അയാൾക്ക് ഇന്ന അസുഖമാണ്, ഞാനത് കണ്ടു, ഇന്നടുത്ത ട്രീറ്റ്മെന്റ് വാങ്ങുന്നത്. ദാറ്റ് ഈസ് നൺ ഓഫ് അവർ ബിസിനസ്. വി ആർ നോട്ട് സപ്പോസ് ടു ഡു ഇറ്റ് because we have to maintain patient delicacy and secrecy, and it's a part and parcel of healthcare profession. Other confidentiality element എപ്പോഴും high ആയിരിക്കണം. Never make prognosis.
ചില പ്രിസ്ക്രിപ്ഷൻ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ കമന്റ് ചെയ്യും, ഓ ഇതായിരുന്നു അസുഖം അറിയാതെ. So don't do it because the patient may panic. I've seen it people doing. Always keep the best interest of the patient and this bystander or family member. Never make an exaggerated comment or exaggerated expression about the patient's condition, because that may create panicky for the patient. And never neglect a patient. Every patient ningalku varunathu service nu vendittana. Try to do it properly, and most of us do it properly. We give them the, I always say showing sympathy is easy, but empathetic ആവാൻ വളരെ ബുദ്ധിമുട്ടാണ്. So I will never say don't shower sympathy, but shower the empathy, because that can make us better person, more acceptance from the society. Let us move on to chapter 4, duties and registered pharmacists. We know dispensing and supply of response. This is our major responsibility. എപ്പോഴും നമ്മളുടെ സൂപ്പർവിഷനിൽ ചെയ്യേണ്ടത് നമ്മളുടെ സൂപ്പർവിഷൻ തന്നെ ചെയ്യണം. നമ്മുടെ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ അസിസ്റ്റന്റ് ചെയ്യാം, പക്ഷെ നമ്മളുടെ സൂപ്പർവിഷൻ ആവശ്യപ്പെടുന്നതാണ്, അത് നമ്മൾ സൂപ്പർവൈസ് ചെയ്യണം. ചില കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യേണ്ടതുണ്ട്. ചില കാറ്റഗറി ഓഫ് ഡ്രഗ്സ് വി ഷാൾ ഹാൻഡിൽ ഇറ്റ്, വി ഷാൾ ഡിസ്പെൻസ് ഇറ്റ്, ആൻഡ് വി ഷുഡ് ബി റെസ്പോൺസിബിൾ ടു ഡു ഇറ്റ്. ഡോണ്ട് അസൈൻ ഇറ്റ് ടു ദ അസിസ്റ്റന്റ്. ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ എല്ലാ പ്രിസ്ക്രിപ്ഷൻ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക, അതിന് കറക്റ്റ് ആണോ കാര്യങ്ങൾ നോക്കുക, കോൺഫിഡൻഷ്യാലിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ എല്ലാ ഇൻഫോർമേഷൻസും കറക്റ്റ് ആണെന്ന് എൻഷുർ ചെയ്യുക. പിന്നെ എല്ലാ പ്രിസ്ക്രിപ്ഷനും, നിങ്ങളുടെ ഫാർമസിയിൽ വരുന്ന എല്ലാ പ്രിസ്ക്രിപ്ഷന്റെയും പേഷ്യന്റ് ഡീറ്റെയിൽസ് ഷാൽ ബി ചെക്ക്ഡ് ആൻഡ് കൺഫേം. ഞാൻ നേരത്തെ പറഞ്ഞ അസസ്മെന്റ്, അണ്ടർ യൂട്ടിലൈസേഷൻ, ഓവർ യൂട്ടിലൈസേഷൻ, പോസിബിലിറ്റി ഓഫ് ഡ്രഗ് ഇന്ററാക്ഷൻ, ഇതൊക്കെ നമ്മൾ വെരിഫൈ ചെയ്യണം. പിന്നെ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ എല്ലാത്തിനും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അസസ്മെന്റ്, അഡീഷണൽ അസസ്മെന്റ്, നേരത്തെ പറഞ്ഞ കൂടാതെ അസസ്മെന്റ് ആണ്. പ്രിസ്ക്രിപ്ഷന്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യണം. പലപ്പോഴും സംഭവിക്കുന്ന എററാണ്, പഴയ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുവന്ന് നമ്മളുടെ അശ്രദ്ധ കാരണം നമ്മൾ റീഫിൽ ചെയ്ത് കൊടുക്കും. സോ ലീഗൽ വാലിഡിറ്റി ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഷാൾ ബി ചെക്ക്. ദർ ഈസ് ഓൾവേസ് എ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ലീഗൽ വാലിഡിറ്റി ദാറ്റ് യു ഓൾ നോ. ഒന്നെങ്കിൽ ആ പ്രിസ്ക്രിപ്ഷനിലെ ഡേറ്റ് തൊട്ടായിട്ട് ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെന്റ് ആവാം, അതിൽ കൃത്യമായി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അത് തന്നെയാണ് അതിന്റെ ലീഗൽ വാലിഡിറ്റി എന്ന് പറയാൻ പറ്റും. ഇറ്റ്സ് എ ഡിസ്പ്യൂട്ടബിൾ തിങ്. പ്രിസ്ക്രിപ്ഷൻ ഇൻക്ലൂഡ്സ് അപ്രോപ്രിയേറ്റ് ഡോസേജ് ഫോം, റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ കറക്റ്റ് ആണോ, പ്രത്യേകിച്ച് ജിറിയാട്രിക് പോപ്പുലേഷൻ അല്ലെങ്കിൽ വൾണറബിൾ പോപ്പുലേഷൻ നമ്മൾ പറയും, ഈ കുട്ടികളും പ്രഗ്നന്റും എൽഡർലി പോപ്പുലേഷൻ, അവരുടെ പ്രിസ്ക്രിപ്ഷൻ നമ്മൾ കൃത്യമായിട്ട് തന്നെ നോക്കണം. അത് ബട്ടൺ നോക്കണ്ടെന്നല്ല, അതിൽ എക്സ്ട്രാ കെയർ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ആൻഡ് ഈ കൊടുത്ത പ്രിസ്ക്രിപ്ഷൻ പേഷ്യന്റിന് പറ്റിയതാണോ, കുട്ടികൾക്ക് പറ്റിയതാണോ, ഡോസേജ് കറക്റ്റ് ആണോ, മോഡിഫിക്കേഷൻ ആവശ്യമാണോ, അല്ലെങ്കിൽ സജഷൻസ് ആവശ്യമാണോ, ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം. ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെന്റ് കറക്റ്റ് ആണോ. സോ പേഷ്യന്റ് പാരാമീറ്റേഴ്സ്, പീഡിയാട്രിക്സ് കേസിൽ ഞാൻ പ്രത്യേകം പറയുന്നു, ഏജ്, വെയിറ്റ്, എക്സെട്ര. പിന്നെ കമ്പാറ്റബിൾ വിത്ത് അതർ മെഡിക്കേഷൻ, അതാ നേരത്തെ ഡ്രഗ് ഇന്ററാക്ഷൻ, ഫോർമുലറി ഗൈഡ് ലൈൻ ഉണ്ടെങ്കിൽ അതിന് കൺസിസ്റ്റന്റ് ആയിട്ടാണോ, സൈഡ് എഫക്ട്സിന്റെ സാധ്യതയുണ്ടോ, ഏരിയന് സാധ്യതയുണ്ടോ, നമ്മൾ മുൻകൂട്ടി കാണണം, നമുക്ക് വിവരം ഉണ്ടാവണം. And we should advise or pass this information to the patients so that they can also take preventive measures, or we can be panic ആവാതെ നമുക്ക് ഒഴിവാക്കാം. പിന്നെ കോൺട്രാ ഇൻഡിക്കേറ്റഡ് സാധനങ്ങളുണ്ട്, അത് നമ്മൾ പറയണം. ഡ്രഗ്സും ഫുഡും ഡ്രഗും എല്ലാം എന്താണ് പറയുന്നത്, ആൽക്കോഹോൾ അതൊരു പ്രശ്നമാണ്. ചില മെഡിസിൻ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ടു ആൽക്കോഹോൾ ആണ്. അത് 99% you say that alcohol is not recommended. Okay, so potential for misuse ഉണ്ടെങ്കിൽ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അബ്യൂസീവ് പർപ്പസിന് ഡ്രഗ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ പ്രിസ്ക്രിപ്ഷൻ ലേബിളിംഗ് റിക്വയർമെന്റിനെ കംപ്ലൈ ചെയ്യുന്നുണ്ടോ നമ്മൾ വെരിഫൈ ചെയ്യണം. So compounding, dispensing, labeling of required drug products should ensure that നേരത്തെ പറഞ്ഞു തന്നെയാണ്, പ്രിസ്ക്രിപ്ഷൻ മാച്ച് ചെയ്യണം, ഡ്രഗ് പ്രോഡക്റ്റ് എക്സ്പയറി ആയിട്ടില്ല എന്ന് നമ്മൾ എൻഷുർ ചെയ്യണം. പിന്നെ കോമ്പൗണ്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ ആണ്, വെരി റയർലി ആണ് ഇപ്പോൾ കോമ്പൗണ്ട് ചെയ്യുന്നത്. അപ്പം അത് വരുന്നുണ്ടെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് കോമ്പൗണ്ട് ചെയ്യുക, ആസ് പെർ ദ പ്രിസ്ക്രിപ്ഷൻ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് ഇത് പാക്ക് ചെയ്യണം, കൃത്യമായി ലേബിൾ ചെയ്ത് കൊടുക്കണം. സോ അത് നടക്കുന്നില്ല, ഒരു പരിധി വരെ എവിടെ നടക്കുന്നില്ല. ഹാർഡ്ലി വി ഹാവ് ഫാർമസീസ് വിച്ച് ഡസ് ദ കോമ്പൗണ്ടിങ് ദീസ് ഡേയ്സ്. ആൻഡ് accuracy of dispensing shall be checked by the registered pharmacist, and all proper documentation shall be made. So it is same content they are reiterating, because it has to be followed by the pharmacist. And unfortunately, most of the states, these are the things which are getting violated consistently. And delivery of the product. So the registered pharmacist must hand over drug to the patient or the carer. It is not the responsibility of assistant to hand over the things, but most of the time we face it. Evenings like 6 മണിക്ക് ശേഷം പോവാനൊക്കെ pharmacist duty time over ആയിരിക്കും. They may not hire a second pharmacist, but so it is not advised. It is
it is an offense as per the rule. Actually, it's against the PPR that if you assign the assistant to hand over the drugs to the patient, and appropriate information on the product shall be given to the patient and carer. Alla information കൃത്യമായി കൊടുക്കുക. പിന്നെ rational drug use നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. So പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ ഫാർമസിലൊക്കെ ഉണ്ടെങ്കിൽ it is better to prepare the formularies. ഈ പറയുന്ന ഫാർമ സ്കിൽ പ്രോ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഒരു സെഷൻ ഞാൻ സിലബസിൽ കണ്ടിരുന്നു. ഹൗ ടു പ്രിപ്പയർ ഫോർമുലറി ആണ്. അത് ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സംഗതിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മോർ ആൻഡ് മോർ ഹോസ്പിറ്റൽസ് ആർ പ്രിപ്പയറിംഗ് ഫോർമുലറീസ് ദീസ് ഡേയ്സ്. സോ ദാറ്റ് ഈസ് അഡ്വൈസബിൾ. കാരണം ദാറ്റ് വിൽ ഓൾവേസ് പ്രൊമോട്ട് റാഷണൽ ഡ്രഗ് യൂസ്. പിന്നെ ക്രിട്ടിക്കൽ അസസ്മെന്റ് ഓഫ് പ്രൊമോഷണൽ മെറ്റീരിയൽ. നിങ്ങളുടെ പല കമ്പനികളും നമുക്ക് പ്രൊമോഷണൽ മെറ്റീരിയൽ ഫ്ലയേഴ്സ് ഒക്കെ കൊണ്ടുതരും. നമ്മൾ ചുമ്മാ അത് പ്രൊമോട്ട് ചെയ്യാതെ ഇസ് ഇറ്റ് റാഷണൽ, ഇസ് ഇറ്റ് കറക്റ്റ് ഇൻഫോർമേഷൻ എന്ന് നമ്മൾ കൺഫേം ചെയ്യണം. കാരണം അവരെ സംബന്ധിച്ച് ഒരു പ്രൊമോഷണൽ മെറ്റീരിയൽ മാത്രമാണ്. ബട്ട് നമ്മൾ അത് ആർക്കെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ it should not contain wrong information. So we must make sure of it. Dissemination of evaluated information through authorized sources. നമ്മളൊരു ഇൻഫോർമേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊരു റൈറ്റ് ആർട്ടിക്കിൾ ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരാൾക്കൊരു അപ്ഡേറ്റഡ് നോളജ് കൊടുക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്ന സോഴ്സ് ഏറ്റവും കൃത്യമുള്ള ഓതറൈസ്ഡ് സോഴ്സസ് ആയിരിക്കണം. അല്ലാതെ ഏതെങ്കിലും സ്ക്രാപ്പ് മാഗസിൻ അല്ലെങ്കിൽ സ്ക്രാപ്പ് ബുക്ക്ലെറ്റ് അല്ലെങ്കിൽ ആരോഗ്യ മാസിക പോലുള്ള മാസിക എടുക്കുന്ന ഇൻഫോർമേഷൻ ആവരുത് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഫേസ്ബുക്ക്, ചിലർ പറയും വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി, ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റി, ഇപ്പൊ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. കാരണം എല്ലാവരും അതിൽ നിന്നാണ് കൂടുതൽ വിവരം വെക്കുന്നത്. സോ ഓൾസോ always update your knowledge through continuing pharmacy education program or training programs, and also attend the functions which has been assigned for health professionals. Patient counseling, yes, we all do it. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഇൻ പേഴ്സൺ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് ഫോണിലൂടെയും ചെയ്യാം, നിങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ അതിനൊരു പ്രൊഫഷണൽ രീതിയിൽ എടുത്തിട്ടില്ലാന്നേ ഉള്ളൂ. ബട്ട് വി ഓൾ ഡു ഇറ്റ്, ബട്ട് ഡു ഇറ്റ് പ്രൊഫഷണലി. സോ ഇറ്റ് ഷുഡ് ബി ഡൺ ഇൻ പേഴ്സൺ. Sometimes it may require confidentiality part. You can also do the patient counseling through the telephone. Even some people do it through WhatsApp message, WhatsApp voice clip. I have seen it. So these are the things which you can do, which will get you more established in the society. And patient പറയുന്നു എനിക്ക് കൗൺസിലിംഗ് വേണ്ട, എല്ലാം എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നിർബന്ധിച്ച് അദ്ദേഹത്തിനെ ഞാൻ കൗൺസിൽ ചെയ്തേ വിടൂ എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഒന്നും വേണ്ട. അദ്ദേഹത്തിന് വേണ്ടെങ്കിൽ വേണ്ട. Elements of patient counseling, you know it. Description of drugs നിങ്ങൾക്ക് കൊടുക്കാം, ഡോസേജ് ഫോമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം, റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു കൊടുക്കാം, യൂസ് എന്താണ്, അതിന്റെ എന്ത് ആക്ഷൻ ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വേഴ്സ് റിയാക്ഷൻ, സൈഡ് എഫക്ട്സ് ഉണ്ടാവോ, അതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതായത് അവർ പേടിക്കരുതല്ലോ. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഡയറക്ഷൻ, എവിടെ സ്റ്റോർ ചെയ്യാം, എങ്ങനെ സ്റ്റോർ ചെയ്യാം, പിന്നെ സെൽഫ് മോണിറ്ററിംഗ് ഡ്രഗ് തെറാപ്പി, എങ്ങനെ ഇപ്പം ഇൻസുലിന്റെ ഒക്കെ കേസിലൊക്കെ എങ്ങനെ ടെക്നിക്സ് എന്താ അത് പറഞ്ഞു കൊടുക്കുക. അതൊക്കെയാണ് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. അത് ഇൻഹേലേഴ്സ്, പലർക്കും ഇൻഹേലർ നമ്മൾ ഡിസ്പെൻസ് ചെയ്യുന്നത്, പക്ഷെ ഇൻഹേലർ എങ്ങനെ ഉപയോഗിക്കാന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. സോ യു ക്യാൻ go for a training, especially the Cipla pole company kind of monopoly. They conduct a lot of training program. Even associations can organize a training program so that pharmacists can be invited and get trained to use inhalers so that you can give appropriate direction to the patients. Because doctors ഒരു പരിധിവരെ അത് അറിയില്ല. സോ പ്രിസ്ക്രിപ്ഷൻ റീഫിൽ ഇൻഫോർമേഷൻ കൊടുക്കാം. എന്തെങ്കിലും ഡോസ് മിസ്സായിക്കാൻ എല്ലാവരും എപ്പോഴും സംഭവിക്കും, ഞാൻ ഒരു ഡോസ് മിസ്സായി, അപ്പൊ ഞാൻ അടുത്ത ഡോസിനോട് കൂടെ കഴിക്കണോ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞുകൊണ്ട് നമ്മൾ റാഷണൽ യൂസ് ഓഫ് ഡ്രഗ്സിനെ പ്രൊമോട്ട് ചെയ്യുക. അതാണ് പേഷ്യന്റ് കൗൺസിലിംഗിലൂടെ നമ്മൾ ബേസിക്കലി നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. Counseling shall be for the benefit of the patient, not for showing your knowledge and your skill. അതായത് ഞാനൊരു സംഭവമാണ്, ഞാനൊരു നോളജബിൾ ആണെന്ന് അല്ല അവിടെ പ്രൂവ് ചെയ്യേണ്ടത്. വി ഷുഡ് ഓൾവേസ് എൻഷ്യൂർ പേഷ്യൻസ് ബെനിഫിറ്റ്. പേഷ്യന്റിന് വേണോ അത് കൊടുത്തിരിക്കണം. പിന്നെ അൺനെസസറി കൗൺസിലിംഗ് ദയവ് ചെയ്ത് ഒഴിവാക്കുക. പിന്നെ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് വി ഷുഡ് മെയിൻറ്റെയിൻ പങ്ക്ച്വാലിറ്റി. And pharmacy responsibility always, it also includes some of additional stuff like maintaining the records, and also you can take part in process and outcome research, health promotion, education. Other public society health ne patti promote cheyam, ipo covid ne patti awareness kodukka. Ipo oru society ilana, community setup ilana ningal jeevikkunna, hot ഫ്ലാറ്റിലാണ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റി. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഹൗസിംഗ് കോളനീസ് ഉണ്ട്. അവിടെ ഒരു ഫാർമസിസ്റ്റ് ആണ് നിങ്ങളെങ്കിൽ you can initiate such health promotion and education within the society. അപ്പൊ എന്താണ്, അവിടെ ഒരു 50 വീട് അല്ലെങ്കിൽ 20 വീട് ഉണ്ടെങ്കിൽ ആ 20 വീടുകൾ മരുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആൾക്കാർ നിങ്ങളെ സമീപിക്കും. And they will also appreciate your service, your knowledge as a pharmacist. That's how the pharmacist's popularity or acceptance in the society can be improved.
സോ ഇപ്പം പല സ്ഥലങ്ങളിൽ കുടുംബശ്രീകളൊക്കെ ഉണ്ട്, ഓർഗനൈസേഷൻസ്, അവിടെയായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. വി ക്യാൻ ഓൾസോ കൊളാബറേറ്റ്. Never think that community pharmacy, hospital pharmacies has nothing to do. They have got the more responsibility, I believe. You can take part in pharmacoepidemiological studies, outcome research നിങ്ങൾക്ക് ചെയ്യാം. അതായത് ഇപ്പം നിങ്ങളുടെ സ്ഥലത്ത് കോളേജുകൾ ഉണ്ടാവും, അടുത്ത കോളേജുകൾ ഉണ്ടെങ്കിൽ ആ കോളേജുകളിലെ ഡിപ്പാർട്ട്മെന്റ്സുമായി സഹകരിച്ച് നിങ്ങൾക്കും അവരുടെ സ്റ്റഡീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ആസ് എ റിസർച്ചർ. സോ ദിസ് ഈസ് ഹൗ അവർ we do it like we collaborate with some hospital pharmacists. So we jointly do the collaborative research work. So അതുപോലെ കമ്മ്യൂണിറ്റി ഫാർമസിസ്റ്റ്, കാരണം നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഫാർമസിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ വരുന്നത്, നമുക്ക് അതുപോലെ കൊളാബറേറ്റീവ് റിസർച്ച് വർക്കും അതുവഴി നമ്മുടെ നോളജ് വർദ്ധിക്കും, നമ്മുടെ സ്കില്ല് വർദ്ധിക്കും, നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. സോ വി ക്യാൻ ഗിവ് ബെറ്റർ സർവീസ് ടു ദ സൊസൈറ്റി. So pharmacists providing patient counseling should also have some of the information, like only registered pharmacists shall be involved in counseling. Confidential conversational എല്ലാ ഫെസിലിറ്റിയും പേഷ്യന്റ് കൗൺസിലിംഗ് സെറ്റപ്പിൽ ഉണ്ടായിരിക്കണം. അത് പൊതുവെ ഹോസ്പിറ്റൽസിലാണ് ഉണ്ടാവുക. പിന്നെ പേഷ്യന്റ് ഇൻഫോർമേഷൻ ലീഫ്ലെറ്റ്സ് കൊടുത്തിരിക്കണം. പിന്നെ കൗൺസിലിംഗ് നടത്തിയാൽ മാത്രം പോരാ, അതിന്റെ കൃത്യമായ രജിസ്റ്റർ അല്ലെങ്കിൽ ഡോക്യുമെന്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ കമ്മ്യൂണിറ്റി ഫാർമസിയിൽ ഒരു പ്രോബ്ലം ഞാൻ കാണുന്ന ടൈമാണ്. കോൺഫിഡൻഷ്യൽ കോൺവെർസേഷനുള്ള പോസിബിലിറ്റി ഒക്കെ വളരെ കുറവാണ് നമ്മളുടെ കമ്മ്യൂണിറ്റി ഫാർമസി, കാരണം ഒരു ഓപ്പൺ ഏരിയ ആണ് പലപ്പോഴും. അതുകൊണ്ട് തന്നെ പലപ്പോഴും പേഷ്യൻസ് റിവീൽ ചെയ്യാൻ മടിക്കാറുമുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. So these things has to be considered when you do the patient counseling really in a professional way. Then the chapter 5, responsibilities of registered pharmacists to each other. Yes, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം റെസ്പോൺസിബിൾ ആണ്, അല്ലെങ്കിൽ നമ്മൾ തമ്മിലൊരു ശത്രുത പാടില്ല, നമ്മൾ തമ്മിലൊരു അസൂയ പാടില്ല. പിന്നെ നല്ല റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, ഫെയർ റിലേഷൻഷിപ്പ് ഉണ്ടാവണം, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര വിശ്വാസം പരസ്പര ബഹുമാനവും ആവശ്യമാണ്. So you should consider it as a pleasure and privilege to render greater service to all registered pharmacists and their immediate family dependents. അതൊരു ഇതാണ്, ഒരു ഫെലോ ഫാർമസിസ്റ്റിന്റെ ഫാമിലി മെമ്പേഴ്സ്, ഫെലോ ഫാർമസിസ്റ്റ് അല്ല, ഫാർമസിസ്റ്റിന്റെ ഫാമിലി മെമ്പേഴ്സ് പോലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഏറ്റവും ഗ്രേഷ്യസ് ആയിരിക്കും. സോ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡോക്ടേഴ്സിനിടക്കും നഴ്സസിനിടക്കും അതൊക്കെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചില ഡോക്ടേഴ്സ് ഐ ഹവ് സീൻ ഈവൻ ദേ provide the best service and greet them so nicely, not just to the doctor community. If any healthcare professional comes and visit the doctor, I have seen it with some doctors, they provide the best of the best service. So adoru fellow healthcare professional enna nilakku kodukkunna ഉള്ള റെസ്പോൺസിബിലിറ്റി ആണ്. നമുക്കും ആ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മളുടെ ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ വരികയാണ്, ഒരു നേഴ്സ് നമ്മളുടെ സർവീസിന് വരികയാണെങ്കിൽ, ഞാൻ ഐ വിൽ നോട്ട് സേ ജസ്റ്റ് ലിമിറ്റ് ടു ദ രജിസ്റ്റർഡ് ഫാർമസിസ്റ്റ്, ഐ വിൽ ഓൾവേസ് സേ you extend it to the other healthcare professionals. Appointment of substitute, yes, whenever you are not there, make sure that a person is appointed in your place. Like ഇപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട് ലോക്കം ഫാർമസിസ്റ്റ്, അതായത് റിപ്ലേസ്മെന്റ് ഫാർമസിസ്റ്റ് അറേഞ്ച്മെന്റ്. സോ ഇവിടെ അതില്ല, നമ്മളില്ലെങ്കിലും ഫാർമസി നടക്കും, വേറെ ആരും വരില്ല, ഫാർമസി കൃത്യമായി നടക്കും. നമുക്കറിയില്ല അവിടെ എന്തെങ്കിലും ഒഫൻസ് നടക്കുകയാണെങ്കിൽ what is going to happen എന്നുള്ളത്. But always there is a possibility, there is enough pharmacists available. So this kind of culture is promoted, that if you are not there, appoint a substitute and do it ethically. ഇതാണ് even pharmacy council promote ചെയ്യുന്നത്, അല്ലെങ്കിൽ PPR വഴി promote ചെയ്യുന്നത്. Then comes chapter 6, duties of registered pharmacists to the public and to the profession. So you are a good citizen, you must be a good citizen, you must always play your role in public health issues. നമ്മളുടെ നാട്ടിലെ നിയമങ്ങൾ നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. Our interest always towards the humanity and welfare of our society. So എന്ത് പബ്ലിക് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിലും, especially health issues, sanitary issues എന്തുണ്ടെങ്കിലും, we are supposed to cooperate with the authorities of the civic bodies. ഇപ്പൊ നമ്മളുടെ നാട്ടിലെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ ആണെങ്കിൽ ഹെൽത്ത് അല്ലെങ്കിൽ സാനിറ്ററി റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, we are supposed to give them all the support and guidance. Then the public community health, and we are responsible. Pandemic situation നമ്മൾ കണ്ടതാണ്, COVID situation നമ്മൾ കണ്ടതാണ്, how well we have overcome that, and that was a time pharmacist was most recognized. Yes, we had some bad effects, experience also, but still we played our duties and responsibilities so nicely, and we worked 24 hours. Some other pharmacists worked 24 hours at that time. And ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മൾ എവിടെയും മാറി നിൽക്കാൻ പാടില്ല. We have stayed with our duties
and we have provided the best service. And many of the pharmacies were infected with the COVID-19 at that situation. That's what PPR says, and we have done that responsibility. പിന്നെ എപ്പോഴും pharmacy shall seek the cooperation from physicians, dentists, and nurses whenever and wherever responsible. Chapter 7, Unethical Act, advertising. No advertisement എന്നാണ് PPR പറയുന്നത്, but I feel there is some more changes going to happen in this regulation. As of now, നിങ്ങളുടെ സ്കില്ല്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് പരസ്യങ്ങൾ കൊടുക്കരുത്. നിങ്ങൾക്ക് സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്, സ്പെഷ്യൽ ഓണേഴ്സ് ഉണ്ട്, ഇങ്ങനെയുള്ള പരസ്യങ്ങൾ, നിങ്ങളുടെ ഫോട്ടോ പതിച്ച പരസ്യങ്ങളൊന്നും കൊടുക്കരുത്. കാരണം അത് നടക്കുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഒരു M.Pharm B.Pharm കാരണം ഉണ്ടെങ്കിൽ അവനവന്റെ ഫോട്ടോ ഒക്കെ പതിച്ച് പ്രൊമോട്ട് ചെയ്ത് കളയും. സോ അതൊരു അൺഎത്തിക്കൽ പ്രാക്ടീസ് ആണ്, അത് പാടില്ല. പിന്നെ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് എന്താ പറയാ, ഒരു കൈൻഡ് ഓഫ് എൻഡോഴ്സ്മെന്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് അപ്രൂവൽ, ഇതൊന്നും കൊടുക്കരുത്. ഓക്കെ, സോ നിങ്ങളുടെ പേരോ നിങ്ങളുടെ എന്താ പറയാ ഒപ്പുകളോ എന്താണ് തെറ്റായ കാര്യങ്ങൾക്ക്, അതായത് നിങ്ങൾ യു ഡോണ്ട് ഗീവ് unnecessary endorsement, certification, അതായത് അതിനെ പറ്റി ഒരു അതോറിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്നും നമ്മൾ unnecessary പ്രൊമോഷണൽ പർപ്പസിന് കൊടുക്കാതിരിക്കുക ഒന്നിനെയും. പിന്നെ നമുക്ക് പരസ്യം കൊടുക്കാം. If you are starting a pharmacy practice, if you are starting a new pharmacy, you can give the advertisement. നിങ്ങളുടെ ഫാർമസി ഓപ്പറേഷൻ ഷട്ട് ഡൗൺ ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാർമസി നിങ്ങൾ വേറെ ലൊക്കേഷനിലേക്ക് മാറ്റുകയാണ്, അങ്ങനെയാണെങ്കിൽ you can give the advertisement. Otherwise, no advertisement is what they are selling. പിന്നെ സ്വന്തം ഫോട്ടോഗ്രാഫ് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, അങ്ങനത്തെ കാര്യങ്ങളൊന്നും it's not considered. It's considered as a self-advertisement and unethical conduct. Okay. അതേപോലെ പ്രിന്റിംഗ് ഓഫ് സ്കെച്ചസ്, അല്ലെങ്കിൽ മരുന്നിന്റെ ചിത്രം നിങ്ങളുടെ ഫാർമസിന്റെ മുമ്പിൽ വെച്ചു, അല്ലെങ്കിൽ ടാബ്ലറ്റിന്റെ ചിത്രം വെച്ചു, അല്ലെങ്കിൽ ഒരു ബോട്ടിലിന്റെ ചിത്രം വെച്ചു, കഫ് സിറപ്പിന്റെ ബോട്ടിൽ ചിത്രം വെച്ചു, അതൊന്നും അൺഎത്തിക്കൽ അല്ല. അല്ലാതെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ, നിങ്ങളെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻ, എൻഡോഴ്സ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാം. റിബേറ്റ്സ് ആൻഡ് കമ്മീഷൻ, യെസ്, നോട്ട് പ്രൊമോട്ടഡ്. അതും ഡിബേറ്റബിൾ ആണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഫാർമസികൾ നമ്മൾ ഡിസ്കൗണ്ട് ഓപ്പൺ ആയിട്ട് എഴുതാറുണ്ട്, 10%, 20% എഴുതാറുണ്ട്. ഇത് നോട്ട് അഡ്വൈസബിൾ. ഓഫർ for a solicitor receive any gifts, gratuity, commission, bonus, prescription കിട്ടാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് കമ്മീഷൻ കൊടുക്കുന്ന ഒരുപാട് പ്രാക്ടീസ് ഉണ്ട്. ഇതൊന്നും അൺഎത്തിക്കൽ ആയിട്ടാണ് പറയുന്നത്, റിബേറ്റ്സും കമ്മീഷനൊക്കെ. പിന്നെ രജിസ്റ്റർഡ് ഫാർമസി ഷാൾ നോട്ട് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ be party to act of division, transference, assignments, subordination, rebating, splitting, refunding of any fee for dispensing or sale of medicine. അതായത് ഇതുപോലത്തെ പരിപാടികൾ അൺഎത്തിക്കൽ ആണ്. അതായത് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്, കമ്മീഷൻ കൊടുക്കുക, ആൾക്കാരെ നിർത്തി പേഷ്യൻസിനെ എന്താണ് നിങ്ങളുടെ ഫാർമസിലോട്ട് പ്രൊമോട്ട് ചെയ്യുക, ഇതൊക്കെ അഡ്വർടൈസ്മെന്റിന്റെ അണ്ടർ വരുന്നതാണ്. അതെല്ലാം അൺഎത്തിക്കൽ കണ്ടക്ട് ആയിട്ട് കാണും. സീക്രട്ട് മെഡിസിൻ, അതായത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നമ്മുടെ പല ഫാർമസികളിലും ഈ പ്രൊപ്രൈറ്ററി സീക്രട്ട് റെമഡീസ് ഒക്കെ വെച്ച് കാണാം. അത് എവിടെ ഉണ്ടാക്കുന്ന അറിയില്ല, എന്താണ് അതിന്റെ ഉപയോഗം എന്നറിയില്ല, അതിന്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് അറിയില്ല, ബട്ട് യു ആർ ഡിസ്പെൻസിങ് ഇറ്റ് ടു ദ പബ്ലിക്. And such things are human right violation ചെയ്യേണ്ട, ഹ്യൂമൻ റൈറ്റിന്റെ പരിധിയിൽ തന്നെയാണ് രജിസ്റ്റർഡ് ഫാർമസിസ്റ്റ് വരുന്നത്. അത് രജിസ്റ്റർഡ് ഫാർമസിസ്റ്റ് സ്വമേധയാവാനും ഒരു രജിസ്റ്റർഡ് ഫാർമസിസ്റ്റ് അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റിനെയോ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാർമസിയിലെ സ്റ്റാഫിനെയോ ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ഇൻസ്റ്റിഗേറ്റ് ചെയ്യരുത്. സോ ദാറ്റ് ഈസ് ഓൾസോ ക്ലിയർ വയലേഷൻ ഓഫ് ദ ആക്ട്. Chapter 8, we are moving a little bit fast. Misconduct, any violation of the regulation, ഈ പറഞ്ഞ ഏത് ആക്ടിൽ വരുന്ന റെഗുലേഷൻ വയലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ it is considered as a misconduct. രജിസ്റ്റർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിസിൻ ഡിസ്പെൻസ് ചെയ്യുകയാണെങ്കിൽ അതും വയലേഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അത് വയലേഷൻ ആണ്. Allowing the owner of the pharmacy to use your name or details without attending pharmacy, നേരത്തെ പറഞ്ഞില്ലേ, തൂക്ക് ഫാർമസിസ്റ്റ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ that is a misconduct. So don't involve in such things. പിന്നെ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അതും misconduct. ചിലരുണ്ട്, they work as a medical sales representative, they give their certificate to pharmacy. There are people who may be working somewhere and they may not be working. They may be somewhere housewives and they will be giving you a certificate to a pharmacy. So these things are absolute misconduct and shall be prevented.
or stop. Not maintaining the records, അത് നിങ്ങൾക്കറിയാം വയലേഷൻ ആണ്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡിസ്പ്ലേ ചെയ്യാതിരുന്ന അത് വയലേഷൻ ആണ്. ഇൻസ്പെക്ടറെ ഫാർമസിയിൽ കയറ്റാതിരുന്നാൽ, അത് DNC ആക്ട് പ്രകാരം ഇൻസ്പെക്ടർ ആവട്ടെ, ഫാർമസി ആക്ട് പ്രകാരം ഇൻസ്പെക്ടർ ആവട്ടെ, അവരെ കയറ്റാതിരുന്നാൽ, അതാണ് നിങ്ങൾ ഷട്ടർ താഴ്ത്തി, നിങ്ങൾ സ്ഥലത്തില്ല, അത് വേണമെങ്കിൽ നമുക്ക് അത് വയലേഷൻ ആണ്. ബിക്കോസ് he has come to deliver his duty. So also committing adultery or improper conduct with പേഷ്യന്റുമായിട്ട് improper behavior, abusing your professional position. നമ്മളിപ്പോൾ കേൾക്കാറുണ്ട്, പല വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട്, ഫാർമസിനെ കുറിച്ചല്ല, മറ്റു സ്ട്രീമുള്ളവരെ കുറിച്ച് കേൾക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ that is considered as a misconduct. And imagine you are convicted by a court of law for an offense involving moral turpitude or criminal acts. അതായത് നിങ്ങൾ ഫാർമസി റിലേറ്റഡ് ആവണമെന്നില്ല, മറ്റു മോറൽ ഇഷ്യൂസ്, ക്രിമിനൽ ആക്ട്, ടർപിറ്റ്യൂഡ് ആക്ട്സിൽ നിങ്ങളെ കോടതി ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു മിസ്കണ്ടക്ട് ആയിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റും. And also who has shown to have signed or given professional certificates, reports or other documents under his name, authority which is untrue, misleading or improper. നിങ്ങൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് വ്യാജമാണ്. നിങ്ങൾ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് അത് തെറ്റായ സർട്ടിഫിക്കറ്റ്, തെറ്റായ ഡോക്യുമെന്റ്സ് കൊടുക്കുകയാണെങ്കിൽ, പലപ്പോഴും സംഭവിക്കാറുണ്ട്, ഗൾഫിൽ പോകുന്ന ആള് അയാൾ വീട്ടിൽ കുത്തിയിരുന്നിട്ടുണ്ടാവും, നമ്മളെ ഫാർമസിയിൽ നിന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫാർമസിന്റെ വർക്ക് ചെയ്ത് നമ്മളെ ഫാർമസിന് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. നാളെ അവർ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒപ്പിട്ട രജിസ്റ്റർഡ് ഫാർമസിന് പണിയാവും, ഒപ്പിട്ട നിങ്ങളാണ്, നിങ്ങൾക്ക് പണിയാവും. അതേപോലെ ട്രെയിനിങ്, നിങ്ങളുടെ ഫാർമസിയിൽ ട്രെയിനിങ് നടത്തി ഒരു കോളേജിലെ കുട്ടി, ആ കുട്ടി ട്രെയിനിങ് ചെയ്തില്ല, നമുക്ക് സംശയം തോന്നി, വെരിഫൈ ചെയ്തപ്പോൾ ട്രെയിനിങ് ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങളാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തതെങ്കിൽ then it's a misconduct. So never go for such things. Issuing of certificates of efficiency in modern medicine to unqualified person. നമ്മൾ ചെയ്യാറുണ്ടല്ലോ, കോമ്പിറ്റന്റ് പേഴ്സൺ ഒക്കെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ കൊടുക്കാറുണ്ട്. അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അയാൾക്ക് മോഡേൺ മെഡിസിനിലെ കോമ്പിറ്റൻസി ഉണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അതും കുറ്റാണ്. ആലോചിച്ച് നോക്കിയേ എന്തൊക്കെ മിസ്കണ്ടക്ട് നമ്മളെ പോസിബിളി നമ്മുടെ കയ്യിൽ വരും. കോൺട്രിബ്യൂട്ടിംഗ് ലേ പ്രസ് ആർട്ടിക്കിൾസ്, giving information regarding the giving interviews regarding the diseases and treatments. അതായത് ലേ പ്രസ്, അതായത് ഗോസ്റ്റ് ജേർണൽസ് അല്ലെങ്കിൽ ഗോസ്റ്റ് ആർട്ടിക്കിൾസിലൊക്കെ മെറ്റീരിയൽ എഴുതി കൊടുക്കുക. Interviews regarding giving interviews to such organizations regarding diseases. അതെന്ന് പറഞ്ഞാൽ in a way you are giving a self advertisement. നമ്മൾ ഈ ഫേസ്ബുക്കിൽ സിനിമ എഴുതുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, പലപ്പോഴും ഇൻഫോർമേഷൻ കറക്റ്റ് അല്ല. നിങ്ങളുടെ ഫേസ്ബുക്കിൽ എഴുതുന്ന പോലും ഇറ്റ്സ് എ കൈൻഡ് ഓഫ് അഡ്വർടൈസിങ് യുവർ സെൽഫ്. സോ ഡോണ്ട് ഗോ ആസ് എൻ അഡ്വർടൈസർ rather than you can be an information contributor. So that is best part. So you need to balance it. And disclosing secrets of patient is an offense. ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞു, ഒരിക്കലും ചെയ്യാം, കോർട്ട് പറയുകയാണെങ്കിൽ ചെയ്യാം. പിന്നെ ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു പാൻഡമിക് ത്രെട്ടോ അല്ലെങ്കിൽ മറ്റു അസുഖങ്ങൾക്ക് ത്രെട്ട്, ഇപ്പോൾ സ്പ്രെഡബിൾ ഡിസീസ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യണം. പിന്നെ നോട്ടിഫൈഡ് ഡിസീസസ് ആണ് ചെയ്യണം. എല്ലാ സമയത്തും നിങ്ങളൊരു പേഷ്യന്റിന്റെ സീക്രട്ട് ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ മിസ്കണ്ടക്ട് ആസ് പെർ PPR 2015, which all of us know, no doubt. Refusing things on religious grounds. ഇത് നമ്മളെ കേരളത്തിലല്ല ഉദ്ദേശിക്കുന്നത്, നോർത്ത് ഇന്ത്യയിൽ വളരെയധികം ഉള്ളത് കൊണ്ടാണ് PPR 2015 അത് വ്യക്തമായിട്ട് എഴുതേണ്ടി വന്നത്. ഒരു പർട്ടിക്കുലർ റിലീജിയസ് കമ്മ്യൂണിറ്റിക്ക് സർവീസ് നിഷേധിക്കുക, ഇതൊക്കെ നമുക്കറിയാം, നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ടാകാം. അത് ഉറപ്പുള്ളതുകൊണ്ടാണ് PPRൽ അങ്ങനെ ഒന്നും എഴുതിയുണ്ടെന്ന്. നമ്മുടെ നാട്ടിൽ എന്തായാലും ആ ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഇല്ല. പിന്നെ പബ്ലിഷിംഗ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് കേസ് റിപ്പോർട്ട്സ് ഓഫ് പേഷ്യൻസ് വിത്തൗട്ട് ദർ പെർമിഷൻ ഇൻ മെഡിക്കൽ ഓർ അതർ ജേർണൽസ്. ഇതൊരു വലിയൊരു സംഗതിയാണ്. കാരണം പേഷ്യന്റിനെ പറ്റിയ ഡീറ്റെയിൽസ്, അവരുടെ കേസ് സ്റ്റഡി റിപ്പോർട്ട്സ്, അവരുടെ ഫോട്ടോഗ്രാഫ്സ്, ഇതൊക്കെ ജേർണലിൽ മാത്രമല്ല, ഇപ്പൊ അടുത്ത കാലത്ത് കാണുന്ന ഇപ്പോൾ വാട്സാപ്പിലൊക്കെ ഷെയർ ചെയ്യുമ്പോഴായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരിക്കലും ഒരു പേഷ്യന്റെ പേരോ ആ പ്രിസ്ക്രൈബറുടെ പേരോ, നമുക്കൊരു മരുന്നിന്റെ ഡീറ്റെയിൽ അറിയണമായിരിക്കും. നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾ ക്രോപ്പ് ചെയ്ത് ആ ഭാഗം കട്ട് ചെയ്ത് നമുക്ക് വേണ്ടുന്ന ഭാഗം മാത്രം നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അയച്ചു കൊടുക്കുക. കാരണം നെവർ ഡിസ്ക്ലോസ് ദ ഐഡന്റിറ്റി. സോ പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. ഇറ്റ്സ് ആൻ ഒഫൻസ്. സോ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പം എത്തിക്സ് ഒക്കെ വളരെ കുറവാണ്. പലപ്പോഴും ഹോസ്പിറ്റൽസിനെയും പ്രൈവറ്റ് പ്രാക്ടീസിങ് ഡോക്ടേഴ്സിനൊക്കെ അഡ്വർടൈസ്മെന്റ് റീൽസ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് പ്രൊസീജിയർ ചെയ്യുന്നത് പേഷ്യന്റെ മുഖം സഹിതം കാണിച്ചുകൊണ്ട് പ്രൊസീജിയർ ചെയ്യാൻ. നോബഡി ഈസ് ദേർ ടു ക്വസ്റ്റ്യൻ ഇറ്റ്. ഇറ്റ്സ് സംതിങ് അൺആക്സെപ്റ്റബിൾ, എത്തിക്കലി അൺആക്സെപ്റ്റബിൾ. ഒരു മെഡിക്കൽ എത്തിക്സിൽ അത് പറഞ്ഞിട്ടില്ല, നമ്മളെ പ്രൊഫഷനിലും പറഞ്ഞിട്ടില്ല, നമ്മളെ പ്രൊഫഷണൽ എത്തിക്സിലും പറഞ്ഞിട്ടില്ല. സോ നെവർ ഡു ഷെയർ കേസ് റിപ്പോർട്ട്സ്, photographs, details in social media or even journals without the permission. And identity shall be revealed completely, and you should take ethical clearance for this.
In case of running a pharmacy, the registered pharmacist and employing registered pharmacist helping, ultimate responsibility rested on registered pharmacist. അതായത് registered pharmacist ഉണ്ട്, ഒരു pharmacy ഉണ്ട്, ആ pharmacy ഒരു pharmacist റൺ ചെയ്യുന്ന pharmacy ഉണ്ട്, അദ്ദേഹം അവിടെ registered pharmacist ആണ് അപ്പോയിന്റ് ചെയ്തതെങ്കിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും റെസ്പോൺസിബിലിറ്റി അദ്ദേഹം എംപ്ലോയ് ചെയ്ത രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റിനാണ്. അതായത് ഓണർ ഫാർമസിസ്റ്റ് ആയെന്ന് വെച്ചൊരു കാര്യമില്ല, അദ്ദേഹം രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് അദ്ദേഹം റെസ്പോൺസിബിൾ ആണ്. അല്ലെങ്കിൽ അദ്ദേഹം അപ്പോയിന്റ് ചെയ്ത് വേറെ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹമായിരിക്കും അപ്പോയിന്റ്. പിന്നെ അതുപോലെ ഏജൻസിനെയും ടോർച്ചിനൊക്കെ പേഷ്യൻസിനെ പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ കിട്ടാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്യാതിരിക്കുക, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ക്ലെയിമിംഗ് ടു ബി സ്പെഷ്യലിസ്റ്റ്, ഇത് ഈ ഫാം ഡി റിലേറ്റഡ് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അന്നാണ് ഫാർമസി കൗൺസിലിംഗിൽ ഓർഡർ വെക്കേണ്ടി വന്നത്. നമ്മൾ ഇന്ന സ്പെഷ്യലിസ്റ്റ് ആണ്, ഞാൻ ഓങ്കോളജി സ്പെഷ്യൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ പരസ്യം കൊടുത്ത 1-2 സംഗതി മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു. അന്നൊരു സ്പെഷ്യൽ ഓർഡർ അന്ന് PC ഇറക്കേണ്ടിണ്ടായിരുന്നു. അതായത് ക്ലിനിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ. So never claim to be yourself as a specialist. As of now, you have to wait for some more time so that you can do കൂടുതൽ higher courses വരും. അന്ന് നമുക്ക് സ്പെഷ്യലിസ്റ്റ് ആയിട്ടൊക്കെ ക്ലെയിം ചെയ്യാം. And registered pharmacist post in rural area and found absent. PHC-യിലെ ഗവൺമെന്റ് സെക്ടറിൽ നിങ്ങൾ പോസ്റ്റിംഗ് കിട്ടുവാണെങ്കിൽ, നിങ്ങൾ റൂറിലേക്ക് പോസ്റ്റിംഗ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഡ്യൂട്ടിയിൽ ഹാജരാവുന്നില്ല, എസ്പെഷ്യലി ഹെഡ് ഓഫ് ഹെൽത്ത് അതോറിറ്റി അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിന്റെ ചെയർമാൻ, ഇങ്ങനെയുള്ള ജില്ലയുടെ പഞ്ചായത്തിന്റെ ഒക്കെ ചെയർമാൻ, ജില്ലാ പരിഷത്ത് ഹിന്ദി ടേമാണ്. സോ ചെയർമാൻസ് ഒക്കെ ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡ്യൂട്ടിയിൽ ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് എ മിസ്കണ്ടക്ട്. Similarly, pharmacists working in a pharmacy found working in another pharmacy or a pharmacy college. അതൊരു ട്രെൻഡാണ്. ഫാർമസി കോളേജിൽ വർക്ക് ചെയ്യും, അവിടെ ലൈസൻസ് വേണ്ടെന്ന് വെച്ചിട്ട് അതേ വ്യക്തി എവിടെയെങ്കിലും ഫാർമസിയിൽ സ്വന്തം പേര് ഫാർമസിസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ and again that's a misconduct. കാരണം ഇന്ന് നടക്കുന്നൊരു കാര്യമുണ്ട്, പലപ്പോഴും കേരളത്തിൽ വർക്ക് ചെയ്യും, എനിക്കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാം, ഞാൻ തമിഴ്നാട് രജിസ്റ്റർ, അല്ലെങ്കിൽ ഞാൻ ആന്ധ്രയിൽ വർക്ക് ചെയ്യുന്നുള്ള ആളാണ്, ഞാൻ കേരള രജിസ്ട്രേഷൻ, ഞാൻ ആന്ധ്രയിലേക്ക് വർക്ക് ചെയ്യും, നമുക്ക് കേരളത്തിൽ എന്താ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ ചെയ്യാം. അങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നത് കൊണ്ടാവാം ഇതുപോലുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യുന്നത്. കാരണം ഒരു ഫാർമസിസ്റ്റ് ആ ഫാർമസി വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ രജിസ്ട്രേഷൻ അദ്ദേഹം രജിസ്റ്റർ അവിടെ തന്നെ കാണണം. അത് കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് വേറെ കൊടുക്കരുത്. വേറെ ഇൻഡസ്ട്രി വളരെ പ്രോബ്ലമാറ്റിക് ആണ്. ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന പലരും മറ്റു സംസ്ഥാനങ്ങളിൽ, നമ്മളെ കേരളത്തിലുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സോ ദിസ് ഷാൾ നോട്ട് ബി ഡൺ. ലാസ്റ്റ് പാർട്ട്, ദാറ്റ് ഈസ് പണിഷ്മെന്റ് ആൻഡ് ഡിസിപ്ലിനറി ആക്ഷൻ. സോ ഇതുമായി ബന്ധപ്പെട്ട എന്ത് ഒഫൻസ് വന്നാലും യു ആർ സപ്പോസ് ടു ഫേസ് ദ പണിഷ്മെന്റ്. സോ ഇതിൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യക്കും സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽസിനും നമ്മുടെ വയലേഷനെ പറ്റി പഠിക്കാൻ, എന്താണോ വയലേഷൻ, എന്താണോ മിസ്കണ്ടക്ട്, അതിനെപ്പറ്റി പഠിക്കാനും അതിന്റെ മുകളിൽ ഒരു നടപടി സ്വീകരിക്കാനുള്ള എല്ലാ അതോറിറ്റിയും ഉണ്ട്. അതേപോലെ പബ്ലിക്കിന് കംപ്ലൈന്റ് നോട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യാനും, അങ്ങനെ കിട്ടുന്ന കംപ്ലൈന്റ് പബ്ലിക്കിനാവട്ടെ മറ്റു ഫാർമസിസ്റ്റിനാവട്ടെ ആർക്കും ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കംപ്ലൈന്റ് എഴുതി കൗൺസിൽസിന് കൊടുക്കുകയും കൗൺസിൽസിന് അത് അന്വേഷിക്കാനും അതിനനുസരിച്ച് നടപടി സ്വീകരിക്കാനും പറ്റും. പക്ഷെ അതിനു മുമ്പേ അവരൊരു ഹിയറിംഗ് വിളിക്കും, അത് ഷോക്കോസ് കൊടുക്കുന്നതനുസരിച്ച് നമ്മളുടെ എക്സ്പ്ലനേഷൻ അനുസരിച്ചായിരിക്കും പലപ്പോഴും നടപടി വരും. സോ ചില സമയത്ത് ഏത് ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ നെയിം മേ ബി റിമൂവ്ഡ് കംപ്ലീറ്റ്ലി ഫ്രം ദ രജിസ്ട്രി or your name may be suspended from the registry based upon the level of offense you have conducted. ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞു തൂക്ക് ഫാർമസിനെ പിടിച്ചു, അവരെ പേര് സസ്പെൻഡ് ചെയ്തു. ഓക്കെ, സോ ഡിലീറ്റും ചെയ്യാം. ഡിലീറ്റ് ചെയ്യുന്ന ഹൈ ലെവൽ ഒഫൻസ് വരികയാണ്, ക്രിമിനൽ ഒഫൻസ് ഒക്കെ ഇൻവോൾവ് ആണ്, യുവർ നെയിം വിൽ ബി പെർമനന്റ്ലി ഡിലീറ്റ് ഫ്രം ദ രജിസ്റ്റർ. അത് ഇപ്പം എല്ലാ ഹെൽത്ത് കെയർ പ്രൊഫഷനും പറ്റും, ഡോക്ടേഴ്സിന് പറ്റാറുണ്ട്, ഡെന്റിസ്റ്റിന് പറ്റാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ അത് ലോക്കൽ പ്രസ്സിലെല്ലാം കൊടുക്കും, എല്ലാ ഫാർമസി അസോസിയേഷൻസ് അറിയിക്കും, സൊസൈറ്റീസിന് അറിയിക്കും, ബോഡീസിന് അറിയിക്കും, എല്ലാവരും അറിയിച്ചുകൊണ്ടേ അത് ചെയ്യാറുള്ളൂ. ഒരു ലിമിറ്റഡ് പീരീഡ്, നേരത്തെ സാറ് പറഞ്ഞ പോലെ കുറച്ച് മാസം സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് നെയിം വിൽ ബി റിമൂവ്ഡ് ആൻഡ് ലേറ്റർ ഇറ്റ് വിൽ ബി റിസ്റ്റോർഡ് വിച്ച് വിൽ ബി ഇൻഫോം. സോ പിന്നെ ഡിസിഷൻ ഓൺ എനി കംപ്ലൈന്റ്, ഒരു രജിസ്റ്റർഡ് ഫാർമസിനെ പറ്റിയുള്ള കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ അതിനെപ്പറ്റി ഒരു ഡിസിഷൻ എടുത്തിരിക്കണം. ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ കൗൺസിൽ നടപടി എടുത്തിരിക്കണം. അതാണ് പറഞ്ഞത്. During the pendency of the complaint, the concerned state pharmacy council may restrain the registered pharmacist from performing the procedure or practice which is under scrutiny. അതായത് ഒരു കംപ്ലൈന്റ് വന്ന ഫാർമസിസ്റ്റ് ഉണ്ടെങ്കിൽ എൻക്വയറി നടക്കുന്നവരെ അദ്ദേഹം ഫാർമസിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് തടയാൻ സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിന് സാധിക്കും.
Professional incompetency shall be judged by a peer group as per guidelines prescribed by the Pharmacy Council of India. ഈ professional incompetency situation ഒക്കെ വരികയാണ്, മരുന്ന് മാറിക്കൊടുക്കുക, അങ്ങനെ ഇൻകം സിറ്റുവേഷൻ വന്ന കേസായി, അതൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഒരു എക്സ്പേർട്ട് ഗ്രൂപ്പിനെ ഗൈഡ് ലൈൻ പ്രകാരം ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ പറഞ്ഞ ഗൈഡ് ലൈൻ പ്രകാരം നമുക്ക് അപ്പോയിന്റ് ചെയ്യാം. അത് അപ്പോയിന്റ് ചെയ്യണം, അവരാണ് അന്വേഷിക്കുന്നത്. പിന്നെ വിൽഫുൾ ഒബ്സ്ട്രക്ഷൻ ഓഫ് ഇൻസ്പെക്ടർ അതാത് ആക്ട് പ്രകാരമുള്ള ഒഫൻസും കൂടി പണിഷ്മെന്റും കൂടി വരും. അതായത് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിൽ ഒരു ഇൻസ്പെക്ടർ പറഞ്ഞാലുള്ള പെനാൽറ്റി എന്താണോ അതും നമ്മൾ കേൾക്കാൻ ബാധ്യതയാണ്. ഫാർമസി ആക്ടിൽ ഒഫൻസ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒഫൻസും അതിന്റെ റെഗുലേഷൻ എന്താണ് പറഞ്ഞാൽ അതിന്റെ ഒഫൻസും അതിന്റെ പെനാൽറ്റിയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ബാധ്യതരാണ്. അതാണ് നമ്മുടെ പ്രശ്നം. നമ്മളൊരു നടപടി ക്രമത്തിലോട്ട് ഒരു ഒഫൻസ് ഫേസ് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ഇതുമായി കണക്ട് ചെയ്ത് മറ്റ് നിയമങ്ങളും തെറ്റിച്ച് കാണും. അതായത് നമ്മൾ DNC ആക്ടിലായിരിക്കും ഒഫൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ അന്വേഷിക്കുമ്പോഴായിരിക്കും DNC ആക്ട് മാത്രമായിരിക്കില്ല, അതുമായി കണക്ട് ചെയ്ത ഒരുപാട് നിയമങ്ങളിൽ നമ്മൾ അറിയാതെ നമ്മൾ നമ്മൾ വയലേറ്റ് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ഒരു ഒഫൻസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ എല്ലാം പണിഷ്മെന്റ് നമ്മൾ വാങ്ങാൻ ബാധ്യതരാണ്. ഇത് ഞാനത് കൂടുതൽ മനസ്സിലാക്കി നമ്മുടെ നിലവിലെ രജിസ്ട്രാർ ദുർബാൻ സാറിൽ നിന്നാണ്. കാരണം അദ്ദേഹം പറയും ഇന്ന നിയമം വരുമ്പോൾ ആ നിയമം മാത്രമല്ല അതിന്റെ കണക്ട് ചെയ്ത് ഒരുപാട് നിയമങ്ങളുടെ ഒഫൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും, അതിന്റെ ശിക്ഷയും കൂടി നമ്മൾ വാങ്ങേണ്ടി വരും. സോ വി ഷുഡ് ബി വെരി കെയർഫുൾ ബിക്കോസ് ദാറ്റ്സ് ദ റീസൺ ഐ ടോൾഡ് യു ഫസ്റ്റ് we are tied up with several rules and regulations, so they're all interconnected. So you might have committed, as per you, it may be one offense from one particular rules and regulation, set of rules and regulation, but without your knowing there may be other sets of rules and regulation which you might have unknowingly offended. So these are the chapters which I want to brief you. These are the annexure. ഇതിലെ ജോബ് ടൈറ്റിൽസ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ഒരു നോർമൽ ഫാർമസിസ്റ്റിന് B.Pharm D.Pharm വിത്ത് 0 എക്സ്പീരിയൻസ് ആണ്. സീനിയർ ഫാർമസിസ്റ്റിന് D.Pharm ആണെങ്കിൽ 4 വർഷം, മറ്റേ 0 എക്സ്പീരിയൻസ് മതി. ചീഫ് ഫാർമസിസ്റ്റ് ആണെങ്കിൽ D.Pharm ക്വാളിഫൈഡ് ആയ ആൾക്കാർക്കാണെങ്കിൽ 10 years ആണ് പറയുന്നത്. B.Pharm 5, M.Pharm ഫാർമിക്ക് വേണം. കമ്മ്യൂണിറ്റി ഫാർമസിസ്റ്റ്, ഡ്രഗ് ഇൻഫോർമേഷൻ ഫാർമസിസ്റ്റ് ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൃത്യമായി PPR പറയുന്നതാണ്. ഞാനത് അതുപോലെ എടുത്തോട് വെച്ചേ ഉള്ളൂ. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും അതിന് തക്കതായ എത്ര ശതമാനം സമയം ഈ ഓരോ ജോലികൾക്ക് വിനിയോഗിക്കാം, ഇത് ഡയറക്ഷൻ മാത്രമാണ്. ഒരു 100% ടാലി വെച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര സമയം നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഫാർമസിസ്റ്റ് എങ്ങനെയൊക്കെ വിനിയോഗിക്കണം എന്നാണ് ഇത് പറയുന്നത്. പിന്നെ സീനിയർ ഫാർമസിസ്റ്റിന് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി സമയം ഒരു സജഷൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ഒന്നുകൂടി ഭംഗിയായി സ്ട്രീംലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സജഷനാണ് സീനിയർ ഫാർമസിസ്റ്റിന് അവർ തരുന്നുണ്ട്. ഇതൊക്കെ PPR അവൈലബിൾ ആണ്. ചീഫ് ഫാർമസിസ്റ്റിന്റെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്ലാരിഫിക്കേഷൻ ഫാർമസി പ്രാക്ടീസ് റെഗുലേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഓപ്പൺ ക്ലിനിക്സ് അത് പാടില്ല. അതായത് ആന്ധ്രയിൽ നടന്നൊരു സംഗതിയായിരുന്നു, ഒരു ഫാർമസി ക്ലിനിക്ക് തുടങ്ങി. സോ ക്ലെയിം ചെയ്ത സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അന്ന് ഇറങ്ങിയ ഒരു ഓർഡറിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. സോ ജസ്റ്റ് സെറ്റ് സ്നാപ്ഷോട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, നാപ്പി റാഷ് അവോയ്ഡ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, ഇൻഹേലർ ടെക്നിക്സ് പറഞ്ഞു കൊടുക്കാം, ഒരു വീട്ടില് എങ്ങനെ സ്റ്റോർ ചെയ്യാം, എത്ര ഭംഗിയായി സ്റ്റോർ ചെയ്യാം, അതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ നമ്മളാണ് ടൈപ്പ് 2 ഡയബറ്റീസിനെ പറ്റി അതിന്റെ സിംറ്റംസ്, സയൻസ്, ആസ്മ കൺട്രോൾ, ഇങ്ങനെ ഇതിനെ പറ്റിയൊക്കെ നമുക്ക് ഡേ ടു ഡേ ലൈഫ് നമ്മൾ ഇങ്ങനെ ഒരുപാട് പേഷ്യൻസിനെ കാണുന്നതാണ്. മഴക്കാല രോഗങ്ങൾ അല്ലെങ്കിൽ വിന്ററിലെ രോഗങ്ങൾ, ഇതൊക്കെ നമുക്ക് അവർക്ക് അവയർനെസ് കൊടുക്കാൻ കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ പറ്റും. So this is the aim of Royal Pharmaceutical Society, that pharmacist becomes independent prescriber, published in 2018, and even we also dream it. So for that we definitely need to improve our quality, knowledge, skill, everything. And for this, the programs like CPE and upcoming programs like Pharma Skill Pro will really help you. And I wish more and more come join us and make really we collectively improve our quality. So we are expected to serve our society. Only service can bring glory for our profession, which is what I believe. Serve the society by staying within the regulations, and society really need our care. So these are the references. Pharmacy Practice Regulation, Google അടിച്ചാൽ കിട്ടും. Pharmacy Act ൽ പോയാലും ഓരോ ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത ഇൻഫർമേഷൻ കിട്ടും. ചാപ്റ്റർ 1, 2, 3, 4, 5. Drugs and Cosmetics Act നമുക്ക് അവൈൽ ചെയ്യാം. പിന്നെ NIH-ന്റെ കുറച്ച് ഇൻഫോർമേഷൻ, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് NIH US-ന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ റോയൽ ഫാർമസി സൊസൈറ്റിയുടെയും ഇതെല്ലാം ഇന്ന് സെർച്ചിങ് ഇൻഫോർമേഷൻ അറ്റ് യുവർ ഫിംഗർ ടിപ്സ്. നമ്മളൊന്ന് വേണമെന്ന് വിചാരിച്ചാൽ മാത്രം മതി.
things are very easy for us to collect the information. So this is just a copy I can say. Thank you. Thank you for this. Thank you, Dr. Sarath. If there is any doubt, we can clarify or we can move to the next session. Aga, sir? Sharath? Hi, sir. Registrar, sir. Sudhir sir. Okay. Can you hear me? Yes. Yes, sir. Yes, sir. Thank you, Dr. Sharath Chandran, for your excellent presentation of pharmacy practice regulations and also the related subjects. Hope all of you have enjoyed it and also taken all the steps to find out and acquire the knowledge what he has delivered to us. Now, ഒരു കാര്യം കൂടെ പറയട്ടെ, അത് പ്രിൻസിപ്പൽ അല്ല നമ്മുടെ പ്രസിഡന്റ് പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്, പ്രൊവൈഡഡ് അവർ നമ്മുടെ ക്ലാസ് രജിസ്റ്റർ ചെയ്തിരിക്കണം. ക്ലാസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മുടെ ഗൂഗിൾ മീറ്റിൽ അറ്റൻഡ് ചെയ്യാതെ പകരം യൂട്യൂബിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് അവരുടെ പ്രൊഫൈലിൽ തന്നെ ഈ അവരുടെ സർട്ടിഫിക്കറ്റ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലിയർ? ഹലോ, ക്ലിയർ സർ, ക്ലിയർ ആണ് സർ. ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് now let me invite Dr. Sujit S. Nair of Crescent College of Pharmacy, the Vice Principal, on his subject, Good Pharmacy Practice. Please, sir. Okay, thank you, sir. Can you hear me? Yes, of course. Okay. സ്ലൈഡ് കാണുന്നുണ്ടല്ലോ? കാണാം സർ, കാണാം സർ. ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു രജിസ്ട്രാർ Sudhir sir, President Sri O.C. Naveen Chand sir, other our speakers Chandran and Akash. So our next session is on good pharmacy practice. The heading is the topic is given as good pharmacy practice, but I have gone through the content. It is more related to the good dispensing practices. But more, these are two related ones, so I think we can proceed with that. So when you are going to the good pharmacy practice, it is actually started in 1992 by the FIP, that is the International Pharmaceutical Federation, introduced this term good pharmacy practice. Why they have developed this? Because they have developed the standard for pharmacy service and heading good pharmacy practice, because there is a gap between the proven efficacy of the medicine demonstrated in clinical trials and their actual effectiveness in practice. And the meaning in the when a drug comes to the market after clinical trials, it has proven its efficacy. But when we are administering the drug, we are not getting that. There is a gap between this. So why? What are the reasons for this gap between this? Because it may be due to medicine improper selection, improper administration, and also lack of adherence by the patient due to some medicine interaction, etc. So here, our pharmacists can play a major role for reducing this gap. And medicine, we have proven efficacy, but when administered, after administered, our efficacy that is called as the gap. That is due to the lack of, what you say, the adherence by the patient or improper administration of the drug, etc., etc. So there the pharmacist can play an important role. You can advise the patient, you can properly give the guidance, you can properly counsel the patient, thereby we can reduce the gap. The pharmacist can reduce this gap and get better use of medicine to the patient. Okay. So this GPP also provides standards and guidelines for to help the patient to make the best use of medicine. Moreover, the GPP gives standards for facilities to be provided in the premises, like what are the furnitures to be maintained, what are the equipments to be maintained, what are the fixtures to be maintained in the pharmacy, and also provides requirement for the personnel present in it, and also the standards for the system.
So what do you mean by the standards for the system? Standards for the system means it includes the quality policy, staff training policy, service policy, audit policy, documentation system, etc. etc. So GPP-ലെ നമ്മൾ ഈ പറയുന്ന പോലെ എങ്ങനെ മെഡിസിൻ ഡിസ്പെൻസ് ചെയ്യുന്നത് പറയുന്നു. അതുപോലെ ഒരു ഫാർമസി ആണെങ്കിൽ, ഒരു കമ്മ്യൂണിറ്റി ഫാർമസി ആണെങ്കിലാകട്ടെ, ഒരു ഹോസ്പിറ്റൽ ഫാർമസി ആണെങ്കിലാകട്ടെ, അതിന്റെ പ്രൊമിസസിൽ എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വേണം, അവിടെ നിൽക്കുന്ന പേഴ്സണൽ എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് വേണം, ബാക്കി എന്തൊക്കെ ഡോക്യുമെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ സ്റ്റാൻഡേർഡ്സ് ഫോർ സിസ്റ്റം. ഇതെല്ലാം അതിനകത്ത് പറയുന്നുണ്ട് ഇൻ ഗുഡ് ഫാർമസി പ്രാക്ടീസസ്. സോ മോർ ഓവർ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് GPP framing and implementing is that over the next few years, all the pharmacies should achieve standards of practice. അതാണ് അതിന്റെ എയിം. എല്ലാ ഫാർമസിയിലും ഒരു സ്റ്റാൻഡേർഡ്സ് ഓഫ് പ്രാക്ടീസ് നമുക്ക് കിട്ടണം. ആ ഒരു എയിമിലാണ് ഗുഡ് ഫാർമസി പ്രാക്ടീസ് എന്നുള്ള ഒരു ടേം നമുക്ക് കൊണ്ടുവന്ന് ഇറ്റ് കണ്ടെയ്ൻസ് ദ ഗൈഡ് ലൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. അവരതിന് ഗൈഡ് ലൈൻസ് തരുന്നുണ്ട്, നമ്മളത് ഫോളോ ചെയ്യുക. സോ how it can be adopted? Actually, it is left to the individual pharmacies. ഏതൊക്കെ ക്വാളിറ്റി എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം, എന്തൊക്കെ ക്വാളിറ്റി പോളിസീസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, ദാറ്റ് ഈസ് ലെഫ്റ്റ് ടു ദി ഇൻഡിവിജ്വൽ ഫാർമസീസ് ഫോർ അച്ചീവിംഗ് ദിസ് സ്റ്റാൻഡേർഡ്സ്. ലൈക്ക് ദിസ് ഹാസ് ടു ബി ത്രൂ സ്റ്റാഫ് ട്രെയിനിങ് ഓർ സം കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ ഓർ സം ട്രെയിനിങ് പ്രോഗ്രാംസ് ലൈക്ക് ദിസ് CPE, അല്ലെങ്കിൽ നേരത്തെ നവീൻ സാറും സർ സാറൊക്കെ പറഞ്ഞതുപോലെ ഒരു സ്കിൽ പ്രോഗ്രാംസ്. All it can be attended and the individual pharmacy can adopt which one to be taken to improve their quality. Okay, അതാണ് ഒരു ഗുഡ് ഫാർമസി പ്രാക്ടീസിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, then again this good pharmacy practice organizes the following major roles for the pharmacist. നമ്മളെപ്പോഴും roles of pharmacist പറയുന്ന points ഒക്കെ തന്നെയാണ്. That is the prepare, obtain, store, secure, distribute, administer, dispense and dispose of medical products. Second one, provide effective medication therapy management. നമ്മൾ already പറഞ്ഞു കഴിഞ്ഞു. If you provide effective medication therapy, you can reduce that gap. Then maintain and improve professional performances. Contribute to improve effectiveness of healthcare system and public health. ഇതെല്ലാം ഫാർമസിസ്റ്റിന് വ്യക്തമായ റോളുകളുണ്ട്. So these are the major roles for the pharmacist. ഇത് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതാണ്. സാറ് പറഞ്ഞതിനകത്ത് വന്ന പോയിന്റ്സുകളൊക്കെയാണ്. Then again, the mission of pharmacy practice, there is a good pharmacy practice, is to contribute to health improvement and to help the patient with health problems to make the best use of their medicine. So നമുക്കൊരു best use of medicine patientsന് കിട്ടണമെങ്കിൽ അതിനകത്ത് again we have divided this into 6 components to this mission. First one, being readily available to the patient with or without an appointment. What do you mean by that? If you going to meet a doctor, നമ്മൾ ആദ്യം ബുക്ക് ചെയ്യുന്നു, ഡോക്ടറിനെ ടോക്കൺ എടുക്കുന്നു, have to meet them. So the pharmacist can readily available to the patient. നമുക്ക് പേഷ്യൻസിന് എപ്പോഴും ഈസിലി readily available ആയിട്ടുള്ള ഒരാളാണ് ഫാർമസിസ്റ്റ്. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്, വിത്തൗട്ട് എനി അപ്പോയിന്റ്മെന്റ്. Then identifying and managing or triggering health related problems. Then health promotion, assuring effectiveness of medicine, preventing harm from medicine and making responsible use of limited healthcare resources. So all points, all these points are the mission points of the good pharmacy practice. But in our this content, not to which is no, actually it is not included. Our today's class, it is more concentrated on the good dispensing practice. For as an introduction, I include this also. So when moving to the good dispensing practices, dispensing എന്താണെന്നൊക്കെ നമുക്കറിയാം, ഡെഫിനിഷൻസ് അറിയാം. നമ്മൾ ഇന്നലെ നേരത്തെ സാർ പറഞ്ഞ പോലെ അതിനകത്ത് പ്രിസ്ക്രിപ്ഷൻസ് വരുന്നുണ്ട്. പ്രിസ്ക്രിപ്ഷൻസ് എന്താണെന്ന് നമുക്കറിയാം. വാട്ട് ആർ ദ പാർട്സ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ, ഹൗ ടു ഹാൻഡിൽ ദ പ്രിസ്ക്രിപ്ഷൻ, ഇതെല്ലാം ഒരു ഡി ഫാം, ബി ഫാം അല്ലെ ഫാം ഡി ഓർ ഏത് കോഴ്സ് ചെയ്തവരും ഫസ്റ്റ് തന്നെ പഠിച്ചിട്ടുള്ള കാര്യം. ഓക്കെ, so what is that? Dispensing is an important part of the practice of pharmacy, in which dispenser interpret the physician's requirement on the prescription and accordingly supplies medicines for the treatment. അതാണല്ലോ നമ്മൾ ചെയ്യാം. നമുക്കൊരു പ്രിസ്ക്രിപ്ഷൻ വരുന്നു, ഫാർമസിസ്റ്റ് അത് റീഡ് ചെയ്യുന്നു, ഇന്റർപ്രറ്റ് ചെയ്യുന്നു, വിൽ ബി ഡിസ്പെൻസിങ് ദ മെഡിസിൻ. This usually involves interpreting a written prescription, but may on occasion also it includes taking instruction given by word of mouth or by telephone from the physician. ചിലപ്പോൾ റിട്ടേൺ ഓർഡർ ആവാം. അതുപോലെ ഇപ്പം സാർ പറഞ്ഞു ഡെഫിനിഷനകത്ത് ഓൾറെഡി ദർ ഈസ് എ ചേഞ്ച്, ബിക്കോസ് നമുക്ക് റിട്ടേൺ ഓർഡർ തന്നെ വേണമെന്നില്ല, ഇലക്ട്രോണിക്കലി പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാം അക്കോർഡിംഗ് ടു ദ ഫാർമസി പ്രാക്ടീസ് റെഗുലേഷൻ 2015. സോ അതിനകത്ത് നമുക്കൊരു പ്രിസ്ക്രിപ്ഷൻ വരുന്നു, നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. Sometimes you have to take instruction given by the word
of mouth or by telephone from the physician. Physician doubt on it, you can contact the physician, clarify it, or you can contact them through the telephone. Some emergency case through telephone, doctors may order the prescription to dispense to the patient. Okay, it's all called as the dispensing. So, we good pharmacy practice in premises in the area, equipments, what are the requirements, what are the equipments to be used, they're important. So, if you take especially the dispensing area, it should contain a prescription counter. Means this should be ideally, ideal prescription counter should be accessible to the client. Client means our customer or patient, preferably a separate and in a quiet location. If there are other separate section, it should be slightly away from the item. See, separate area, that's our doubt. If a community pharmacy, small pharmacy, separate areas. If you are having a large pharmacy or a large pharmacy or in a hospital pharmacy, we can have a separate section. Okay, like a physician counter, counseling section, like a delivery area. But in a small pharmacy, it is not always possible. Okay, so if you have an area, preferably be separate and quiet location. If there are other separate section, it should be slightly away from the, means maybe having some veterinary area, OTC section, cosmetic section, etc. If you have a large pharmacy or a hospital setup, we can go for it. But this anyway, the area should be clean, orderly, attractive, and within an identifying sign symbol, which can easily be identified and seen from other parts of the pharmacy. Clean, neat, it should be easily accessible. Okay. Then comes to the waiting area. Again, it's a problem with the small pharmacy. That is possible to divide your pharmacy area for a waiting one. Like waiting area, divide it more if you are having a small pharmacy. But community pharmacy, retail pharmacy, it is having a large area. In front of this, you can see some seats are arranged. That is called as the waiting area. As well as a hospital pharmacy, large hospital pharmacy, waiting area arrange. If possible, you can arrange it. A small pharmacy it is difficult. So comfortable chairs or places to sit. Then current popular health magazine and carefully selected material related to good health to keep the client busy or occupied. The waiting area. Then some pamphlets or posters related to the public or family and other individual health problems prominently can be displayed in that area. As well as directions of pamphlets or posters prepare. You can place it on this waiting area so that your client or the customer or the patient can read it. Provided if you have enough space. Areas that's a limitation of the small pharmacies. Okay. Then comes to the prescription. Prescription, I think everybody studied from your D Pharm, B Pharm level. So prescription definition is a written order or electronic direction from a registered medical practitioner or other properly licensed practitioner, such as dentist, veterinarian, etc., to a pharmacist to compound and dispense a specific medication for the patient. Prescription എന്താണെന്നൊക്കെ നമുക്കറിയാം. അതിനകത്ത് കൂടുതൽ എനിക്ക് തോന്നുന്നു കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ശരത് സാറ് പറഞ്ഞതുപോലെ now this electronic direction അത് proper formatൽ ആണെങ്കിൽ that also can be accepted according to the PPR 2015. So അതിനാണ് prescription എന്ന് പറയുന്നത്. Then prescription പറ്റി കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ what are the parts of prescription, അതിലേക്കാണ് നമുക്ക് പോവുക. Parts of prescription നമുക്കറിയാം, ഓൾറെഡി സ്റ്റഡി അത് കൂടുതൽ പറയുന്നതിൽ കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. Well aware of it. So typical prescription consists of the following parts. One is the date, date of prescription. Next, name, age, sex, and address of the patient. Patient name, age, sex, and address of the patient. At least name, age, sex, place, address. Usually that we have seen. Then comes to the superscription. Superscription is already always denoted by RX you take, that is the superscription. Then comes to the inscription.
It is the main part of the prescription, that is considered as the main part of the prescription, that is called as the inscription. Usually ingredients and quantity that we have studied during our what you call pharmacy course. We have studied inscription means it contains the ingredients and quantity. Or we can say it's the name of the medicine, that is the generic or the brand name is included in the inscription part. Then comes to the subscription, that is actually the direction of the physician to the pharmacist. That is the direction of the physician to the pharmacist. How much dose of the drug is to be dispensed for how many days. All these things is given under this subscription, that is a direction to the pharmacist by the physician. Then comes to the signature, that is another important part. That is the direction to the patient, how to take the medicine. There the pharmacist can act. Because according to the prescription, you will be dispensing a medicine. Then according to the signature, you have to give the direction to the patient. Okay, for the proper administration and the proper usage of the drug. The time drug, whether it should be between the meals, after meals, or before meals. Pharmacist role, doctor, but that should be properly conveyed to the patient by the pharmacist. Then comes to the renewal instructions. Renewal instruction in the prescription, it can be mentioned whether it has to be renewed or not. If it is renewed, how many times? So it is mainly important in case of narcotic and other habit-forming drugs. അങ്ങനെയുള്ള കേസുകളിലാണെങ്കിൽ ഈ റിന്യൂവൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത്ര ചെറിയ ഷോർട്ടായിട്ട് ബ്രീഫ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ പ്രിസ്ക്രിപ്ഷൻ, ബിക്കോസ് all of you know about the prescription and parts of prescription. Okay. Then comes to the handling of prescription. ഇതും നമ്മുടെ ഒരു ഗുഡ് ഡിസ്പെൻസിങ് പ്രാക്ടീസിന്റെ പാർട്ടായിട്ട് വരുന്നതുകൊണ്ട് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തത്. ബിക്കോസ് ഇതും നമ്മൾ പ്രിസ്ക്രിപ്ഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിൽ നമ്മൾ പഠിക്കുന്നതാണ് ഹാൻഡ്ലിംഗ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ. ദാറ്റ് ഈസ് റിസീവിംഗ് ദ പ്രിസ്ക്രിപ്ഷൻ, റീഡിംഗ് ആൻഡ് ചെക്കിംഗ്, കളക്ടിംഗ് ആൻഡ് വെയിങ് ദ മെറ്റീരിയൽ, കോമ്പൗണ്ടിങ് ആൻഡ് ഡിസ്പെൻസ്. ഇങ്ങനെയാണ് ഈ പോയിന്റ്സിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ വെൻ ഒരു പ്രിസ്ക്രിപ്ഷൻ വന്നു കഴിഞ്ഞാൽ വിൽ ബി റിസീവിംഗ് ഇറ്റ്, then reading and checking it, then collecting and weighing the material, because earlier we are doing a lot of compounding. Adani ippoഴും ആ ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിലെ പോയിന്റ്സ് അങ്ങനെ കാണുന്നു. So usually here we'll be usually collecting your material, then you are dispensing. Compounding very rarely we are doing, okay, nowadays. So the following procedure should be adopted by the pharmacist while handling the prescription for compounding and dispensing. എന്ന് പറഞ്ഞുള്ള പോയിന്റ്സ് സ്റ്റാൻഡേർഡ് പോയിന്റ്സ് അതുപോലെ വെച്ചു എന്നുള്ളതേ ഉള്ളൂ. So what we have to check in prescription by the pharmacist. നമുക്കൊരു പ്രിസ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഫാർമസിസ്റ്റ് മെയിൻ ആയിട്ട് എന്തൊക്കെ പോയിന്റ്സ് ചെക്ക് ചെയ്യണം. We can check for any error in dosage. We can check for any wrong dose or dosage form. We can check for any contraindicated drugs. We can check for any drug interactions. ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യും കൂടെ വേണം. നമ്മൾ റിസീവ് ചെയ്യുക, റീഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ചെക്കിംഗ് എന്നുള്ള ഒരു പോയിന്റ് വന്നു. ആ ചെക്കിംഗ് ആണ് നമുക്ക് serious ആയിട്ട് ചെയ്യാൻ പറ്റുന്ന points. That is, you can check for error in dosage, wrong dose or wrong dosage form. You can find out whether any contraindicated drugs, whether there is a possible drug interaction. All this can be checked. If you find any mistake, you can just refer back to the physician. നമുക്ക് നേരത്തെ പറഞ്ഞ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. We cannot change it. We can contact the physician and correct it and dispense it. Okay, അതാണ് നമ്മൾ ചെയ്യേണ്ടത് during handling of the prescription. So the next slide, what are the problems we faced while checking the prescription? That's the important thing is the eligibility problems, handwrittens, prescription. നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല, വായിക്കാൻ പറ്റുന്നില്ല, എന്താണ് എഴുതിയെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. That's a main problem pharmacists are facing. നമ്മൾ ഇതിന് കൂടുതൽ ഇലക്ട്രോണിക്സ് പ്രിസ്ക്രിപ്ഷൻസും കാര്യങ്ങളും ജനറേറ്റ് ചെയ്യുന്നതോടുകൂടി that can be നമുക്കത് കുറച്ചും കൂടെ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയും. ആ ബുദ്ധിമുട്ട് നമുക്ക് മാറി കിട്ടും വിചാരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് പ്രോബ്ലം ഇസ് ദ എലിജിബിലിറ്റി. ദാറ്റ് ഇസ് എ ഹാൻഡ് റിട്ടൺ നെയിംസ് ഓഫ് ദ പേഷ്യന്റ് മെഡിസിൻസ് ആർ ഓഫൺ ഡിഫിക്കൽട്ട് ടു റീഡ്. In case of illegibility of name, age, etc., ask the patient for the correct spelling. പേഷ്യന്റിന്റെ നെയിമും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് നമുക്ക് പേഷ്യന്റിനോട് തന്നെ ചോദിക്കാം. Eligibility is a problem requiring alertness and crucial judgment on the part of the pharmacist. ഇപ്പൊ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ മാത്രം നമുക്ക് ചോദിക്കാം. പക്ഷെ അതിനുശേഷമുള്ള പാർട്ട്, യുവർ ഇൻസ്ക്രിപ്ഷൻ പാർട്ട്, യുവർ സിഗ്നേച്ചർ പാർട്ട്, all these should be clearly mentioned. If you have any doubt,
then it should be referred back to the physician, or you have to contact your chief pharmacist or your colleagues, then try to correct it. Then also if you are not able to get the correct answer, then should not dispense the medication. Never dispense on guesswork. That's a main point. നമ്മൾ വായിക്കാൻ പറ്റുന്നില്ല, പക്ഷേ ഈ ഡോക്ടർ എഴുതുന്ന ഇങ്ങനെ തന്നെ ആയിരിക്കും, എഴുതിയിരിക്കുന്ന വൈ അല്ലെ ഈ ആയിരിക്കും എന്ന് നമ്മൾ വിചാരിച്ചിട്ട് ഷുഡ് നോട്ട് ഡിസ്പെൻസ് എനി ഡ്രഗ്. ബിക്കോസ് നമ്മളൊരു ഡ്രഗ് മാറി കൊടുത്തു കഴിഞ്ഞാലുള്ള സീരിയസ്നെസ് നിങ്ങൾക്ക് അറിയാം. ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ചീഫ് ഫാർമസിസ്റ്റ് ദെൻ, ഓക്കെ, അല്ലെങ്കിൽ രജിസ്ട്രേഡ് ഫാർമസിസ്റ്റ്. സോ അങ്ങനെ എലിജിബിലിറ്റി പ്രോബ്ലം ഉണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ സെയിം, ദെൻ ഷുഡ് നോട്ട് ഡിസ്പെൻസ് ദ സെയിം. Okay, never dispense on guesswork. That's the points to be noted. Okay. Then careless handwriting and similarity in spelling of names of different drugs add to the difficulty. കുറെ ഡ്രഗ്സുകൾ ഉണ്ടാവും, മേ ബി ഞങ്ങളെക്കാളും അക്കാഡമിക്സ് ഇരിക്കുന്ന നമ്മളെക്കാളും കൂടുതലായിട്ട് ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് യു ക്യാൻ ഈസിലി ഐഡന്റിഫൈ ദ സിമിലർ നെയിംസ്, ആൻഡ് സിമിലർ നെയിംസ് ആയിരിക്കും, ചെറിയ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ, ബട്ട് ദ ആക്ഷൻ ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. ഉള്ള കുറെ ഡ്രഗ്സുകളുണ്ട് വരുന്നത്. സോ ഇറ്റ് ഷുഡ് ബി വെരി കെയർഫുള്ളി ഡിസ്പെൻസ്ഡ്. കുറച്ചൊരു എക്സാമ്പിൾസ് മാത്രമായിട്ട് ഞാനത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് എക്സാമ്പിൾസ് ഓഫ് റീഡിംഗ് എറേഴ്സ് യൂഷ്വലി occurs. One is matrix and matrix, only Z and X, the difference. You can see that. So sometimes we read it as matrix. Both are matrix, but if it is Z, it is a metronidazole, whereas if it is a X, it's a glucosamide. Two different drugs with the two different, is given in two different conditions. That is a problem. So when handwriting is illegible, the best thing to do is contact the physician over the phone and confirm it first. Then remember, you are dealing with the medicine and thus the lives of the patients. So be sure of what you are dispensing. Imagine the disastrous consequence of dispensing the wrong medicine. Never dispense on guesswork. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സ്ലൈഡിൽ തന്നെ പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വായിക്കാൻ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഷുഡ് നോട്ട് ഡിസ്പെൻസ് ദ ഡ്രഗ്. സോ നെവർ ഡിസ്പെൻസ് ഓൺ guesswork. Then again, some examples, another examples I have given, that is examples of confused names. Like your short forms may be sometimes used like AZT, AGT, that is azithromycin and gingerol. So again, two different action is really different. Then again, Alspan and Alpan. One is iosine butyl bromide and second one is loratadine. Then Metlong and Metlog. One is metformin, another one is metoprolol. So there are a lot of examples you can see which is having confusing name. So because of ineligible writing, if you are confused, you clarify it or clarify with your physician or the doctor. After that, you dispense it when doing the dispensing. Okay. Then completeness and correctness. The prescription serves as a vehicle for communication from the licensed practitioner to the dispenser about the pharmaceutical care of the patient. So what are the details to be checked for? How to check the details of the physician, patient's details, and product details. In a moon heading, usually in prescription, parts may not be in a specified format. You are getting the prescription may not be in a specified format. Content, subheadings, but at least you check whether the physician name and from which clinic it is prescribed. Patient details, you can check it. And don't patient details check because that it is given whether it's a male, what is the age of the patient, age whether the prescribed medication is of a proper dosage, proper dose, number of doses, other when you are checking the patient details. Then what has to be checked under the product details? Checking the product details will include checking name of the product, the dosage form, strength and potency of the medicine, total amount to be dispensed and its availability, dosage and direction for use, frequency of administration. Usually what we are doing will be just reading the name. If it is difficult to read, we will contact some other person. Chief pharmacist or colleagues or assistant pharmacist.
what you call the STEM pharmacy അല്ലെങ്കിൽ pharmacy qualification അല്ലാത്തവർ, അവർക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നുണ്ടാവും. ഒരു വർഷങ്ങളായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അവരോട് ചോദിക്കുന്നു, മരുന്ന് വായിക്കുന്നു, we will be dispensing the same. Whether we'll be checking the patient details, നമ്മൾ ചെയ്യണം. That is important thing. നമ്മൾ എന്ത് പേഷ്യൻ്റ് ആണ്, ഏജ് എത്ര, അത് നമ്മൾ ചെക്ക് ചെയ്യണം. Then dosage form ഏതാണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, what is the strength or potency of the medicine prescribed, whether it is proper or accurate, ഇതൊക്കെ ഫാർമസിസ്റ്റിന് നോക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. Then total amount of to be dispensed and its availability, dosage and direction for use, അത് യൂഷ്വലി നമ്മൾ എഴുതുന്നുണ്ടാവും. അറ്റ്ലീസ്റ്റ് കൂടുതൽ കൗൺസിലിങ്ങും കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും when you are dispensing you will be writing 1 in 3 times 1 എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ എഴുതാറുണ്ട്. അല്ലെങ്കിൽ വെള്ളത്തിന്റെ കൂടെ ചേർത്തിട്ട് കഴിക്കണം, ബിഫോർ ഫുഡ്, ആഫ്റ്റർ ഫുഡ്, അതൊക്കെ നമ്മൾ അറ്റ്ലീസ്റ്റ് മെൻഷൻ ചെയ്യുന്ന ഇപ്പോൾ ഫാർമസികളിൽ കാണുന്നത്, ക്ലിയർ ആയിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. ദെൻ വാട്ട് ഇസ് ദ ഫ്രീക്വൻസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അത് രണ്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. സോ എല്ലാ പോയിന്റ്സും നമ്മൾ ചെയ്യുന്നതായിട്ട് പലപ്പോഴും കാണുന്നില്ല, because even prescription is not given in a specified format. That's another thing. But pharmacists should be aware of all those things. ജസ്റ്റ് കുറച്ച് പ്രിസ്ക്രിപ്ഷനെ കുറിച്ച് പറഞ്ഞു വന്നുകൊണ്ട് വളരെ കുറച്ച് ഷെഡ്യൂൾസ് മാത്രം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കുറെ ഷെഡ്യൂൾസ് ഉണ്ട്, നമ്മളെല്ലാ ഷെഡ്യൂൾസ് ഒന്നും വെച്ചിട്ടില്ല. ചില ഷെഡ്യൂൾസിനെ മാത്രം കുറച്ച് ഒരു 1-2 എക്സാമ്പിൾസ്, ഇങ്ങനെ എക്സാമ്പിൾസ് ഇല്ല, എന്താണ് ഈ ഷെഡ്യൂൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. We know that there are different schedules. There are different schedules for application also. Application numbers നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുമ്പോൾ റെഗുലേറ്ററി റിക്വയർമെന്റ്സ് കുറെ ആപ്ലിക്കേഷൻസ് ഷെഡ്യൂൾസ് ഒക്കെ പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടില്ല. Given only few. That is Schedule A, which contains various forms and formats of letters of application, of licensing, etc. That comes under Schedule A. Then Schedule C, many of you knowing, that contains various biological products and their regulations, like your serum, etc. Schedule E contains various poison and their regulations. Schedule F contains regulations and standards for running a blood bank. F1 contains regulation and standards for vaccines. F2 contains a regulation and standard for surgical dressings. Then F3 contains the regulations and standards for umbilical tapes. Then FF, this contains a regulation and standards for ophthalmic ointments and solutions. Schedule M, of course, is a good pharmacy practice, like contains various regulations for manufacturing premises, waste disposal and equipment. That is a Schedule M. Then Schedule N contains various regulations and requirements for a pharmacy. നമ്മൾ ആദ്യം സെറ്റപ്പ് ചെയ്യുമ്പോഴേ pharmacy setup we will be following the Schedule N. Then Schedule P contains regulations regarding life period and storage of various drugs. Then comes to the Schedule G. Usually it is given only under the medical supervision. So over the drugs, it is that caution is given. It is dangerous to take this preparation except under medical supervision. Example item just പോകുന്നില്ല. Then Schedule H, you have seen that it is to be sold by the retail on the prescription of a registered medical practitioner only. നമ്മൾ H കണ്ടിട്ടുണ്ട്. Now we have another one that is called as the Schedule H1. Schedule H1. So what is Schedule H1? This is also a prescription only medicine, but they're subject to more stricter regulation. That is a H1. Okay. So the drug is labeled with a symbol of RX, usually in red in color, if it is a Schedule H1. Or we can say it's a subcategory of Schedule H. We can say it's a subcategory of Schedule H. So you have to keep a separate register for H1 drugs. It includes several antibiotics, anti-TB drugs, some habit-forming drugs, like example I can say is like alprazolam, tramadol. All this and some antibiotics, all this comes under Schedule H1. I think about 48 to 50 drugs or 47 to 50 drugs comes under number Schedule H. So you have to keep separate register for Schedule H1, that which is very carefully should be used, this Schedule H1. Then Schedule O contains various regulations and requirements for record keeping. Then comes to the Schedule X. All the regulations of Schedule H also apply for Schedule X. But the retailer must keep a copy of prescription for 2 years. The drug must be kept under lock and key, and this is responsible of the pharmacy in charge to keep this drugs under the lock and key. കുറച്ച് ഷെഡ്യൂളും കൂടെ പറഞ്ഞു പോയി എന്നുള്ളൂ, because we have started with the good pharmacy practice and എന്താണ്
ഗുഡ് ഫാർമസി പ്രാക്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ബിക്കോസ് ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ 1992 ബൈ ദ FIP. നമ്മൾ പറഞ്ഞു ആ ഫാർമസി പ്രാക്ടീസ് എന്ന് പറയുന്നത് there are a set of guidelines or regulation given to improve the standards of pharmacy. So അതിനകത്ത് പല ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഫോർ പ്രെമിസസിന് ഗൈഡ് ലൈൻസ് ഉണ്ട്, കമ്മ്യൂണിറ്റി ഫാർമസിയിൽ എന്താ ചെയ്യേണ്ടത്, പേഴ്സണൽസിന് എന്താണ് ചെയ്യേണ്ടത്, വാട്ട് ആർ ദ ക്വാളിറ്റി സിസ്റ്റംസ് ടു ബി ഫോളോഡ്, അങ്ങനെ കുറെ ഗൈഡ് ലൈൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഓരോ ഫാർമസിക്കും നമുക്ക് സെലക്ട് ചെയ്യാം നമ്മുടെ ഗൈഡ് ലൈൻസ്. ദെയർ ബൈ യു ക്യാൻ ഇംപ്രൂവ് യുവർ സ്റ്റാൻഡേർഡ്. അതാണ് ഗുഡ് ഫാർമസി പ്രാക്ടീസ് കൊണ്ട് ഉദ്ദേശിച്ചത്. Then comes to the good dispensing practice. നമ്മൾ ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷനിലേക്ക് പോയി. വാട്ട് ഈസ് ഡിസ്പെൻസിങ്, വാട്ട് ഈസ് പ്രിസ്ക്രിപ്ഷൻ, what is parts of prescription, how to receive the prescription, how to dispense it. അത് പറഞ്ഞു വന്നപ്പോൾ ഒന്ന് രണ്ട് ഷെഡ്യൂൾസ് ഒന്ന് മെൻഷൻ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ഷെഡ്യൂൾസിന്റെ കുറച്ച് കാര്യങ്ങളും പറഞ്ഞു. Then again, if you come back to the dispensing, their communication skill is important. That is communication skill in dispensing. So communication is comprised of both non-verbal and verbal components. Okay, നമുക്കറിയാം നമ്മളിപ്പം ഒരാളടുത്ത് സംസാരിക്കുന്നു. Verbal communication and non-verbal communication both are important, especially in a pharmacy or in a community setup or in a drugstore, because നമ്മളുടെ എന്താ പറയാ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ജസ്റ്റേഴ്സ്, നമ്മുടെ സ്പേഷ്യൽ എക്സ്പ്രഷൻ, അതുപോലെ നമ്മൾ സംസാരിക്കുമ്പോഴുള്ള നമ്മുടെ ടോൺ, വോളിയം, സ്പീഡിയം, ക്ലാരിറ്റി, എവരിതിങ് വിൽ കൗണ്ട്. ഇത് രണ്ടുമാണ് നമ്മൾ ഇതിനകത്തായിട്ട് ഡിവൈഡ് ചെയ്തത്. ദാറ്റ് ഈസ് അണ്ടർ non-verbal communication and the verbal communication. So under the non-verbal communication is a system consisting of range of features often used together to aid expressions. That includes kinesics, means the body language, gestures, facial expression, our eye contact, our proxemics. Proxemics means nothing but the space between your client and you. Very convenient അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള എന്താ പറയാ ചിലർക്ക് ഒരു സ്പേസ് വേണ്ടി വരും ബിറ്റ്വീൻ ദ സ്പേസ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ പ്രോക്സിമിറ്റി. ഓക്കെ, ഇതൊക്കെ ചിലർ കൗണ്ട് ചെയ്യും. ചിലർ നിന്നോണം സംസാരിക്കുമ്പോൾ ഒരാൾ ഇരിക്കുകയായിരിക്കും, അത് അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യും മനസ്സിലാവില്ല. ഇഫ് യു സ്റ്റാൻഡ് ആൻഡ് ദേ സിറ്റ്, ദേ വിൽ ബി മോർ കംഫർട്ടബിൾ. അതൊക്കെയാണ് അതിനകത്ത് ഉദ്ദേശിച്ചത്. ആൻഡ് യുവർ ബോഡി ലാംഗ്വേജ്, നമ്മളിപ്പോൾ ഏത് പ്രിസ്ക്രിപ്ഷൻ കിട്ടിയാലും എന്ത് കിട്ടിയാലും യു ഷുഡ് നോട്ട് ഷോ എനി എക്സ്പ്രഷൻ. നമ്മളൊരു വലിയൊരു പ്രശ്നമുള്ള സാധനമായിട്ടോ കുഴപ്പമില്ല ഒന്നും നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറയാൻ പാടില്ല. ഷോ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ആയിക്കോട്ടെ, നമ്മുടെ ജസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഐ കോണ്ടാക്ട് ആയിക്കോട്ടെ, അതുപോലെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ സ്പേസിംഗ് ബിറ്റ്വീൻ യുവർ ക്ലയന്റ് ആൻഡ് യു, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ്സ് കംസ് അണ്ടർ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇഫ് യു ഗോട്ട് ടു ദി വെർബൽ കമ്മ്യൂണിക്കേഷൻ ടേക്കൻ പ്ലേസ് യൂസിംഗ് ദ മീനിങ് ഓഫ് വേർഡ്സ്, ഇറ്റ് ക്യാൻ ബി സ്പോക്കൺ ഓർ റിട്ടൺ. അത് രണ്ടുമാണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ കൗൺസിലിംഗ് പോലെ ഇങ്ങനെ കഴിക്കണം പറഞ്ഞു കൊടുക്കുന്ന സംസാരിക്കുന്ന ആവാം, അല്ലെങ്കിൽ റൈറ്റ് ചെയ്ത് കൊടുക്കുന്ന ഡയറക്ഷൻസ് ആവാം. ബോത്ത് ആർ വെർബൽ കമ്മ്യൂണിക്കേഷൻസ്. ഓക്കെ, സോ വെൻ യു ആർ യൂസിംഗ് ദ ലാംഗ്വേജ് ഷുഡ് ബി സിമ്പിൾ. ദ ടോൺ, വോളിയം, സ്പീഡ്, എവരിതിങ് ഷുഡ് ബി ഗുഡ്. ഓഡിബിൾ ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, അവർക്ക് മനസ്സിലാവണം. ദാറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് തിങ്. നമുക്കറിയാം നമ്മുടെ ഒരു പേഷ്യന്റ് കൗൺസിലിംഗ് അല്ലെങ്കിൽ അവർക്ക് കറക്റ്റ് ആയിട്ട് ഡയറക്ഷൻസ് പറഞ്ഞു കൊടുക്കാം എന്നുള്ള നല്ല ഉദ്ദേശത്തോട് ചെന്നാൽ തന്നെ പേഷ്യൻസ് ദേ മേ നോട്ട് ബി ഇൻട്രസ്റ്റഡ് ടു ഹിയർ. അതാണ് സംഭവം. നമുക്ക് അധികം അവർക്ക് കേട്ടോണ്ടിരിക്കാനുള്ള താല്പര്യം അധികം ആൾക്കാർക്ക് ഉണ്ടാവില്ല. സോ നമ്മളത് പെട്ടെന്ന് സിമ്പിൾ ലാംഗ്വേജിൽ ചെറിയ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുക. നമ്മളിപ്പോൾ ഇതിനകത്ത് പേഷ്യന്റ് കൗൺസിലിംഗിന്റെ കാര്യങ്ങളൊക്കെ നമ്മളിതിനകത്തൊക്കെ വരുന്നുണ്ട് നെക്സ്റ്റ് സ്ലൈഡ്സിൽ. പക്ഷേ അത് എഫക്റ്റീവായി മോർ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റൽ ഫാർമസി സെറ്റപ്പിലൊക്കെ പറ്റുന്നുള്ളൂ. ഒരു കമ്മ്യൂണിറ്റി ഫാർമസിയിൽ നമുക്ക് അത്രയും എഫക്റ്റീവായിട്ട് അത്രയും എന്തൊക്കെ പോയിന്റ്സ് ആണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞുള്ള രീതിയിലുള്ള ഒരു കൗൺസിലിംഗ് may not be possible in a community pharmacy setup. അതാണ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പെട്ടെന്ന് എഴുതി കൊടുക്കേണ്ടി വരും. സോ ദാറ്റ്സ് ലാംഗ്വേജ് ആൻഡ് എവരിതിങ് ഷുഡ് ബി സിമ്പിൾ, ആൻഡ് ടോൺ, വോളിയം, സ്പീഡ്, എവരിതിങ് ഷുഡ് ബി ക്ലിയർ. So when you are counseling or giving advices, your non-verbal and verbal communications are important. Then comes to the patient counseling. Then I am parayna idu kayina adutha next patient counseling varunundu I am parayanalla kaaranam. Okay, patient counseling is what you say, it refers to the process of providing information, advice and assistance to help the patient to use their medications appropriately. അതിനു വേണ്ടിയിട്ടാണ് പേഷ്യന്റ് കൗൺസിലിംഗ് കൊണ്ടുവരുന്നത്. ബട്ട് ഇറ്റ് ഈസ് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ അതിന് എത്രമാത്രം അക്സെപ്റ്റൻസ് ഉണ്ട്. അത് ഇല്ലാതാകാനുള്ള കാരണവും നമ്മൾ തന്നെ എന്ന് തന്നെ പറയേണ്ടി വരും. ബിക്കോസ് ഇഫ് യു ആർ വർക്കിംഗ് ആസ് എ ഫാർമസിസ്റ്റ്, യു ഡു യുവർ വർക്ക് ഫോർ 24 hours അല്ലെങ്കിൽ ഷിഫ്റ്റ് വൈസിൽ എപ്പോഴും ഫാർമസിയിൽ ഫാർമസിസ്റ്റ് തന്നെ വേണം.
pharmacy practice regulation you should wear your apron, nameplate, everything. നമ്മൾ അവിടെ തന്നെ ഒരു ആളുണ്ടാവണം. അവർ തന്നെ ആയിരിക്കണം ലാസ്റ്റ് മെഡിസിൻ കൊടുത്തിട്ട് ക്ലയന്റ് അല്ലെങ്കിൽ യുവർ പേഷ്യന്റ് അല്ലെങ്കിൽ കൺസ്യൂമറിന് ഡയറക്ഷൻസും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണ്ടേ. അങ്ങനെ വരുമ്പോഴാണ് we can improve the standards. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവുള്ളൂ, സമൂഹത്തിന് മനസ്സിലാവൂ. അതാണ് വേറൊരു പ്രോബ്ലം. ഓക്കെ, സോ there are different steps in patient counseling. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. When we are talking about the patient counseling, there are different steps. Like those who are studied under B.Pharm or Pharm D, they have studied in detail. But about patient counseling, what are the different steps in patient counseling? ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടാണോ? ഞാൻ അതങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചില്ല, ജസ്റ്റ് പോയിന്റ് ആയിട്ട് ജസ്റ്റ് വെച്ചു എന്ന് മാത്രം. സോ ഇത് നമുക്കൊരു കമ്മ്യൂണിറ്റി ഫാർമസിയിൽ എത്രമാത്രം അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ വിൽ ട്രൈ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പറഞ്ഞു കൊടുക്കുമ്പോഴെങ്കിൽ ഇങ്ങനെ പോയിന്റ്സ് ഉണ്ടെന്നെങ്കിൽ നമുക്കറിയാം. So the first term, meeting the patient and introduction. Then tell the patient about the medicine and their importance. Update the patient medication profile with his or her contribution. That is important. Update the patient medication profile with his or her contribution. Evaluate what patient knows and understanding about the prescribed medicines. Estimate what the patient expects regarding the medicine. Discuss the information required by the patients. Prompt the patient to share the concerns or question. That is also important. Verify patient's understanding of information. One conclusion of the counsel. ഇത്രയും പോയിന്റ്സ് ആയിട്ടാണ് നമ്മൾ പറയാം. ഇത്രയും പോയിന്റ്സ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും what we can do, we can have an active conversation with the patient. So that time the pharmacist should be alert to the occurrence of any adverse effect to the medicine during your active conversation with the patient. Then that should be recorded in the patient medication record. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ പറഞ്ഞ് patient medication profile ഒക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. When you are speaking to the patient, you should be alert. അവരെന്താണ് പറയുന്നത്, കഴിച്ചപ്പോൾ എന്ത് പ്രശ്നം വന്നു പറയുന്നത് നമ്മൾ അലേർട്ട് ആയിരിക്കണം. And we have to identify whether it is going to be a serious adverse reaction or a small side effects that നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ വി ഷുഡ് ബി അലർട്ട്. നമുക്കതൊരു സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്, അതൊരു ഡ്രഗിന്റെ ഒരു പ്രോബ്ലം ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വി ക്യാൻ മാർക്ക് ഇറ്റ് ആസ് ആൻ adverse reaction. Okay, so that you can mention in the patient medication record. അപ്പോൾ പേഷ്യന്റിനെ പ്രോപ്പറായിട്ട് കൗൺസിൽ ചെയ്യുക, ഫാർമസിസ്റ്റ് അലേർട്ട് ആയിട്ടിരിക്കുക. If anything found as an adverse one should be noted down. So നമുക്കൊരു adverse reaction നോട്ട് ചെയ്യാൻ പറ്റി എങ്കിൽ how it can be assessed, how it can be monitored, and how it can be reported. So before that, what is adverse drug reaction? A adverse reaction is a response to a drug which is noxious and unintended and which occurs at doses normally used in man for the prophylaxis, diagnosis, or therapy of disease, or for the modification of physiological function. നമ്മളൊരു നോർമൽ ഡോസിൽ നമ്മൾ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു അൺഇൻറ്റൻഡ് റിയാക്ഷൻ, നോഷ്യസ് റിയാക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നമുക്ക് അഡ്വേഴ്സ് റിയാക്ഷൻസ് എന്ന് പറയാൻ പറ്റും. So adverse drug reaction monitoring is a process of continuously monitoring of the undesirable effect suspected to be associated with the use of medicinal products. നമ്മളൊരു കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ആണ്. ഒരാളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കേഷൻ റെക്കോർഡിൽ അത് പോയിന്റ് ഔട്ട് ചെയ്യുന്നു. Then you have to find out whether it is a serious one. That is called as a signaling and monitoring and reporting. ഇതൊക്കെ നമ്മൾ അതിനകത്ത് പിന്നീട് ചെയ്യേണ്ടിയിരിക്കുന്നു. Okay, see the next slide. So what are the next steps involved in ADR monitoring? Identify the drug reaction, ADR reaction. Then you can assess its causality between the drug and suspected reaction by using your various algorithm. You can use various algorithm to find out whether it's a serious one or a definite one. You can use it. എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പറഞ്ഞു, when you are speaking with your patient, you pharmacist should be alert and you noted down any unintended reaction. So thereby you will be identifying an ADR. Next term, assessing the causality means for that you have to use different algorithms like different scales. നമ്മൾ ഓരോ സ്കെയിൽ പോലുള്ള സെറ്റപ്പുകളുണ്ട്. അത് ഫാം ഡി പോലെ കോഴ്സുകൾ ചെയ്ത കുട്ടികൾക്കറിയാം, അവരത് പഠിച്ചിട്ടുണ്ട്. Say example, I can say one algorithm, that is the Naranjo scale, is usually studying the curriculum. Means it consists of usually, I think it consists of 10 questions.
that has to be answered yes or no or don't. 10 questions are scale and standard scale on. Otherwise, a questions whether answer whether it is yes, no, or don't. Okay, so based on their answers, is be having different values like 0, 1, 2, etc. നമ്മുടെ ആൻസറിന് അനുസരിച്ച് ഓരോ പോയിന്റ്സ് അതിനകത്ത് അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. 0 ആയിരിക്കാം, 1 ആയിരിക്കാം, 2 ആയിരിക്കാം, എക്സെട്ര അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. So the final score is the sum of the single component of the score. The final score എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ സ്കോർ എല്ലാം കൂടെ കൂട്ടും. Okay, if the total score is greater than 9, the total score is going to be the greater than 9, we can say it is a definite idea. അതാണ് നമ്മൾ ക്ലാസ് ക്വാളിറ്റി അസൈൻ ഓരോ സ്കെയിൽസ് ഉണ്ട്, പല മെത്തേഡുകൾ യൂസ് ചെയ്തിട്ട് അതിൽ ഞാൻ ഒരു മെത്തേഡ് ഇവിടെ എടുത്ത് പറഞ്ഞു എന്നുള്ളത് എന്താണ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അറിയാൻ പറ്റും. So this can be effectively practiced in an hospital pharmacy sector. That's what I think. In community pharmacy, it is very difficult actually. Then, if you find out by using the algorithms and idea, you document it in the patient medication record. Then, what the serious areas of the pharmacovigilance, regional pharmacovigilance centers we have in Kerala too, or the CDSO directly in a specific format. You have to enter everything and you report to the pharmacovigilance center. Then who should report? ആരൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യാം? Of course, pharmacists can report. നമ്മളാണ് ഏറ്റവും കൂടുതൽ പേഷ്യന്റ് കൗൺസിലിംഗ് ചെയ്യുന്നത്. അതുപോലെ തന്നെ doctors can report, nurses can report, other healthcare professionals can report, or medical officers can report the same these areas to the pharmacovigilance centers. Then another problem seen with the prescription is the drug interaction. Usually you can see there are lot of drug interaction due to the ignorance while prescribing the medicine. ചിലപ്പോൾ ഒരു ignorance കൊണ്ടോ അറിയാതെയോ ഒക്കെ എന്തുണ്ടാവാം, interactions ഉണ്ടാവാം. That may be a drug interaction or a drug food interaction. Drug interaction എന്ന് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് lot of examples കൊടുക്കാൻ പറ്റും. There are lot of examples for drug interaction. നമുക്കറിയാം, action of one drug is modified by the prior or concurrent administration of another drug or the same drug. We can say it's a drug interaction. Interaction with other drugs ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക. Next, interaction with endogenous physicochemical agencies. Physicochemical agencies ആയിട്ട് interaction drug ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ usually classic example what you have studied in theory is the MAO. That is a monoamino oxidase inhibitors with other drugs, and MAO with tyramine containing food, MAO നമ്മൾ ചീസ് റിയാക്ഷൻ, നമ്മൾ കുറെ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നത്. Okay, actually what is the problem with MAO is a monoamino oxidase. When we are giving the inhibitor, it inhibits the amino oxidase that is given for the antidepressant action. So it won't remove the your neurotransmitters. Okay, if you give MAO, it won't remove the neurotransmitters because it is given for antidepressant reaction. When we will be taking some epinephrine or tyramine containing food, means the level of this epinephrine and the tyramine increases because of MOI. So thereby there is a sharp increase in blood pressure. That is an interaction actually happened. There are a lot of interaction we can give with the drug interaction. ഇപ്പോൾ എല്ലാം പറയാൻ പറ്റില്ല. ഇപ്പൊ അതിന്റെ എഴുതിയ ഒരു ഇന്ററാക്ഷന്റെ ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇന്ററാക്ഷൻ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഒത്തിരി ഇന്ററാക്ഷൻസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കിട്ടും. അതുപോലെ തന്നെ ഇന്ററാക്ഷൻസ് with the chemicals used in diagnosis test or the results of such tests like oral contraceptives and glucose tolerance test. If you are taking an oral contraceptive and you have conducted a glucose tolerance test, you will get a wrong result. That is we do to the interaction. Okay. Kore interactions നമുക്ക് പറയാൻ പറ്റും. Some of the examples again I have given here, like AC inhibitor with metformin, which enhances the hypoglycemic effect of metformin. Then alcohol and metformin increase the risk of lactic acidosis. Then again MAO, I'm not explaining again and again with the examples. Then another example which is not given under this is the propranolol and asthma. If you take the propranolol, it makes the muscle that hurt to breathe to the tighten. നമുക്ക് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന മസിലിനെ ടൈറ്റ് ആക്കും. So that may leads to asthma attack. That is the problem with if an asthmatic patient is having propranolol. That is also another problem. Then beta blockers in that examples in പറയുന്നത് usually with metformin. I'm just skipping all this.
So ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് handling the prescription, what is prescription, how you are handling the prescription, how to dispense your drug to the patient, what are the things to be taken care of when you are dispensing the medication to the patient, then how to give direction to the patient regarding the administration of the drug, how to conduct patient counseling. Then when we are doing the patient counseling, how we can detect the ADR. If you are detecting ADR, what to do next, that should be reported to the pharmacovigilance centers. ഇതെല്ലാം പ്രിസ്ക്രിപ്ഷനുമായിട്ടും പേഷ്യന്റുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് കംസ് ടു ദി അഗൈൻ ബാക്ക് ടു ഫാർമസി. ദ ടേം കംസ് ഇസ് ദ പർച്ചേസിംഗ്. പർച്ചേസിംഗിലേക്ക് എത്തി. ഓക്കെ, നമ്മൾ മെഡിസിൻ പർച്ചേസ് ചെയ്താലേ നമുക്ക് ഡിസ്പെൻസ് ചെയ്യാൻ പറ്റൂ. സോ ദ ഫാർമസിസ്റ്റ് ഹാസ് ടു നോ ഹൗ ടു പർച്ചേസ് എ മെഡിസിൻ. Purchasing we can define as a process of acquiring the supply through purchases from the manufacturers. It starts with the framing or buying policies and ends with receiving, stocking and payment. So purchasing എന്ന് പറയുമ്പോൾ സാധനം മേടിക്കുക മാത്രമല്ല. നമ്മൾ അതിന് starts from framing the buying policy, whether we have to go for rate policy, നമുക്ക് പല കോൺട്രാക്ട് പോളിസീസ് ഉണ്ടാക്കാം. Okay, make a policy for the individual pharmacy how to purchase it, and ends with receiving, stocking and payment. നമുക്ക് പർച്ചേസ് ചെയ്ത സാധനം കിട്ടുക, അത് നമ്മൾ എന്ത് ചെയ്യുക, ബൈ ചെയ്യുക, അതുപോലെ എൻഡ്സ് വിത്ത് റിസീവിങ്, അതിനെ പ്രോപ്പറായിട്ട് സ്റ്റോക്ക് ചെയ്യുക, അതിന്റെ പേയ്മെന്റും കൊടുക്കുക. അപ്പോഴാണ് പർച്ചേസിങ് കഴിയുക. അപ്പോഴാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പർച്ചേസിങ്ങിന്റെ കഴിയുന്നത്. ഓക്കെ, okay. Then what are the different methods of purchasing? Direct purchase from the manufacturer or their regional centers. You can directly manufacture from the purchase from the manufacturers or their regional centers, or you can direct purchase from the wholesale or stockists, or by open tenders or restricted tenders or quotation invitation. Then purchase through competitive negotiation, purchase through contract like your what you say, fixed quantity contract or running contract or rate contract. Then local purchase, you can go for a local purchase. Then in-house manufacture of medicine in hospital. പല രീതിയിൽ method of purchasing നടത്താം. That is depends on the individual pharmacy. അത് ഓരോരുത്തരെയും individual pharmacyയിലെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. Okay, so directly you can purchase from the wholesaler, or you can invite open tenders or quotations. Then you can compare it with, and you can place the order, or competitive through the competitive negotiation, or purchase through the contract, like number one rate contract or running contract, etc., etc. The difference is that in rate contract, what we have to do is you will be purchasing the item for the time period. It is fixed for a set of defined quantity size. When we are going for a running contract, what it means that the validity regarding the quantity is flexible if you go for running contract. That's the difference. So that we can decide which type of method of purchasing can be adopted. That is, individual pharmacy can think about it. Then steps involved in purchasing: selection of medicine and fixing the order quantity. And this is to be done based on the needs of the pharmacy management, patients and the prescriber. നമുക്ക് ഓരോ ഫാർമസിയിൽ നോക്കി അറിയാം what is എത്രമാത്രം ഡ്രഗ്സുകൾ സെൽ ആകുന്നുണ്ട്, what is the requirement of that pharmacy. Based on that requirement, we have to fix it. Then identify the financial position. നമ്മളെ financial position നോക്കണം. Then the available finance for the procurement has to be assessed before placing the order. Then identification of the procuring method. നമ്മൾ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞു. The hospital has to choose a suitable procurement method, like whether how to go for annually, half yearly, quarterly, or monthly. Then identification of dependable sources of supply. Pala wholesalers, direct sellers, okay, now. So you have to identify the dependable source of supply. The best suitable supplier has to be identified and selected for the item to be ordered. Then you have to go for negotiating and finalizing the suitable purchasing term. Then purchase term have to be discussed and finalized before initiating the transaction. ആദ്യം തന്നെ അതെല്ലാം ഫൈനലൈസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ടൈമിൽ പോയിട്ട് അത് പിന്നീട് ബുദ്ധിമുട്ടാകാൻ പാടില്ല. Then transferring the title items from the supplier to the pharmacy, monitoring the status and consumption trend. ഇതെല്ലാം നമ്മൾ
should be taken care of while you are giving the order for purchasing. And I will detail slides. So details points. Then comes to the inventory. This inventory control is an operation of continuously arranging receipts and issue in such a way to ensure that stock balance in quantity and values are adequate to support the current rate of consumption at all times with due regard the economy. That's important. So inventory in the it means what you say, it's a coordination and the supervision of the supply, storage, distribution, and recording materials to maintain quantities adequate for current needs without excessive oversupply or loss. ഒരു ടൈം പീരീഡിൽ എത്ര ക്വാണ്ടിറ്റി വേണം, അവിടെ കുറവ് വരാനും പാടില്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകാൻ പാടില്ല, കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തു വെക്കാൻ പാടില്ല. സോ വിത്തൗട്ട് എനി എക്സസീവ് ഓവർ സപ്ലൈ ഓർ ലോസ്, ആ രീതിയിൽ ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യാം. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദി ഇൻവെന്ററി കൺട്രോൾ. സോ ഇവിടെ നമുക്ക് ഫാർമസിസ്റ്റിന് ഒരു മേയറുണ്ട്. നമുക്കറിയാം ഏതൊക്കെ ഡ്രഗ്സ് ആണ്, എപ്പോഴൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചെലവാകുന്നത്, ഏതൊക്കെയാണ് ചെലവാകാത്തതിന്റെ ഇതെല്ലാം നോക്കിയിട്ട് വേണം you have to make the order. So what is the objectives of this inventory control? To place the order for fast moving items having high consumption rate, to helps to provide drug to the patient at most economical cost. Good management in purchase and supply can save up to 30% of the total cost. It can avoid out of stock situation. The 2 points are important. Good management in purchase and supply can save up to 30% of the total cost. Wasted drug like money. Then can avoid, which is a good inventory, can avoid out of stock situation. So there are some inventory control principles. One is called as the 2-bin system or fixed order quantity system. Means is assume 2 bins having different levels of entire stock of the item. So 1 bin holds the reserve supply of material equal to the quantity and the quantity that will normally be consumed during the lead time plus an extra amount for safety stock. And the other bin holds the balance of the inventory. So, two bin system automatic. We will be having a reserve supply of material equal to the quantity that will normally be consumed during the lead time plus an extra amount for the safety. Lead time means someone to purchase a order drug pharmacy formula time, that is called as the lead time. Our lead time like when the drug or extra plus an extra stock. That's 1 bin. Another bin holds the balance of the inventory. So if you have this 2-bin system means out of stock situation. That's the main thing. In system, the orders are placed based on the stock position, not on the time interval. Quarterly order is placed. In one pharmacy, you can see that based on the quantity or the stock position, orders are placed. Then the system following. Another one is the cyclic system. Here the stock levels are viewed at a definite time intervals or time. The order time is fixed. The order quantity varies as just opposed to the 2-bin system. Quarterly and monthly, every 6 months, that order quantity varies because our time will all requirement usage order in the quantity. But the order time is fixed. That is called as the cyclic system. So what are the different methods for controlling this inventory level? So the setting inventory levels, we can say there are different terms like maximum stock level. It is the above which stock should be permitted to rise. It is the above which stock should not be permitted to rise. Means danger level or warning level. There is a maximum level. And we can say it's a danger or a warning level. This is the level at which deliveries of outstanding orders have to be speeded up. Outstanding orders have to be speeded up. How it is possible, I don't know. Because based on the prescription, we'll be dispensing the drugs. The order stock pharmacy, maybe you will be doing substitution. Then minimum level. This is the level at which further use of item will necessitate the withdrawal
from the reserve stock. Okay, minimum level item will necessitate the withdrawal from the reserve stock. Then zero level or exhaust bin level means there is no stock. Stock level means your bins will be empty. That is called as zero level or exhaust bin level. Lead time. Bin system lead time the average duration of time between the placing of order for purchase and to receiving the material to the store. Time called as the lead time. So for that we can keep a buffer stock also. What is a buffer stock? Buffer stock means the quantity of stores kept as a reserve. Quantity of stores kept as a reserve to guarantee against unforeseen demand. Chilla time will put on the drug in the demand. Maragala, the Pani Gudu. അല്ലെങ്കിൽ കൂടുതൽ ചുമ കാര്യങ്ങൾ വരുന്നു നമുക്കറിയാം ഓരോ സീസണലാണ് ചിലത് വരുമ്പോൾ you can keep the quantity of stores kept as a reserve to guarantee against unforeseen damage. Sorry, this unforeseen damage നമ്മൾ നേരത്തെ ഞാൻ എക്സാമ്പിൾ പറയാൻ പോകുന്നത് നമുക്കറിയാവുന്ന കാര്യത്തിലേക്ക്. Okay, sorry. Then reordered level, that is ROL, it denotes the stock level at which the fresh order has to be placed. Means reorder level means denote the stock level at which the fresh order has to be placed. അത്രയും നമ്മുടെ സ്റ്റോക്ക് കുറഞ്ഞു അപ്പോൾ നമ്മളത് റീഓർഡർ ചെയ്യേണ്ട സമയം, that is called as the reorder level. ഇത്രയും നമ്മൾ ഇൻവെന്ററിയെ പറ്റി പറഞ്ഞാണ്. Again നമുക്ക് ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യാൻ there are different techniques. There are different inventory techniques. One is called as the ABC analysis. One is ABC analysis is considered as the always better control techniques. Okay, so if nowadays for controlling the inventory, I think it's much easy now by the introduction of computers. It is easy when comparing earlier. It is easy because everything is through computer software, so you can control your inventory and you know that at what time your medicine has to be ordered. Easy by the introduction of the computers, but still there are some techniques for finding for this inventory techniques. That the first one is called as the ABC. That is always better control techniques in inventory. So that means drugs in we will be dividing into three categories, like category A, category B, and category C. Category Category A covers only 10% of the total inventory, but it consumes 70% of the total cost. That's important. 10% inventory but it consumes 70% of the total cost. So we can say A is an expensive inventory, accurate control is required. So accurate control is required. B means it covers the 20% of total inventory, it consumes only 20% of the total cost. Budget means it's a moderate value inventory and it should be moderately controlled. And category C covers 70% of the inventories, but it consumes only 10% of the total budget. That means minimum control is required, but A should be carefully controlled. It should be accurately controlled. Or you can say, if you compare with the, I told you, the inventory can be controlled by the computerization. So other than the computerization method, ABC can be considered as the most important inventory technique or most suitable inventory technique, the ABC. Another technique is called as the VED. Again, here drugs are grouped into different types: vitals, essential, and desirable. Again, it is grouped into three. That's a vital, essential, and desirable. Another one is called as the SCD. That is, again, it is divided into three. That is the scare, difficult, and easy. You can divide into three. That is a scare, difficult, and easy to get or procure. Scare item, which is not easily available in an open market and might require source development. So it is called as a scare. Then another example, for examples, there is a FSN example, that is a fast moving, slow moving, and non moving. Any method you can be used, but accordingly, the most suitable one is the ABC world. Okay, that is a fast moving, slow moving, and non moving. HML means we can, according to their weight, also you can group. I don't think anybody is doing that. Heavy weight, medium weight, light weight, etc. Another one is the GOT classification, that is medicine from the government supply, ordinary, local, and foreign items. The last one, that is a computerization. Now it is using the computerization. There is a less investment, fast supply, control on issue of drug, minimum wastage, etc., etc. A lot of advantages
due to the computerization and using the softwares for inventory control. So that was about the purchase and inventory. Medicine control and the methods we can use it for controlling the inventory. What are the methods can be used for purchasing? Elaborate already time is running out. Elaborate just point mentioned. Then coming to almost the last part, the role of pharmacist. Level prevention and patient education for communicable and non-communicable diseases. Pharmacists can play a major role. I think so. Okay. So what are the general measures in prevention and patient education? Patient counseling, one of the things that can be effectively done in a hospital pharmacy setup. But how much effectively we can conduct that in community pharmacy? It's a questionable. Still, it's a effective. Okay. Then what are the general measures in prevention and patient education? As per WHO, the recommendation, WHO recommendation, general measures in prevention and control of communicable disease are as follows. Okay, for communicable disease, measures as a pharmacist, we are also the healthcare profession, in the healthcare professionals, so we should know what are the things to be taken. One is we can go for immunization. We can promote the immunization. We can give proper guidance to the public about the immunization. Next one is the chemoprophylaxis. Chemoprophylaxis drugs means sometimes the administration of medication for the purpose of preventing a disease or infection. We'll be giving these drugs like some antibiotics we are given sometimes. If a patient is having a repeated infection like UTI, urinary tract, best example UTI, there is a urinary tract example, then the antibiotics may be administered to prevent the recurrence. It's chemoprophylaxis, we can say. Then comes to the safe water supply and sanitization, that is important. When doing COVID, we know the importance of sanitization, etc. Then injection safety and sterilization, importance of sterilization and injection safety. Then, of course, the vector control. That is elimination or management of larvicidal habitats, etc. That is comes under the vector control. All this, in all this point, pharmacists can also play a major role, providing the pharmaceutical care to the public. Pharmacist involved involved in the pharmacy professionals, we should be actively involved in all those things. There is prevention control of communicable diseases. Then continuing that, the patients are educated about healthy habits for preventing germs and infectious diseases for spreading. Then handle and prepare food safety, wash hands often. Sanitization of the clear at to COVID, we will be keenitis begin there. Then clean and disinfect commonly used surfaces such as washroom, kitchens, etc. Cuff and knees into the tissue paper or use a handkerchief. Do not wipe it on your hands. Airlines points in a don't share personal items. Get vaccinated. Avoid touching wild animals. Stay home when sick. For example, chickenpox, etc. It's a communicable disease. Please stay at home. COVID case directions. Then the general measures for controlling non-communicable diseases, that is a NCDS, that's a non-communicable diseases. Non-communicable diseases diseases. How we can prevent these non-communicable diseases? So exercise every day at least 30 minutes. Pharmacist work in exercise. Then next one is the physical activity that removes the disease-causing toxin through the sweat. It also prevents the cardiovascular diseases, respiratory problems, and other non-communicable diseases. Eat food rich in lecithin, including soybeans, grains, legumes, etc. The non-communicable diseases it also helps to maintain ideal body weight and helps to prevent your body from accumulating unnecessary fat. Of course, 30 minutes exercise fat no doubt regularly.
Do yoga every day. That's the important thing. Universally it is accepted one, yoga. Then consumes food rich in antioxidants, includes cranberries, bread, rose plums, and pinto beans, etc. Train your brain. Then earlier it is ordered as a playing video games to improve. Now given it is in red color. Now red color return. Because after COVID, everybody is in the class in online. Full time phone is online and video games red color lit. Before that it was there. Solving crossword puzzle every day. It helps exercise the brain and prevent memory loss and deterioration. Reduce excess salt intake. Protein checking of blood sugar of urine. Okay, test blood pressure, vitals check. Okay. Then self-care. Then home blood glucose monitoring. Reduce the chance of accidents by proper use of seat belts, helmets, etc. The guidelines are to prevent the non-communicable diseases. Then there are the 12 tips to be healthy. That is given by the World Health Organization, WHO. Points. Eat a healthy diet, physically active, get vaccinated, don't use any form of tobacco, avoid or minimize use of alcohol, minimize use of alcohol. Then manage stress for your physical and mental health. Practice good hygiene. Don't drink and drive. Wear seat belt when driving and helmet when cycling. Practice safe sex. Regularly check your health. Breastfeeding, that is best for the babies. Then the last slide. Summary. Good pharmacy practice in the hitting very important. Should be covered. Question there. So there are guidelines that can be divided into structure guidelines and process guidelines. That includes the facilities and personnel systems, etc. Facilities and guidelines on the personnel guidelines and facilities includes the furniture and fixtures, equipment, etc. System should have a quality policy, service policy, staff training policy, complaint policy, drug recall policy, and audit policy. That should be created by individual pharmacies. Then process guidelines means procurement and inventory. Brief coverage. Then storage, inventory management. Prescription handling, we have discussed. Dispensing, we have discussed. Information for patient counseling, we have discussed to an extent. Okay, topic class brief. Then health promotion, pharmacovigilance, enhancement of professional role, professional interaction. That enhancement of professional role and professional interaction is important because you will see people attend. I think instead of online, you can go for an offline interaction. Pharmacy skill pro. Try to join that. 5 days residential programs are now detailed direct that the syllabus is the best one, I think so. The pharma skill pro. Professional bodies in the programs. So what the 21st century is expecting by the pharmacist is, now the pharmacist is a product-based patient-facing role doing, but there are a lot of evolution has come due to the scientific and technological advancement, economic, financial shift, evolution of national health system, and evolution of model of care. Due to this, the pharmacist role is changed too, or what we are expecting in 21st century is the service-based, patient-centered role from the pharmacist. Service-based and patient-centered role what we are expecting from the pharmacist in the 21st century. So with this I am concluding, and thank you, Naveen sir and Kerala State Pharmacy Council for giving me a chance to interact with the pharmacist. Thank you, Suji sir. Welcome. Welcome, sir. Thank you, Suji sir, for your deliberations. It was a very interesting topic, though it is a dry subject, especially with the pharmacy practice and other things. Anyway, you have done a very good job
all are attending very well. And thank you once again. And let me invite the third one, Dr. Akash Maradagam, for his deliberation on antibacterial resistance, which is a very vital topic nowadays. Please, sir. ഓക്കെ, താങ്ക് യു സർ. ആദ്യം തന്നെ കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിനോടും നവീൻ സാറിനോടും സുധീർ സാർ, ശരത് സാർ എല്ലാവരോടും നന്ദി പറയുന്നു ഇങ്ങനൊരു അവസരം തന്നതിന്. ഞാൻ അധികം നീട്ടുന്നില്ല, ഉച്ചയൂണിന്റെ ഒക്കെ സമയമാണ്. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്, ഇതാണ് എനിക്ക് ഇന്ന് തന്നിരിക്കുന്ന ടോപ്പിക്. കേൾക്കാമല്ലോ അല്ലേ? ഹലോ, ക്ലിയർ ആണ്. ഓക്കെ. സോ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. സോ അപ്പോൾ അതിന് ആദ്യമായിട്ട് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിലേക്ക് പറയുന്നതിന് മുമ്പ് ഇത് ഗലീലിയോയുടെ ഒരു ചിത്രമാണ്. ഈ ഗലീലിയോയുടെ ചിത്രം ഇവിടെ കാണിക്കാൻ കാരണം സെറൻഡിപിറ്റി എന്ന വാക്കാണ്. സെറൻഡിപിറ്റി, അതിന് മലയാളത്തിൽ ആകസ്മികം അല്ലെങ്കിൽ അപ്രതീക്ഷിതം എന്നൊക്കെയാണ് ഗൂഗിളിൽ നമുക്ക് തരുന്ന ട്രാൻസ്ലേഷൻ. ആകസ്മികമായി വന്ന ഭാഗ്യം അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു ആക്സിഡന്റൽ ഡിസ്കവറി. ഗലീലിയോ ഒരു ആകസ്മികമായി സ്പെയിനിലൂടെ യാത്ര ചെയ്യാൻ ഇട വന്നപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ സ്പെയിനിലെ ചെറുപ്പക്കാർ അവിടുത്തെ നദീതീരങ്ങളിലൊക്കെ നോക്കാൻ ഉപയോഗിച്ച 2 ചെറിയ ലെൻസുകൾ. അപ്പൊ ആ 2 ലെൻസ് എടുത്തു വെച്ച് ഗലീലിയോ ആകാശത്തേക്ക് നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് ടെലസ്കോപ്പ് എന്ന് പറയുന്നൊരു സാധനത്തിന്റെ ഐഡിയ കിട്ടിയത്. ഗലീലിയോയുടെ 1608 ഗലീലിയോ എങ്കിൽ അതിന് ഒരു 80 വർഷങ്ങൾക്ക് ശേഷം ഗലീലിയോ ഒരു വസ്ത്രവ്യാപാരിയായിരുന്നു. അന്റോൺ വാൻ ലീവൻഹോക്ക്, അദ്ദേഹവും ഒരു വസ്ത്രവ്യാപാരിയായിരുന്നു. അപ്പം ഇവർ രണ്ടുപേരും ലെൻസുകളുടെ നിർമ്മാണത്തിലൊക്കെ വളരെ താല്പര്യം കാണിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ അന്റോൺ വാൻ ലീവൻഹോക്ക് വസ്ത്രങ്ങളുടെ നൂലിഴകളുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ലെൻസുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അന്റോൺ വാൻ ലീവൻഹോക്ക് ആക്സിഡന്റലി തന്റെ ലെൻസിലേക്ക് തന്റെ കുറച്ച് സലൈവ നോക്കുമ്പോഴാണ് ആദ്യമായി സൂക്ഷ്മ ജീവികളെ കാണുന്നത്. അപ്പം അന്റോൺ വാൻ ലീവൻഹോക്കും റോബർട്ട് ഹൂക്കും ഒരേ സമയമാണ് മൈക്രോസ്കോപ്പിന്റെ ഡിസ്കവറി. മൈക്രോസ്കോപ്പിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അന്റോൺ വാൻ ലീവൻഹോക്കിന്റെ മൈക്രോസ്കോപ്പ്. അപ്പോ അങ്ങനെ ആന്റോൺ വാൻ ലൂവൻഹോക്ക് അല്ലെങ്കിൽ റോബർട്ട് ഹൂക്ക് ഇവരിൽ ആരാണ് ആദ്യം കണ്ടതെന്നുള്ളതിന്റെ തർക്കം ഉണ്ടെങ്കിലും മൈക്രോസ്കോപ്പിന്റെ ഒരു കണ്ടുപിടുത്തത്തോടു കൂടിയാണ് നമ്മൾ കാണുന്ന ഈ സൂക്ഷ്മജീവികൾ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ഈ ഭൂമിയിലുണ്ട്, നമ്മളോടൊപ്പം അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ ഇത്രയധികം മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നു. ആന്റോൺ വാൻ ലീവൻഹോക്ക് ആൻഡ് റോബർട്ട് ഹോക്ക്. അപ്പോൾ അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ ഈ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടെന്ന് കണ്ടെത്തി. അതിനുശേഷം ഈ മൈക്രോ ഓർഗാനിസംസ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ, അതിന് പല മൈൽ സ്റ്റോൺസ് ആണ് അതിലുണ്ടായത്. ഫോർ എക്സാമ്പിൾ എഡ്വേർഡ് ജെന്നർ, അദ്ദേഹം സ്മോൾ പോക്സ് എന്നുള്ള വാക്സിൻ കൗപോക്സിൽ നിന്നുണ്ടാക്കിയ ഒരു വലിയൊരു മഹാമാരിയെ പ്രിവെന്റ് ചെയ്യുണ്ടായി എഡ്വേർഡ് ജെന്നർ. ജോസഫ് ലിസ്റ്റർ, അദ്ദേഹമാണ് ആദ്യമായി ആന്റിസെപ്റ്റിക്സ്, ആൽക്കഹോൾ അല്ലെങ്കിൽ അതുപോലുള്ള ആന്റിസെപ്റ്റിക്സ് നമ്മൾ മുറിവുകളിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അതൊരു മൈക്രോ ഓർഗാനിസത്തിനെ നശിപ്പിക്കുമെന്നും അതുവഴി 50% ഫെറ്റാലിറ്റി റേറ്റ് കുറയ്ക്കാമെന്നും കണ്ടുപിടിച്ചത് ജോസഫ് ലിസ്റ്റർ ആയിരുന്നു. അത് 1865 ലൂയി പാസ്റ്റർ 1877 കില്ലറായിട്ടുള്ള ഒരു ഓർഗാനിസത്തിനെ എടുത്ത് കുറച്ചൊരു മയപ്പെടുത്തി കൊടുത്താൽ അത് നമുക്കൊരു വാക്സിനേഷന്റെ രൂപത്തിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഒരു വാക്സിനേഷൻ അതിന്റെ ഒരു ബേസിസ് കൊണ്ടുവന്നത് ലൂയി പാസ്റ്റർ ആയിരുന്നു 1877. റോബർട്ട് കോച്ച് 1880 നമ്മളുടെ ശരീരത്തിൽ അസുഖങ്ങൾ ഉണ്ടാകുമ്പോഴല്ല മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാകുന്നതൊക്കെ, മൈക്രോ ഓർഗാനിസംസ് ആണ് നമ്മളുടെ ശരീരത്തിൽ അസുഖങ്ങൾ ഉണ്ടാക്കുന്നതെന്നൊരു തിയറി കൊണ്ടുവരികയും ചെയ്തു. ഇതിനെല്ലാം കാരണം നമ്മളുടെ മൈക്രോസ്കോപ്പിന്റെ ഒരു ഡിസ്കവറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ആന്റിബയോട്ടിക്സ് വരുന്നതിന് മുമ്പ് ചെറിയൊരു പനി അല്ലെങ്കിൽ ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടായാൽ, അല്ലെങ്കിൽ ആകെ നമുക്കുണ്ടായിരുന്ന ഒരു ആശ്രയം എന്ന് പറയുന്നത് സൾഫാ ഡ്രഗ്സ് ആണ്. അതായത് എന്തായാലും ആളുകൾക്ക് മുറിവുണ്ടാകും, യുദ്ധങ്ങൾ നടക്കുന്ന സമയമാണ്, മുറിവുകൾ ഉണ്ടാകുന്നു, ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നു, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, വലിയ ജ്വരം, അതിസാരം, വലിയ അസുഖങ്ങൾ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾക്ക് മറ്റ് മരുന്നുകളില്ല, അയാൾ മരിച്ചു പോകുന്നു. അതിന് അന്നത്തെ കാലത്ത് അതിനിട്ടിരുന്ന പേരായിരുന്നു ബ്ലഡ് പോയ്സണിങ്. ബ്ലഡ് പോയ്സണിങ് എന്ന് പറഞ്ഞാൽ ആൾ മരിച്ചു എന്നാണ് അർത്ഥം, വേറെ മാർഗമില്ല, ആന്റിബയോട്ടിക്സ് ഒന്നുമില്ല. ഒരു മുറിവ് വന്നാൽ അത് പഴുക്കുന്നു, ഇൻഫെക്ഷൻ ആകുന്നു, മരിക്കുന്നു. അപ്പോൾ അന്ന് അതിനുണ്ടായിരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് സൾഫാ ഡ്രഗ്സ് ആണ്. സത്യം പറഞ്ഞാൽ സൾഫാ ഡ്രഗായ പ്രോണ്ടോസിലാണ് ഒരുപക്ഷെ ആദ്യത്തെ ഒരു ആന്റിബയോട്ടിക്, അല്ലെങ്കിൽ ആന്റിബയോട്ടിക് എന്നല്ല, ഒരു ആന്റി ബാക്ടീരിയൽ ഏജന്റ് എന്ന് പറഞ്ഞ് വളരെ ഒരു സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയ സാധനം പ്രോണ്ടോസിലായിരുന്നു. അപ്പൊ സൾഫാ ഡ്രഗ്സ് ആണ് നമ്മളുടെ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നത്. സൾഫാ ഡ്രഗ്സിൽ ഒരുപാട് ഇൻവെൻഷൻസ് ആണ് ആ സമയത്ത് നടന്നുകൊണ്ടിരുന്നത്.
സൾഫാ ഡ്രഗ്സിന്റെ കണ്ടുപിടുത്തം തന്നെയാണ് പല സൾഫോണമൈഡ്സ് ആന്റി ഹൈപ്പർ ഗ്ലൈസീമിക് ഡ്രഗ്സിന്റെ കണ്ടുപിടുത്തത്തിന് പോലും കാരണമായത് സൾഫാ ഡ്രഗ്സിൽ നിന്ന് ഒരു ആന്റിബയോട്ടിക് കണ്ടുപിടിക്കാം എന്നുള്ള ഒരു ചിന്തയായിരുന്നു. അപ്പോ അതായത് നമുക്ക് പണ്ട് കാലത്ത് ഒരു മുറിവോ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷനോ ഉണ്ടായാൽ നമുക്ക് അത് ട്രീറ്റ് ചെയ്യാൻ മറ്റ് ഡ്രഗുകളോ ഒന്നുമില്ല, ആകെയുള്ളത് സൾഫാ ഡ്രഗ്സ് മാത്രം. ഇങ്ങനെ ഇരിക്കെ 1928 അലക്സാണ്ടർ ഫ്ലെമിങ്ങിന്റെ കണ്ടുപിടുത്തവും ഞാൻ ആദ്യം പറഞ്ഞ സെറൻഡിപിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. അലക്സാണ്ടർ ഫ്ലെമിങ് തന്റെ ഒരു വെക്കേഷന് പോയപ്പോൾ തന്റെ ലാബിൽ തന്റെ സ്പേസിലുള്ള കുറച്ച് പെട്രി ഡിഷസ് വാഷ് ചെയ്യാൻ മറന്നുപോയി. അപ്പൊ വാഷ് ചെയ്യാൻ മറന്നുപോയ അലക്സാണ്ടർ ഫ്ലെമിങ് തിരിച്ചു വന്നപ്പോൾ കാണുന്നത് തന്റെ പെട്രി ഡിഷിൽ ഒരു ചെറിയ ഹാലോ, അതായത് ഈ പുണ്യാളന്മാരുടെ ഒക്കെ തലയ്ക്ക് ചുറ്റും കാണുന്ന പോലുള്ള ഒരു ചെറിയ ഹാലോ. ഈ ഹാലോ എന്താണെന്ന് നോക്കിയപ്പോൾ അതാണ് നമ്മളുടെ പെൻസിലിന്റെ ആദ്യത്തെ ഒരു ഡിസ്കവറി. ആ അദ്ദേഹത്തിന്റെ പെട്രി ഡിഷിൽ എവിടെ നിന്നോ പറന്നു വീണു, അതായത് വാഷ് ചെയ്യാൻ വിട്ടുപോയി അദ്ദേഹം വെക്കേഷന് പോയി തിരിച്ചു വന്നപ്പോൾ പെട്രി ഡിഷിൽ എവിടെ നിന്നോ പറന്നു വന്ന് വീണ സാധനമാണ് പെൻസിലിൻ. അപ്പോ ഈ അലക്സാണ്ടർ ഫ്ലെമിങ് ആ പെൻസിലിൻ വളരെ എഫക്റ്റീവായിട്ട് സ്റ്റെഫലോകോക്കസ് ബാക്ടീരിയയ്ക്കും എല്ലാം വളരെ എഫക്റ്റീവാണെന്ന് കണ്ടെത്തി. ഇത് 1928 അലക്സാണ്ടർ ഫ്ലെമിങ് പെൻസിലിൻ എന്ന് പറയുന്ന സാധനം കണ്ടുപിടിച്ചു എന്ന് പറയുന്നു, അത് 1928. പക്ഷേ ഇതൊരു മെഡിസിൻ അല്ലെങ്കിൽ ഇതൊരു മാസ് പ്രൊഡക്ഷൻ, ഇതൊരു ഗുളിക അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ്, ഒരു മെഡിക്കേഷൻ എന്നുള്ള രീതിയിൽ വന്നത് ഹവാർഡ് ഫ്ലോറി ആൻഡ് ഏണസ്റ്റ് ബോറിസ് ചെയിൻ, ഇവർ രണ്ടുപേരും കൂടെ ഇതിൽ കൂടുതൽ ഗവേഷണം ചെയ്തപ്പോഴാണ്. ഏണസ്റ്റ് ബോറിസ് ചെയിനോ ഹാവാർഡ് ഫ്ലോറിയോ ഇല്ലായിരുന്നെങ്കിൽ പെൻസിലിൻ ഇന്ന് മുന്നോട്ട് വരില്ല, അല്ലെങ്കിൽ പെൻസിലിൻ ഒരു ഡ്രഗായിട്ട് ആ സമയത്ത് വരില്ലായിരുന്നു. അലക്സാണ്ടർ ഫ്ലെമിങ്ങിന്റെ പേര് നമ്മൾ പറയുന്നെങ്കിലും ഹാവാർഡ് ഫ്ലോറിയും ഏണസ്റ്റ് ബോറിസ് ചെയിനുമാണ് പെൻസിലിനെ ഒരു മാസ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ യൂസിന് വേണ്ടി തയ്യാറാക്കിയത്. ഇപ്പോൾ വേൾഡ് വാർ II സമയമാണ്. വളരെയധികം അമേരിക്കക്കാർക്കും എല്ലാവർക്കും മുറിവുകൾ സംഭവിച്ച് ബാറ്റിൽ ഫീൽഡിൽ ഈ പെൻസിലിൻ വലിയൊരു റെവല്യൂഷനാണ് ഉണ്ടാക്കിയത്. കാരണം അതുവരെ സൾഫാ ഡ്രഗ്സ് മാത്രം ഉപയോഗിച്ചിട്ടിരുന്നു ഇൻഫെക്ഷൻസിന്. പെൻസിലിൻ വന്നപ്പോൾ വളരെ വലിയൊരു റെവല്യൂഷനാണ് നമ്മളുടെ ഇവരുടെ ഈ കണ്ടുപിടുത്തത്തിനുണ്ടായത്. പെൻസിലിന്റെ ആ ഒരു സക്സസ് ഒരുപാട് ആന്റിബയോട്ടിക്സിന് കാരണമായി, അല്ലെങ്കിൽ ഉദയത്തിന് കാരണമായി. സ്ട്രെപ്റ്റോമൈസിൻ, ടെട്രാസൈക്ലിൻ, അങ്ങനെ ഒരുപാട് ആന്റിബയോട്ടിക്സ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിന് വേണ്ടി ലോകമെങ്ങും ഉണ്ടായി. 1945 ഹവാർഡ് ഫ്ലോറിക്കും ഏണസ്റ്റ് ബോറിസ് ചെയിനും അലക്സാണ്ടർ ഫ്ലെമിങ്ങിനും ഒന്നിച്ച് നോബൽ പ്രൈസ് ഇൻ മെഡിസിൻ കൊടുത്തു നമ്മളുടെ ഈ പെൻസിലിന്റെ ഡിസ്കവറിക്ക്. പക്ഷെ നമ്മളെപ്പോഴും പെൻസിലിന്റെ കാര്യം പറയുമ്പോൾ അലക്സാണ്ടർ ഫ്ലെമിങ്ങിനെ മാത്രം പറയുന്നേ ഉള്ളൂ. പെൻസിലിന്റെ ക്രെഡിറ്റ് മുഴുവൻ 3 പേർക്ക് അവകാശപ്പെട്ടാണ്: ഹോവാർഡ് ഫ്ലോറി, ബോറിസ് ചെയിൻ, അലക്സാണ്ടർ ഫ്ലെമിങ്. അപ്പൊ നമ്മൾ സൂക്ഷ്മജീവികളുടെ കാര്യം പറഞ്ഞു. സൂക്ഷ്മജീവികളെ നശിപ്പിക്കാൻ വേണ്ടി ആദ്യമായി ഒരു സൂക്ഷ്മജീവികളിൽ നിന്ന് തന്നെ ഐസൊലേറ്റ് ചെയ്തൊരു സാധനം, അതാണ് ആന്റിബയോട്ടിക് ആയ പെൻസിലിൻ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഈ പ്രശ്നക്കാരായ ബാക്ടീരിയകളെന്ന് അന്നത്തെ കാലത്തും അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് പ്രശ്നക്കാരായ മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ഹാംഫുൾ ബാക്ടീരിയ എന്ന് പറയുന്നതിനെ കുറച്ച് ഹാംഫുൾ ബാക്ടീരിയസിന് നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലേ, ഇത് ലങ്സിലും സ്കിൻസിലും ഒക്കെ അഫക്ട് ചെയ്യുന്ന മൈക്കോബാക്ടീരിയ. ക്ലോസ്ട്രിഡിയം ടെറ്റനെ, ഇത് ടെറ്റനസ് ഉണ്ടാക്കുന്നു. ടെറ്റനസിനെ നമ്മൾ പറയാം TT എടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പൊ ആന്റിബയോട്ടിക്സ് ഉണ്ട്, അന്ന് ആന്റിബയോട്ടിക്സ് ഇല്ലെങ്കിൽ ഒരു മുറിവുണ്ടായി, തുരുമ്പ് കൊണ്ട് ഒരു മുറിവുണ്ടായാൽ അത് ശ്രദ്ധിക്കാതെ ഇരുന്നാൽ കൈ പഴുത്തു കഴിഞ്ഞാൽ ആ ഭാഗം മുറിച്ചു കളയുകയായിരുന്നു പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ക്ലോസ്ട്രിഡിയം ടെറ്റനെയാണ് ഈ ടെറ്റനസിനുള്ള ഒരു കാരണക്കാരായ മൈക്രോ ഓർഗാനിസം. മറ്റൊരു ഹാംഫുൾ ബാക്ടീരിയ ആണ് ഹെലിക്കോബാക്ടർ പൈലോറി. ഇതാണ് നമ്മളുടെ ഗ്യാസ്ട്രിക് ആസിഡ് അല്ലെങ്കിൽ പെപ്റ്റിക് അൾസർ ഒക്കെ ഉണ്ടാക്കാൻ H. പൈലോറി ഇൻഫെക്ഷൻസ്. പിന്നെ ബാസിലസ് ആന്ത്രാസിസ്, ഇത് മൃഗങ്ങളിൽ നിന്നും മറ്റും മനുഷ്യരിലേക്ക് വരുന്നു. അബ്ഡോമിനൽ ഡയോറിയ ഇങ്ങനെ ഉണ്ടാക്കുന്ന മറ്റൊരു മൈക്രോ ഓർഗാനിസമാണ് ബാസിലസ് ആന്ത്രാസിസ്. സ്ട്രെപ്റ്റോകോക്കസ് പയോജിനിസ്, ഇതും ഒരു ടോക്സിക് ഷോക്ക് സിൻഡ്രോം അല്ലെങ്കിൽ സെപ്റ്റിസീമിയ ഒക്കെ ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസമാണ്. ഈക്കോളൈ, ട്രാവലേഴ്സ് ഡയറിയ നമുക്കറിയാം, വിബ്രിയോ കോളറെ, ഇതൊക്കെ ഒരു ഹാർംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ആണ്. സാൽമോണല, എൻറ്ററൈറ്റിസ് സാൽമോണല, ഫുഡ് പോയിസണിങ്ങിന് ലോകമെങ്ങും പേര് കേട്ടൊരു സാധനമാണ്. ഡയറിയ, സർക്കുലേറ്ററി ഷോക്ക്, കുട്ടികളിൽ ഡീഹൈഡ്രേഷൻ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു മൈക്രോ ഓർഗാനിസം ആണ് എൻറ്ററൈറ്റിസ് സാൽമോണല. അതുപോലെ തന്നെ സാൽമോണല ടൈഫോയിഡ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ബ്ലഡ് ഡയറിയ, വോമിറ്റിംഗ്, ഡീഹൈഡ്രേഷൻ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു മൈക്രോ ഓർഗാനിസം ആണ് സാൽമോണല ടൈഫോയിഡ്. അപ്പോ ഇത്രയധികം മൈക്രോ ഓർഗാനിസംസ് ആണ്
നമ്മളുടെ ഇവിടെ ഇതിൽ കൂടുതൽ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. നമുക്ക് ഞാൻ ബാക്ടീരിയയുടെ കേസ് മാത്രം പറഞ്ഞു. ഇതുപോലെ ഒരുപാട് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ട്, വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ട്. നമ്മൾ ആന്റിബയോട്ടിക് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ബാക്ടീരിയയുടെ കാര്യം മാത്രം പറയുന്നത്. അപ്പോൾ ഇത്രയധികം മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാകുമ്പോൾ ഇതിനെതിരെയുള്ള മരുന്ന് കണ്ടുപിടിച്ച നമ്മളുടെ പെൻസിലിൻ അല്ലെങ്കിൽ അലക്സാണ്ടർ ഫ്ലെമിങ്ങും ഫ്ലോറിക്കും അവരുടെ ആ പെൻസിലിൻ അന്ന് വളരെ വലിയൊരു ഹിറ്റായിരുന്നു. കാരണം അതിന് വേറെ ഈ മൈക്രോ ഓർഗാനിസത്തിന് എതിരെ ആക്ട് ചെയ്യാൻ മറ്റു മരുന്നുകളില്ല. അപ്പോൾ ആന്റിബയോട്ടിക്സ്, നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരികയാണ്. ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സ് ആർ കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ബാക്ടീരിയ or fungi which are capable of killing or inhibiting other microbial species. മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ചില പദാർത്ഥങ്ങൾ മറ്റു മൈക്രോ ഓർഗാനിസത്തിന്റെ വളർച്ചയെ തടയുകയോ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുകയോ ചെയ്യുന്നതാണ് ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സ് ഒരിക്കലും വൈറൽ ഇൻഫെക്ഷൻസിന് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ആന്റിബയോട്ടിക്സ് എപ്പോഴും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിന് മാത്രമേ അത് ഉപയോഗപ്രദമാവുകയുള്ളൂ. ദേ ആർ ഓൺലി യൂസ്ഡ് ആസ് എ മെഡിസിൻ ടു ട്രീറ്റ് ആൻഡ് ക്യൂർ diseases caused by bacteria. ഇതിനെ ആന്റിബയോട്ടിക്സിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ, ആന്റിബയോട്ടിക്സിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഏറ്റവും എളുപ്പം അല്ലെങ്കിൽ ഒരു വളരെ പെട്ടെന്നൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയസൈഡൽ ആൻഡ് ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ബാക്ടീരിയസിനെ നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ ബാക്ടീരിയയുടെ വളർച്ചയെ നശിപ്പിക്കുന്നത്. മറ്റൊരു രീതിയിൽ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് പറയാം ബാക്ടീരിയൽ സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി, നാരോ സ്പെക്ട്രം അല്ലെങ്കിൽ ബ്രോഡ് സ്പെക്ട്രം. ഇങ്ങനെ നമുക്ക് ആന്റിബയോട്ടിക്സിനെ ക്ലാസിഫൈ ചെയ്യാം. ആന്റിമൈക്രോബിയൽ സ്പെക്ട്രം വളരെ വിശാലമായ ഒരു സ്പെക്ട്രമാണ്. ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ് അനേറോബ്സ്, അങ്ങനെ ഒരുപാട് ആന്റിബയോട്ടിക്സ് ആണ് നമുക്കുള്ളത് പലതരം ബാക്ടീരിയകൾക്കെതിരെ ഉപയോഗിക്കാൻ. നമുക്കൊരു ചെറിയൊരു ക്ലാസിഫിക്കേഷൻ നോക്കിയാൽ പെൻസിലിൻസ് ഉണ്ട്, സെഫലോസ്പോറിൻസ് ഉണ്ട്, ഫ്ലൂറോക്വിനോൺസ് ഉണ്ട്, അമിനോഗ്ലൈക്കോസൈഡ്സ്, മാക്രോലൈഡ്സ്, പിന്നെ വാങ്കോമൈസിൻ, റിഫാമൈസിൻ പോലുള്ള സാധനങ്ങൾ. ഇതിൽ വളരെ സേഫസ്റ്റ് ആയിട്ട് നമ്മൾ കരുതുന്ന ഒരു സാധനമായിരുന്നു പെൻസിലിൻസ്. അത് കഴിഞ്ഞ് സെഫലോസ്പോറിൻ വന്നു, ഫ്ലൂറോക്വിനോളിൻസ് വന്നു, അമിനോഗ്ലൈക്കോസൈഡ്സ്, മാക്രോലൈഡ്സ്, അങ്ങനെ മറ്റ് ആന്റിബയോട്ടിക്സും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് പെൻസിലിന്റെ ഒരു സ്ട്രക്ചറാണ്. പെൻസിലിൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ആദ്യത്തെ ആന്റിബയോട്ടിക് എന്ന് പറയുന്ന പെൻസിലിന്റെ സ്ട്രക്ചറാണ്. പെൻസിലിനുള്ളത് ഒരു ബീറ്റാലാക്ടം എന്ന് പറയുന്ന റിംഗ് ആണ്. അതായത് ഈ 4 കാർബൺ ഉള്ള ഒരു സാധനത്തിനെയാണ് ബീറ്റാലാക്ടം റിംഗ് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ഉള്ളതാണ് തയസോൾഡിൻ റിംഗ്. ഇതാണ് പെൻസിലിന്റെ ബേസിക് സ്ട്രക്ചർ. ഇതിൻ്റെ അകത്തൊരു ബീറ്റാലാക്ടം റിംഗ് ഉണ്ടാവും, ഒരു തയസോൾഡിൻ റിംഗും ഉണ്ടാവും. അപ്പൊ പെൻസിലിന്റെ കണ്ടുപിടുത്തം കഴിഞ്ഞ് വളരെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ പെൻസിലിൻ പലർക്കും എഫക്ട് ചെയ്യാതായി. അതൊരു റെസിസ്റ്റൻസ് അല്ലായിരുന്നു, പെൻസിലിൻ പലർക്കും എഫക്ട് ചെയ്യുന്നില്ല. അതിന് കാരണം പെൻസിലിന്റെ ഈ ബീറ്റാലാക്ടം റിംഗിനെ നമ്മുടെ ശരീരത്തുള്ള ബീറ്റാലാക്ടമേസ് അല്ലെങ്കിൽ പെൻസിലിനേസ് തുടങ്ങിയ എൻസൈമുകൾ ഈ ബീറ്റാലാക്ടം റിംഗിനെ ബ്രേക്ക് ചെയ്യുന്നു. നമ്മുടെ ശരീരത്ത് തന്നെയുള്ള പല എൻസൈമുകളുണ്ട്, ബീറ്റാലാക്ടമേസ് എന്നും പെൻസിലിനേസ് എന്നൊക്കെ പറയുന്ന എൻസൈമുകൾ നമ്മുടെ ശരീരത്തുണ്ട്. ആ എൻസൈമുകൾ പെൻസിലിന്റെ സ്ട്രക്ചറിലെ ബീറ്റാലാക്ടം റിംഗിനെ ബ്രേക്ക് ചെയ്യുന്നതോടുകൂടി പെൻസിലിൻ ഇനാക്റ്റീവ് ആയിട്ട് മാറുന്നു. അപ്പോൾ നമ്മൾ പുതിയൊരു മാർഗം കണ്ടുപിടിച്ചു. പെൻസിലിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി ബീറ്റാലാക്ടം റിംഗിന്റെ സൈഡിൽ കൂടുതൽ ആളെ കൂട്ടി, അല്ലെങ്കിൽ ആൾ മീൻസ് മോളിക്യൂൾസിനെ നിറച്ചു വെച്ചു. ഫോർ എക്സാമ്പിൾ ആംബിസിലിൻ ഒരു അമിനോ ബെൻസൈൽ പെൻസിലിൻ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു ഹൈഡ്രോക്സി ബെൻസൈൽ സാധനം കൊണ്ടുവന്നു. ഇങ്ങനെ നമ്മൾ ആ ബീറ്റാലാക്ടം റിംഗിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് മോളിക്യൂൾസിനെ പെൻസിലിലേക്ക് അറ്റാച്ച് ചെയ്തപ്പോൾ പെൻസിലിൻ കൂടുതൽ എഫക്റ്റീവായി. ആദ്യത്തെ പെൻസിലിൻ പലർക്കും എഫക്റ്റ് ചെയ്യാതെ വന്നത് അവരുടെ ബോഡിയിലുള്ള ഈ പറഞ്ഞ എൻസൈമുകളും മറ്റും ഈ പെൻസിലിനെ ഡീആക്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ പെൻസിലിനുണ്ട്. ഇതേപോലെ തന്നെ സെഫലോസ്പോറിൻ, ഫ്ലൂറോക്വിനോളിൻസ് അങ്ങനെ ഉണ്ട്. ഇനി നമ്മളുടെ കുറച്ച് പെട്ടെന്ന് പറയുന്നതേ ഉള്ളൂ. ഹൗ ഡു ആന്റിബയോട്ടിക്സ് ഓപ്പറേറ്റ്? എങ്ങനെയാണ് നമ്മളുടെ ആന്റിബയോട്ടിക്സ് വർക്ക് ചെയ്യുന്നത്? ആന്റിബയോട്ടിക്സ് എങ്ങനെയാണ് ഒരു മൈക്രോ ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയയെ നശിപ്പിക്കുന്നത്? ഞാൻ മൈക്രോ ഓർഗാനിസംസ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്ന ബാക്ടീരിയ മാത്രമാണ്. ആന്റിബയോട്ടിക്സിന്റെ കാര്യം പറയുമ്പോൾ ബാക്ടീരിയയുടെ സെൽ വോളിനെ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുക, അതാണ് ആന്റിബയോട്ടിക്സ് ചെയ്യുന്ന ഒരു മെയിൻ കാര്യം. ഇവിടെ നമുക്ക് പെൻസിലിന്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ ബാക്ടീരിയക്ക് എപ്പോഴും ഒരു സെൽ വോൾ ഉണ്ട്. ഈ സെൽ വോളിൽ നമ്മുടെ പെൻസിലിൻ വന്നു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക്സ് ഒരു പെർഫറേഷൻ ഉണ്ടാക്കുകയും സെൽ വോളിൽ ആ പെർഫറേഷൻ കാരണം അതിലുള്ള പ്ലാസ്മ മെംബ്രെയിൻ പുറത്തേക്ക് വരികയും ചെയ്യുന്നു. അതോടുകൂടി ഇതിന് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഇതിന്റെ കപ്പാസിറ്റി നഷ്ടപ്പെടുന്നു.
ഇതാണ് ആന്റിബയോട്ടിക്സിന്റെ ബേസിക് മെക്കാനിസം. അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സ് സാധാരണ, അല്ലെങ്കിൽ പെൻസിലിന്റെ ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞേ ഉള്ളൂ. ഇങ്ങനെയാണ് ആന്റിബയോട്ടിക്സിന്റെ ഫങ്ഷനിങ്. നമ്മൾ ആന്റിബയോട്ടിക് കഴിക്കുന്നു, ആന്റിബയോട്ടിക് വന്ന് ബാക്ടീരിയയുടെ സെൽ വാളിൽ അറ്റാച്ച് ചെയ്യുന്നു, സെൽ വാളിനെ അല്ലെങ്കിൽ പെർഫറേറ്റ് ചെയ്യുന്നു, ബാക്ടീരിയക്ക് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നു. അതോടുകൂടി ബാക്ടീരിയ നശിക്കുന്നു. ബാക്ടീരിയയുടെ സെൽ വാൾ നശിച്ചു കഴിഞ്ഞാൽ ബാക്ടീരിയ നശിച്ചു എന്നാണ് അർത്ഥം. ഇങ്ങനെയാണ് സാധാരണ ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ സംഭവിക്കേണ്ടത്. നമ്മൾക്കൊരു അസുഖം വന്ന്, അല്ലെങ്കിൽ നമുക്കൊരു മുറിവുണ്ടായാൽ, നമുക്കൊരു ഇൻഫെക്ഷൻ ഉണ്ടായാൽ നമ്മൾ ആന്റിബയോട്ടിക് കഴിച്ചാൽ ബാക്ടീരിയയുടെ സെൽ വാൾ നശിക്കണം, ബാക്ടീരിയ നശിക്കണം, നമ്മൾ സുഖം പ്രാപിക്കണം. ഇതാണ് നാച്ചുറലി സംഭവിക്കേണ്ട ഒരു കാര്യം. എന്നാൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ നമ്മളുടെ നേരത്തെ പറഞ്ഞ പെൻസിലിന് ബാക്ടീരിയയുടെ സെൽ വോളിനെ നശിപ്പിക്കാൻ പറ്റാതെ വരുന്നു. ഇൻ അതർ വേർഡ്സ്, ബാക്ടീരിയ ബിക്കം റെസിസ്റ്റൻസ്. എങ്ങനെയാണ് ഈ റെസിസ്റ്റൻസ്? ഇപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ ഒരു ആന്റിബയോട്ടിക് കഴിച്ചാൽ ആന്റിബയോട്ടിക് ചെന്ന് സെൽ വോളിനെ ഡാമേജ് ചെയ്യുന്നു. സെൽ വോളിനെ ഡാമേജ് ചെയ്യുമ്പോൾ ബാക്ടീരിയ പിന്നെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടുന്നു. എന്നാൽ റെസിസ്റ്റൻസ് നേടിയ ഒരു ബാക്ടീരിയ ആണെങ്കിൽ അതിനെ ഒരിക്കലും അതിന്റെ സെൽ വോളിനെ ഡാമേജ് ചെയ്യാൻ നമ്മളുടെ ആന്റിബയോട്ടിക്കിന് സാധിക്കുന്നില്ല. ഇപ്പോൾ ചെറിയ ഉറുമ്പുകളുടെ എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ ഒരു ചെറിയ ഉറുമ്പ് കൂട്ടത്തിലേക്ക് DDT വല്ലതും പണ്ട് ഇട്ട് കഴിഞ്ഞാൽ കുറെ ഉറുമ്പ് നശിക്കുന്നു, അല്ലെങ്കിൽ കുറെ ഉറുമ്പ് ചത്തുപോകും. ആ രക്ഷപ്പെട്ട ഉറുമ്പുകളുടെ വംശം പിന്നെ വീണ്ടും DDT ഇട്ടാലേക്കില്ല, അതിൽ നിന്നും ഇമ്മ്യൂൺ ആയിരിക്കും. അവർ അതിനെ സർവൈവ് ചെയ്യാൻ പഠിക്കും, അവരുടെ ബോഡി പഠിക്കും. മനുഷ്യന്റെ കാര്യം പറഞ്ഞാൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. നമ്മളെ ആക്രമിച്ച് കുറെ സാധനങ്ങൾ നമ്മളെ ആക്രമിക്കാൻ വന്നാൽ നമ്മൾ അതിൽ നിന്ന് എങ്ങനെ പ്രതിരോധിക്കണം എന്ന് നമ്മൾ പഠിക്കുന്നു. അതാണ് ബാക്ടീരിയയും ഇവിടെ ചെയ്തത്. ബാക്ടീരിയ ഒരു ആന്റിബയോട്ടിക്കിന് അറ്റാക്ക് വന്നാൽ എങ്ങനെ നേരിടണം എന്ന് പഠിക്കുന്നു. അതിന് കാരണക്കാർ നമ്മൾ തന്നെയാണ്. നമ്മളുടെ ഇറാഷണൽ യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ് ആണ്. Antibiotic resistance, when a bacteria develops new ways to defend antibiotics, it is called antibiotic resistance. Resistance to an antibiotic means the drug is no longer effective against infecting bacteria. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമുക്കൊരു അസുഖങ്ങൾ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരുന്നു. നമുക്ക് കഴിക്കാൻ ആന്റിബയോട്ടിക് അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ ഗുളികകളുണ്ട്. ഈ കഴിക്കുന്ന ആന്റിബയോട്ടിക്കുകളൊന്നും ഏൽക്കാതെ വരുന്ന ഒരു സാഹചര്യം, അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാം, ദാറ്റ് ഈസ് എൻഡ് ഓഫ് ദ വേൾഡ്. അപ്പോ അതിന്റെ ചെറിയ എക്സാമ്പിൾ ആണ് മെത്തിസിലിൻ, MRSA, മെത്തിസിലിൻ റെസിസ്റ്റൻസ് സ്റ്റെഫൈലോകോക്കസ്. അതിനെ ഒരിക്കലും നമുക്ക് ഫ്ലൂകോക്സിലിൻ വെച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. VRI, വാങ്കോമൈസിൻ വെച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. കാർബാപ്പനം റെസിസ്റ്റന്റ് എൻട്രോബാക്ടീരിയയെ ഒരിക്കലും നമുക്ക് കാർബാപ്പനം വെച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായാൽ എക്സ്ട്രാ ഡോസ് ഓഫ് ആന്റിബയോട്ടിക്സ്, ചെലവ് കൂടുതൽ. ഈ ബാക്ടീരിയകളൊക്കെ ഉണ്ടായാൽ ഇതിന് കൊടുക്കാൻ മരുന്നുകൾ തന്നെ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റെസിസ്റ്റൻസ് ടു ആൻ ആന്റിബയോട്ടിക് മീൻസ് ദ ഡ്രഗ് ഈസ് നോ ലോങ്ങർ എഫക്റ്റീവ് അഗൈൻസ്റ്റ് ദ ഇൻഫെക്ടിംഗ് ബാക്ടീരിയ. ഇത് ബാക്ടീരിയയുടെ കേസിൽ മാത്രമല്ല, വൈറൽ ഇൻഫെക്ഷൻ ആയാലും ഫംഗൽ ഇൻഫെക്ഷൻ ആയാലും എല്ലാ സൂക്ഷ്മജീവികൾക്കും പ്രതിരോധശേഷി, അല്ലെങ്കിൽ നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന മരുന്നുകളെ അല്ലെങ്കിൽ ആ മോളിക്യൂൾസിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്ന് ബാക്ടീരിയ നേടുന്ന അറിവിനെയാണ് നമ്മൾ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. എങ്ങനെ ഒക്കെ ചിലപ്പോൾ ഇത് നേടാം? എങ്ങനെയാണ് ബാക്ടീരിയക്ക് ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കിട്ടുന്നത്? ചിലപ്പോൾ നമുക്ക് ജനറ്റിക് മ്യൂട്ടേഷൻ വഴി ഉണ്ടാകാം. സ്വാഭാവികമായും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, പ്രകൃതി നിയമമാണ് ജനറ്റിക് മ്യൂട്ടേഷൻ. ഒരുപാട് ബാക്ടീരിയകളെ ആന്റിബയോട്ടിക് നശിപ്പിക്കുന്നു. പിന്നെ അടുത്ത ബാക്ടീരിയ, അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ മിച്ചം വന്ന കുറച്ച് ബാക്ടീരിയകളെങ്കിലും എങ്ങനെ ആന്റിബയോട്ടിക്കിനെ നേരിടണം എന്ന് തന്റെ ജീനിൽ പ്രതിരോധശേഷി നേടുന്നു. പിന്നെ ആ പ്രതിരോധശേഷി നേടിയ ബാക്ടീരിയ, നമ്മൾ ആന്റിബയോട്ടിക് കഴിച്ചു, എല്ലാ ബാക്ടീരിയകളും നശിച്ചില്ല. കുറച്ച് ബാക്ടീരിയ 99.9% മൈക്രോ ഓർഗാനിസം നശിച്ചു, ബാക്കി ഒന്നെന്ന് പറയുന്ന പോലെ ആ ബാക്കി വന്ന 1% മൈക്രോ ഓർഗാനിസം, അതിന്റെ വംശപരമ്പര ആന്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്യാൻ പഠിച്ചെങ്കിൽ അതിൽ നിന്ന് വരുന്നത് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ബാക്ടീരിയ ആയിരിക്കും. പിന്നെ നമ്മളുടെ ഈ പ്രതിരോധശേഷി നേടിയ ബാക്ടീരിയ മറ്റ് ബാക്ടീരിയകളുമായിട്ട് ഇടപെട്ടാൽ, അല്ലെങ്കിൽ നമ്മൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പ്രതിരോധശേഷി നേടിയ ഒരു ബാക്ടീരിയ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് നേടിയാൽ ആ വ്യക്തിയുടെ ശരീരത്തിലുള്ള ബാക്ടീരിയയും ഈ ആന്റിബയോട്ടിക്കിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ബാക്ടീരിയ റെസിസ്റ്റൻസ് നേടാൻ പഠിക്കുന്നത്.
അപ്പോ ചെറിയൊരു ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 1928 പെൻസിലിൻ കണ്ടുപിടിച്ചെങ്കിൽ അത് 43 നമ്മൾ അതിന്റെ മാർക്കറ്റിൽ മെഡിക്കൽ യൂസ് ആയിട്ട് വന്നത്. അപ്പോ 1943 ഈ പെൻസിലിൻ വന്നെങ്കിലും 2 വർഷത്തിനകത്ത് തന്നെ അതിനുള്ള റെസിസ്റ്റൻസും കണ്ടെത്തി, അല്ലെങ്കിൽ റെസിസ്റ്റന്റ് ബാക്ടീരിയ വന്നു കഴിഞ്ഞു. 1941 1943 പെൻസിലിൻ വന്നപ്പോൾ 45 2 വർഷത്തിനുള്ളിൽ തന്നെ റെസിസ്റ്റന്റ് ബാക്ടീരിയ ഐഡന്റിഫൈ ചെയ്തു. 1972 വാങ്കോമൈസിൻ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 88 16 വർഷങ്ങൾക്ക് ശേഷം വാങ്കോമൈസിൻ റെസിസ്റ്റന്റ് ബാക്ടീരിയ വന്നു. ആ ബാക്ടീരിയക്ക് വാങ്കോമൈസിൻ കൊടുത്തിട്ട് കാര്യമില്ല. ഇമിപ്പെമിൻ 1985 ഡിസ്കവർ ചെയ്തത്. 1998 റെസിസ്റ്റന്റ് ബാക്ടീരിയ ഐഡന്റിഫൈ ചെയ്തു. ഡാപ്റ്റോമൈസിൻ 2003 വന്നതെങ്കിലും ഡാപ്റ്റോമൈസിന്റെ സിന്തസിസ് നടന്നത് 1980s. ഡാപ്റ്റോമൈസിൻ 2003 വന്ന ഡാപ്റ്റോമൈസിന് 2004 തന്നെ ബാക്ടീരിയ റെസിസ്റ്റന്റ് ആയി. അതായത് പെൻസിലിൻ കഴിച്ചാൽ ഏൽക്കാത്ത ബാക്ടീരിയകളുണ്ട്, വാൻഗോമൈസിൻ കഴിച്ചാൽ ഏൽക്കാത്ത ബാക്ടീരിയകളുണ്ട്, ഇനിപിനം കഴിച്ചാൽ ഏൽക്കാത്ത ബാക്ടീരിയകൾ, മറ്റ് ആന്റിബയോട്ടിക്കുകൾ കഴിച്ചാൽ കാർബാപ്പനം റെസിസ്റ്റന്റ് ബാക്ടീരിയകൾ. അപ്പോ ഈ ബാക്ടീരിയ ആണ് നമ്മുടെ ശരീരത്തുള്ളതെന്ന് നമുക്ക് അറിയാൻ മാർഗമില്ല. നമ്മൾ സാധാരണ പോലെ കഴിക്കുന്നു, ഒരു എഫക്റ്റും ഇല്ല. അങ്ങനെയുള്ളപ്പോഴാണ് നമുക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ഭീകരത കൂടുന്നത്. ഇപ്പോ ഇതിന്റെ ഒരു മെക്കാനിസം നമുക്ക് നോക്കിയാൽ, മെക്കാനിസംസ് ഓഫ് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ്. ഇറ്റ് ഇസ് എൻ എബിലിറ്റി ഓഫ്, മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്, ഇറ്റ് ഈസ് എൻ എബിലിറ്റി ഓഫ് ആൻ മൈക്രോ ഓർഗാനിസം സച്ച് ആസ് ബാക്ടീരിയ, വൈറസ്, ഫംഗൈ ടു എവോൾവ് ആൻഡ് ഡെവലപ്പ് മെക്കാനിസം ദാറ്റ് മേക്ക് ദം റെസിസ്റ്റന്റ് ടു ഡ്രഗ് ദാറ്റ് ഡിസൈൻ ടു കിൽ ദം. തങ്ങളെ നശിപ്പിക്കാൻ വരുന്ന ഡ്രഗുകളിൽ നിന്നും അവർ സ്വന്തമായി ഡെവലപ്പ് ചെയ്ത് പ്രതിരോധശേഷി നേടിയെടുക്കുന്നതിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പല തരത്തിലുള്ള ടാർഗറ്റ് ഓർഗാനിസം ഉണ്ട്. അത് ബാക്ടീരിയക്ക് മാത്രമല്ല, വൈറസ് ആയാലും ഫംഗി ആയാലും പാരസൈറ്റ്സ് ആയാലും അതിനെല്ലാം ഒരു റെസിസ്റ്റൻസ് നേടിക്കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള ഡ്രഗുകളോ അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള മരുന്നുകളോ കൊണ്ട് ഈ പറയുന്ന ഒരു അസുഖങ്ങൾക്കും ഒരു പ്രതിരോധം അല്ലെങ്കിൽ ഒരു പരിഹാരം നേടാൻ കഴിയില്ല. അതിനുള്ള പ്രധാന കാരണങ്ങൾ സെൽഫ് പ്രിസ്ക്രിപ്ഷൻ. ഇപ്പൊ നമ്മൾ മെനി പീപ്പിൾ സെൽഫ് പ്രിസ്ക്രൈബ് ആന്റിബയോട്ടിക് വിത്തൗട്ട് കൺസൾട്ടിങ് എ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. ചെറിയൊരു പനി വന്നാൽ, ചെറിയൊരു തുമ്മൽ വന്നാൽ, ചില വൈറൽ ഇൻഫെക്ഷൻസിന് ആന്റിബയോട്ടിക്സ് കഴിച്ചിട്ട് യാതൊരു കാര്യമില്ലെന്ന് അറിയാമെങ്കിൽ കൂടിയും നമ്മൾ സ്വയം ചികിത്സകരാകാറുണ്ട്. സ്വയം ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു ആന്റിബയോട്ടിക്, എനിക്കൊരു പനിയാണ് അല്ലെങ്കിൽ എനിക്കൊരു ജലദോഷമുണ്ട്, എനിക്ക് ആന്റിബയോട്ടിക് വേണം, അത് 2 തന്നാൽ മതി, ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് കഴിച്ചാൽ മാറും എന്ന് പറഞ്ഞ് സ്വയം ചികിത്സകരാകുന്നതിന്റെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. അത് പലപ്പോഴും നമുക്ക് തന്നെ കാണാം, നമ്മുടെ അടുത്ത് പലരും വരുമ്പോൾ നമ്മൾ തന്നെയാണ് അവർക്ക് ആന്റിബയോട്ടിക് കൊടുക്കുന്നത്. അതുപോലെ ഇൻകംപ്ലീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ആരും മെനക്കെടാറില്ല. 2 ദിവസം കഴിച്ചപ്പോൾ തന്നെ എന്റെ പനി മാറി, പിന്നെ ഞാൻ എന്തിനാ വീണ്ടും ഈ വിഷം എല്ലാം കൂടെ കഴിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ മുഴുവൻ കഴിക്കില്ല, അല്ലെങ്കിൽ നമ്മളുടെ പേഷ്യൻസ് അത് മുഴുവൻ കഴിക്കുന്നില്ല. ഇൻകംപ്ലീറ്റ് കോഴ്സ് ഓഫ് മെഡിസിൻ. ഷെയറിങ് ആന്റിബയോട്ടിക്സ് വിത്ത് അതേഴ്സ് ഈവൻ ഇഫ് ദേ ഹാവ് സിമിലർ സിംറ്റം, ഇറ്റ് ഈസ് നോട്ട് സേഫ്. അല്ലെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ ഒരു സുഹൃത്തുണ്ട്, സുഹൃത്തിനും എനിക്കും പനി വന്നു, സുഹൃത്ത് ഡോക്ടറെ കണ്ടു, സുഹൃത്തിന് കൊടുത്ത അതേ മരുന്ന് തന്നെ ആ പ്രിസ്ക്രിപ്ഷൻ നോക്കി ഞാൻ പോയി മേടിക്കുകയാണ്. എനിക്ക് ചിലപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകണമെന്നില്ല, പക്ഷെ ഷെയറിംഗ് ദ ആന്റിബയോട്ടിക്സ് അത് തന്നെ മേടിച്ച് ഞാനും കഴിച്ചു, തൽക്കാലം പനി മാറട്ടെ. വൈറൽ ഇൻഫെക്ഷൻസിന് ആന്റിബയോട്ടിക്സ് കൊണ്ട് ഒരു കാര്യവുമില്ല. ഇപ്പം ഇക്കാലത്ത് കൂടുതലായിട്ട് വരുന്ന വൈറൽ ഇൻഫെക്ഷൻസ് ആണെങ്കിലും സ്വയം ചികിത്സകർ ചെയ്യുന്നത് നേരെ പോയി ആന്റിബയോട്ടിക് മെഡിക്കൽ സ്റ്റോറിൽ പോയി മേടിക്കുകയാണ്. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആന്റിബയോട്ടിക്സ് കൊടുക്കരുത്, അല്ലെങ്കിൽ കൊടുക്കാൻ പാടില്ല. പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് യൂസിങ് ലെഫ്റ്റ് ഓവർ ആന്റിബയോട്ടിക്സ്. കഴിഞ്ഞ തവണ നമ്മൾ 5 ഗുളിക മേടിച്ചു, അതിൽ 2 കഴിച്ചുള്ളൂ, ബാക്കി 3 മിച്ചം ഇരിപ്പുണ്ട്. എന്നാൽ എന്തെങ്കിലും ചെറിയൊരു പനി വന്നു, എന്നാൽ പിന്നെ അത് കഴിക്കാം. ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ ആന്റിബയോട്ടിക്സ് നിർത്തുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയകൾ തൽക്കാലത്തേക്കൊന്ന് ശമിച്ചു, നമ്മളുടെ പനി കുറഞ്ഞു, പക്ഷെ ബാക്ടീരിയ മുഴുവൻ നശിച്ചിട്ടില്ല. ബാക്ടീരിയ നമ്മുടെ ശരീരത്തുണ്ട്. അവർ ഈ വന്ന ആന്റിബയോട്ടിക്കിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്ന് പഠിക്കുകയാണ്. നമ്മൾ വീണ്ടും ചെറിയൊരു ഡോസ് ഇട്ട് കൊടുത്തു, ചെറിയൊരു ഗുളിക കഴിച്ചു നിർത്തി. ബാക്ടീരിയയ്ക്ക് അറിയാം ഇത് വന്നാൽ എങ്ങനെ പ്രതിരോധിക്കണം എന്ന്. ബാക്ടീരിയയെ നമ്മൾ തന്നെയാണ് പഠിപ്പിക്കുന്നതും റെസിസ്റ്റന്റ് ആക്കുന്നതും. ഇത് ഹ്യൂമൻ മെഡിസിൻ കൊണ്ടുണ്ടാകുന്ന ഒരു കാരണം. ഇതിന് നമ്മൾ ഫാർമസിസ്റ്റുകൾക്ക് വളരെ നല്ലൊരു രീതിയിൽ ഇതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ഇതിനെതിരെ ചെയ്യാൻ കഴിയും. നമുക്കൊരു ബോധവൽക്കരണം അതിനാവശ്യമാണ്. ഇതിനുള്ള ക്ലാസുകൾ സ്ഥിരം ഫാർമസി കൗൺസിൽ സംഘടിപ്പിക്കുന്നതാണ്. ഇത് എല്ലാവരും ഈ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് എല്ലാ തവണയും എല്ലാവരും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവുന്നതാണ്.
പിന്നെ ഓവർ പ്രിസ്ക്രിപ്ഷൻ ആൻഡ് ഇൻഅപ്രോപ്രിയേറ്റ് യൂസ്. ആന്റിബയോട്ടിക് പലപ്പോഴും ചിലപ്പോൾ വൈറൽ ഇൻഫെക്ഷനും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു അത് വളരെ ഇൻഎഫക്റ്റീവ് ആണ്. അതും റെസിസ്റ്റൻസിന് ഒരു കാരണമായിട്ട് മാറാറുണ്ട്. ഇൻകംപ്ലീറ്റ് കോഴ്സസ് ആൻഡ് സെൽഫ് മെഡിക്കേഷൻ അത് പറഞ്ഞു. ഹോസ്പിറ്റൽ സെറ്റിംഗ്സ്. ഹൈ ആന്റിബയോട്ടിക് യൂസേജ് ഇൻ ഹോസ്പിറ്റൽസ് ആൻഡ് ക്യാൻ പ്രൊമോട്ട് ഡെവലപ്മെന്റ് ഓഫ് റെസിസ്റ്റന്റ് ബാക്ടീരിയ. ഹോസ്പിറ്റലുകളിൽ ഹൈ ഡോസിൽ കൊടുക്കുന്ന ഹൈ ആന്റിബയോട്ടിക് യൂസേജ് ആണ്. എല്ലാവർക്കും ആന്റിബയോട്ടിക്സ് കൊടുക്കുന്നു. അതിന്റെയൊക്കെ ഡിസ്പോസൽ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഹോസ്പിറ്റൽ സെറ്റിംഗ്സിൽ ഉണ്ടാകാറുണ്ട്. ഇതിനൊക്കെ വേണ്ടത് ഒരു എഡ്യൂക്കേഷണൽ എഫേർട്ടാണ്, റേസിംഗ് അവയർനെസ്. നമ്മൾ ഇപ്പോൾ കൗൺസിലും കേരള സർക്കാരും എല്ലാം ചെയ്യുന്നത് പോലെ ഒരു അവയർനെസ്, ആന്റിബയോട്ടിക്സിന്റെ അപ്രോപ്രിയേറ്റ് യൂസ് ഉണ്ടാകുന്ന അവയർനെസ്, ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി ഒരു അവയർനെസ് കൊടുക്കുക. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, പോളിസി മേക്കേഴ്സ് ആൻഡ് പബ്ലിക് ഷുഡ് ബി എഡ്യൂക്കേറ്റഡ്. ഇവരെല്ലാം ഒരു അവബോധം ഉണ്ടായിരിക്കുക. ആന്റിബയോട്ടിക്കിന്റെ മിസ്യൂസ് കൊണ്ട് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടായാൽ, അതായത് നമ്മളുടെ ഈ ലോകത്തുള്ള എല്ലാ സൂക്ഷ്മ ജീവികളും അല്ലെങ്കിൽ എല്ലാ മൈക്രോ ഓർഗാനിസംസും, ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം, നല്ല മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, ലോകത്തുള്ള എല്ലാ ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനും ഒരു മരുന്നും കഴിച്ചിട്ട് ഏൽക്കുന്നില്ല എന്നുള്ള അവസ്ഥ വന്നാൽ ദാറ്റ് ഈസ് എൻഡ് ഓഫ് ദ വേൾഡ്. പണ്ടത്തെ പഴയ ആ ഫ്ലെമിങ്ങിന് മുമ്പിലുള്ള കാലത്തിലേക്ക് നമ്മൾ പോകും. ഒരു മുറിവ് വന്ന് ഇൻഫെക്ഷൻ ഉണ്ടായാൽ മരുന്നില്ലെങ്കിൽ ആ കൈ മുറിച്ച് കളയാൻ നിവർത്തിയുള്ള ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകേണ്ട അവസ്ഥയാണ് നമ്മൾ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ വേണ്ട വിധത്തിൽ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം വെറ്റിനറി മെഡിസിൻ ആണ്. ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് നമ്മളുടെ ഒരു പത്രവാർത്ത ഉണ്ടായിരുന്നു. ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കോഴി ഫാമിൽ, പാലക്കാട്ടുള്ള ഒരു കോഴി ഫാമിൽ ആന്റിബയോട്ടിക്സ് അനധികൃതമായി കൊടുത്തുവിടുന്നു. 10 കോഴിക്കുഞ്ഞുങ്ങളെ മേടിക്കുമ്പോൾ അവർ ആന്റിബയോട്ടിക്സും കൊടുത്തുവിടുകയാണ്. കോഴിക്ക് ആന്റിബയോട്ടിക് കൊടുത്തുവിടുന്നു. ഇപ്പൊ കോഴി ആന്റിബയോട്ടിക് ടെട്രാസൈക്ലിൻ കഴിച്ചു, അല്ലെങ്കിൽ കോഴിക്ക് ഇഞ്ചക്ട് ചെയ്യാൻ ടെട്രാസൈക്ലിൻ കഴിച്ചു, അല്ലെങ്കിൽ കോഴിക്ക് ടെട്രാസൈക്ലിൻ ഇഞ്ചക്ട് ചെയ്തു. കോഴിയുടെ ബോഡി അത് മെറ്റാബലൈസ് ചെയ്തു എന്ന് തന്നെ വിചാരിക്കാം. പക്ഷെ കോഴിയുടെ ശരീരത്തുകൊണ്ട് മൈക്രോ ഓർഗാനിസംസ്, ഈ പറഞ്ഞ കാറ്റിൽ അല്ലെങ്കിൽ കോഴി എന്ന് മാത്രം ഞാൻ പറഞ്ഞ കേരളത്തിൽ ഈ അടുത്ത് കിടന്ന സംഭവമാണ്. ഇവരുടെ ശരീരത്തിൽ നിന്ന് മെറ്റബോളൈസ് ചെയ്യാത്ത ഈ കോഴിയുടെ ശരീരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസും അതിന് കറക്റ്റ് ആയിട്ടുള്ള ആന്റിബയോട്ടിക് ഡോസേജിലല്ല, ചുമ്മാ കൊടുക്കുകയാണ്. ഇഷ്ടംപോലെ ആന്റിബയോട്ടിക് വരുമ്പോൾ കോഴിയുടെ ശരീരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് റെസിസ്റ്റന്റ് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഈ കോഴിയുടെ ശരീരത്തിലുള്ള മൈക്രോ ഓർഗാനിസം റെസിസ്റ്റന്റ് ആണ്. ആ കോഴിയെ വേണ്ട വിധത്തിൽ വൃത്തിയാക്കാതെ നമ്മൾ എല്ലാവരും നല്ലവണ്ണം വേവിച്ച് കഴിക്കണം. അല്ലെങ്കിൽ ആ കോഴിയുടെ ശരീരത്തിൽ നിന്നും നമ്മളുടെ ആഹാരത്തിലൂടെ അത് നമ്മളുടെ ശരീരത്തിൽ എത്തിയാൽ മൈക്രോ ഓർഗാനിസംസ്, ആ റെസിസ്റ്റന്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയയെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് പഠിപ്പിക്കും. വളരെ നിസ്സാരമാണ്. അതുകൊണ്ടാണ് വെറ്റിനറി യൂസിൽ ആന്റിബയോട്ടിക്, അല്ലെങ്കിൽ ഈ കോഴി ഫാമിലാണ് ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് പാലക്കാട്ട് നിന്ന് 2 ഡ്രഗ് ഇൻസ്പെക്ടേഴ്സ് അതിന് പത്രവാർത്ത ഉണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്തു എന്നുള്ളത്. മറ്റൊന്ന് വെറ്റിനറി യൂട്ടിൽസിൽ കാര്യമായിട്ട് കാണുന്നത് ലൈവ് സ്റ്റോക്കിലുണ്ട്. പിന്നെ ഈ അടുത്തിടയ്ക്ക് മറ്റൊരു സംഭവം ഉണ്ടായത് മീൻ വളർത്തൽ കേന്ദ്രം, ഫിഷ് ഫാം. അവിടെയൊക്കെ കുളത്തിൽ ചുമ്മാ കൊണ്ട് ആന്റിബയോട്ടിക്സ് ഫുഡിന്റെ കൂടെ കലർത്തി മിക്സ് ചെയ്യാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ജലാശയത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ്, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ പരിസരത്തും ഉണ്ട് മൈക്രോ ഓർഗാനിസം. ഈ ഓർഗാനിസംസ് എല്ലാം ആന്റിബയോട്ടിക്കിനെതിരെ എങ്ങനെ പൊരുതണം എന്ന് പഠിക്കുകയാണ്. നമ്മൾ ചെറിയ രീതിയിൽ ആന്റിബയോട്ടിക് നമ്മുടെ ചുറ്റുപാടും കൊണ്ട് വിതറുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയസും നല്ല ബാക്ടീരിയസും എല്ലാം ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇതിനെ ഇങ്ങനെ പ്രതിരോധിച്ചാൽ മതി എന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന്റെ ഒരു ഭീകരമായ മുഖമാണ്. പിന്നെയുള്ള നാച്ചുറൽ ഒക്കറൻസ് ആണ് മറ്റൊരു കാരണം. ജനറ്റിക് മ്യൂട്ടേഷൻ കൊണ്ടുണ്ടാകാം. എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പത്താൻചെരുവ് എന്ന് പറയുന്ന സ്ഥലമാണ്. പത്താൻചെരുവ് എന്ന് പറയുന്ന ആന്ധ്രയിലെ ഒരു സ്ഥലമാണെന്നാണ് വിചാരിക്കുന്നത്. അവിടെ ഒരുപാട് ഫാർമ ഇൻഡസ്ട്രീസ് ആണുള്ളത്. ഒരുപാട് ഫാർമ ഇൻഡസ്ട്രീസ് അവർ ആന്റിബയോട്ടിക്സും മറ്റും മാനുഫാക്ചർ ചെയ്തിട്ട് അതിന്റെ വേസ്റ്റ് അവിടുത്തെ നദികളിലാണ് അതിന്റെ ഡിസ്പോസ് ചെയ്യുന്നത്. അവർ ആ നദികളിൽ ആ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുമ്പോൾ വർഷങ്ങളായിട്ട് ഡിസ്പോസ് ചെയ്യണം. അതിന്റെ കളർ പോലും മാറി. എന്റെ പിക്ചർ വെക്കണമെന്ന് വിചാരിച്ചു, പറ്റില്ല. അപ്പോൾ അതിന്റെ കളർ പോലും മാറിയിരിക്കുകയാണ്. പത്താൻചെരുവിലെ ഫാർമ ഇൻഡസ്ട്രീസിൽ നിന്നും കൊണ്ട് ആന്റിബയോട്ടിക് ഡിസ്പോസ് ചെയ്യാണ് അവരുടെ വേസ്റ്റും മറ്റും. അവിടുന്ന് റീസെന്റ് ആയിട്ട് ഒരു ഫോറിൻ ടീം വന്ന് അവിടുത്തെ വാട്ടർ കളക്ട് ചെയ്തപ്പോൾ അതിൽ മുഴുവൻ സൂപ്പർ ബഗ് എന്നാണ് അവർ പറഞ്ഞത്. സൂപ്പർ ബഗ്. സൂപ്പർമാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന് കീഴ്പ്പെടുത്താൻ പറ്റാത്ത മനുഷ്യനെയാണ് നമ്മൾ സൂപ്പർമാൻ എന്ന് വിളിക്കുന്നത്. സൂപ്പർ ബഗ് എന്ന് പറഞ്ഞാൽ ഒരു മരുന്നിനും കീഴ്പ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ്. കാരണം ആ ജലാശയത്തിൽ ഇല്ലാത്ത ആന്റിബയോട്ടിക്കുകളില്ല.
എല്ലാ ആന്റിബയോട്ടിക്കിന്റെയും മിശ്രിതം ആ ജലാശയത്തിലുണ്ട്. ആ ജലാശയത്തിൽ, പത്താൻചെരുവിലെ ആ ജലാശയത്തിൽ നിന്ന് എടുക്കുന്ന ആന്റിബയോട്ടിക്കുകൾ റെസിസ്റ്റന്റ് ആണ്. ഒരുവിധം എല്ലാ ആന്റിബയോട്ടിക്കിനെതിരെ റെസിസ്റ്റന്റ് ആണ്. അവരന്നതിനകത്ത് പേരാണ് സൂപ്പർ ബഗ് ഫ്രം പത്താൻചെരു. ഇത്ര വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ടാണ് ഗവൺമെന്റും മറ്റും വീണ്ടും ഇതിനെപ്പറ്റി ഇത്രയും പറയാൻ ഇടയാകുന്നത്. അല്ല, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നതിന്റെ കൂടെ നമ്മളുടെ ഫാർമസിയിലും നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടും നമ്മൾ തോന്നുന്ന പോലെയും കൂടെ ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്. അപ്പോൾ എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഇതൊരു കാരണമാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന്. ഇതിനൊക്കെ വേണ്ടത് ഒരു കളക്റ്റീവ് ഇമ്പാക്റ്റ് ആണ്. നമ്മളെല്ലാവരും ഒന്നിച്ച്, അല്ലെങ്കിൽ എല്ലാ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും, ഒരു സാധാരണ പൗരനും ഇതിനെതിരെ അവബോധം ഉണ്ടായിരിക്കണം. ആന്റിബയോട്ടിക്കുകളുടെ അമിതമായ യൂസ് എന്ന് പറയുന്നത് ലോകാവസാനം തന്നെ ആയിട്ടാണ് അധികം വിദൂരമല്ലാത്തൊരു ഭാവിയിൽ വരുന്നത്. ഇത് നമ്മളുടെ WHO അതിനെ ഒരു റീസൺ, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓവർ പ്രിസ്ക്രൈബിങ് ഓഫ് ആന്റിബയോട്ടിക്സ് ഒരു കാരണമാണ്. പേഷ്യൻസ് ഡോസ് കംപ്ലീറ്റ് ചെയ്യാതെ നിർത്തുന്നത് ഒരു കാരണമാണ്. ലൈഫ് സ്റ്റോക്ക്, ആന്റിബയോട്ടിക്കിന്റെ ലൈഫ് സ്റ്റോക്ക്, ഫിഷ് ഫാമിലും മറ്റ് കന്നുകാലികളിലും മറ്റും ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നു. ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്ന കന്നുകാലികളിലുള്ള മൈക്രോ ഓർഗാനിസംസ് അതിന് റെസിസ്റ്റന്റ് ആവുന്നു. ആ ഭക്ഷണത്തിൽ കൂടെ അത് നമ്മൾ മനുഷ്യരുടെ ശരീരത്തിൽ വരുമ്പോൾ നമ്മളുടെ ശരീരത്തിലുള്ള സൂക്ഷ്മജീവികളും ഇതിന് റെസിസ്റ്റന്റ് ആവുന്നു. പിന്നെ ഉള്ളത് പുവർ ഇൻഫെക്ഷൻ കൺട്രോൾ ഇൻ ഹോസ്പിറ്റൽ ആൻഡ് ക്ലിനിക്സ്. അതായത് ഹോസ്പിറ്റലിൽ ഉള്ള ഇൻഫെക്ഷൻ വന്ന പഞ്ഞികളും മറ്റും, അല്ലെങ്കിൽ അതിന്റെ കൺട്രോൾ ഒരു നല്ല രീതിയിൽ നടന്നില്ലെങ്കിൽ, ലാക്ക് ഓഫ് ഹൈജീൻ ആൻഡ് പുവർ സാനിറ്റേഷൻ, വൃത്തിയില്ലായ്മ, നമ്മളുടെ ഈ പറഞ്ഞ പഞ്ഞി അല്ലെങ്കിൽ ബ്ലഡ്, ഇൻഫെക്ഷ്യസ് സാധനങ്ങളുടെ ലാക്ക് ഓഫ് ഡിസ്പോസലിന്റെ ഒക്കെ പ്രശ്നം. ലാക്ക് ഓഫ് ന്യൂ ആന്റിബയോട്ടിക്സ് ബീങ് ഡെവലപ്ഡ്, അതിനെപ്പറ്റി പറയുന്നുണ്ട്. ലാക്ക് ഓഫ് ന്യൂ ആന്റിബയോട്ടിക്സ് ബീങ് ഡെവലപ്ഡ്. പുതിയ ആന്റിബയോട്ടിക്കുകൾ ഒന്നും തന്നെ ഇല്ല, പഴയ ആന്റിബയോട്ടിക്കുകളേ ഉള്ളൂ. പഴയ ആന്റിബയോട്ടിക് ഉണ്ട്, പക്ഷേ പുതിയൊരു ബാക്ടീരിയകളും ഉണ്ട്. ബാക്ടീരിയക്ക് എന്നും പ്രതിരോധം നേടാം, എന്നാൽ പുതിയൊരു ആന്റിബയോട്ടിക് വന്നിട്ട് വർഷങ്ങളായി. KPC, ക്ലെബ്സീലിയ ന്യൂമോണിയ കാർബാപെരമേസ്, ഇതൊരു ഒരു റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സാധനം കണ്ടുപിടിച്ചത് 2000-ലാണ്. നോർത്ത് കരോലിനയിൽ KPC റെസിസ്റ്റന്റ് ആയിട്ടുള്ള സാധനം കണ്ടുപിടിച്ചു. അതിനെതിരെ മരുന്നില്ല. അത് തന്നെത്താൻ വന്ന് മാറിയാലേ ഉള്ളൂ. ഒരു പനി വന്ന് 5 ദിവസം കൊണ്ട് മാറുന്ന പോലെ അത് ആ ഇൻഫെക്റ്റ് വരുന്നവർക്ക് തനിയെ മാറിയാൽ മാറി. അത് പെരിയെ നോർത്ത് കരോലിനയിൽ നിന്നും US-ൽ മുഴുവൻ സ്പ്രെഡ് ചെയ്തു. ഇതൊരു റെസിസ്റ്റന്റ് ആയിട്ടുള്ള സാധനമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഒരു സംഭവം പറയാനുള്ളത് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റിനെ പറ്റി പറയുമ്പോൾ NDM1 എന്ന് പറഞ്ഞാൽ ന്യൂഡൽഹി മെറ്റലോ ബീറ്റ ലാക്ടമേസ് 1. NDM1 എന്ന് പറയുന്ന സാധനം ഇന്ത്യയിലാണ് കണ്ടുപിടിച്ചത്. അല്ലെങ്കിൽ ഒരു സ്വീഡിഷ് ഒരു ടൂറിസ്റ്റ് 2008 ഡിസംബറിൽ ഇന്ത്യയിൽ വന്ന ഒരു ടൂറിസ്റ്റുകാരൻ, അദ്ദേഹത്തിന് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു രോഗം ബാധിച്ച ആശുപത്രിയിലായി. അദ്ദേഹത്തിന് ആന്റിബയോട്ടിക്സ് ഒന്നും ഏൽക്കുന്നില്ല. അദ്ദേഹത്തിന് ഇവിടെയുള്ള എല്ലാ ആന്റിബയോട്ടിക്സും കൊടുത്തു, ഒന്നും അദ്ദേഹത്തിന് ഫലപ്രദമായിട്ട് ഏൽക്കുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് എന്താണ് അസുഖം എന്നുള്ളത് കണ്ടുപിടിച്ചപ്പോൾ നോക്കിയപ്പോൾ ആ എൻസൈം വേറെ എങ്ങും ഇല്ല, ലോകത്തിൽ ആദ്യത്തെയാണ്. അതിനവർ ഒരു പേരിട്ടു NDM1, ന്യൂഡൽഹി മെറ്റലോ ബീറ്റ ലാക്ടമേസ് 1. ഈ സാധനത്തിനെതിരെ ഒരു ആന്റിബയോട്ടിക് ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന ആന്റിബയോട്ടിക് ഒന്നും ഏറ്റില്ല. അപ്പൊ ഇത് ഇന്ത്യയുടെ പേരിട്ടു എന്ന് പറഞ്ഞ് ഇന്ത്യക്കാർ പ്രശ്നമൊക്കെ ഉണ്ടാക്കി, ന്യൂഡൽഹിയുടെ പേരിനെ അപമാനിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ത്യയിൽ നിന്നാണ് ആ പേഷ്യന്റിന് കിട്ടിയോണ്ടാണ് അതങ്ങനെ അദ്ദേഹത്തിന് വിളിച്ച് അതൊരു വലിയൊരു ഇഷ്യൂ ആയിരുന്നു. അത് 2008-ലാണ്. 2016-ൽ ഇന്ത്യയിൽ നിന്നും തിരിച്ച് അമേരിക്കയിലേക്ക് എത്തിയ ഒരു സ്വീഡിഷ് അല്ല, ഒരു ടൂറിസ്റ്റ് വനിത. അവർക്ക് mid-70s ആണ്, 70-നോട് അടുപ്പിച്ച് പ്രായമുണ്ട്. അവർ ഇന്ത്യയിൽ നിന്ന് എത്തി. അവർക്ക് ഹൈ ഫീവറായി, അവരുടെ ബ്ലഡ് സെൽ കൗണ്ട് വളരെ കൂടി, അവരുടെ ബ്രീത്തിങ് കുറഞ്ഞു. വളരെ ടെസ്റ്റുകൾക്ക് ശേഷം അവർക്ക് കാർബാപ്പനം റെസിസ്റ്റന്റ് എൻട്രോബാക്ടീരിയേഷ്യ, അതായത് നമ്മുടെ ഈ സാധനം ഇന്ത്യയിൽ നിന്ന് വന്ന ഈ റെസിസ്റ്റന്റ് ബാക്ടീരിയ കൊണ്ടാണ് അവർ മരിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇവിടെ കോവിഡ് ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ നിപ്പ വരുമ്പോൾ പേഷ്യന്റ് 0 എന്ന് പറയും. ആദ്യം വന്ന പേഷ്യന്റ് എന്ന് പറയുന്ന പോലെ ഈ ഹോസ്പിറ്റലിൽ ഈ mid-70 കഴിഞ്ഞ സ്ത്രീയെ പേഷ്യന്റ് 0 ആയിട്ടാണ് അഡ്മിറ്റ് ചെയ്തത്. അവരോട് നമ്മൾ ഇവിടെ നിപ്പയ്ക്കോ കോവിഡിനോ എന്ത് പ്രോട്ടോകോൾ പാലിച്ചോ അതുപോലെയാണ് ഇന്ത്യയിൽ നിന്ന് കിട്ടി റെസിസ്റ്റന്റ് ബാക്ടീരിയ അമേരിക്കക്കാർ ട്രീറ്റ് ചെയ്തത്. കാരണം അവർക്ക് ഈ ഒരു പേഷ്യന്റിനെ നിന്നും ഈ ബാക്ടീരിയ മറ്റൊരാളിൽ എത്തിയാൽ അയാൾക്ക് ഇമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ അയാളെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് മറ്റു മാർഗങ്ങളില്ല. ഇപ്പൊ NDM ഇൻഫെക്ഷൻ 2016-ൽ
അവർ വളരെ ഭീതിയോടുകൂടിയാണ് കണ്ടത്. അപ്പൊ ഈ സ്ത്രീയെ പേഷ്യന്റ് 0 എന്ന് പറഞ്ഞാണ് വിളിച്ചത്. ഇവരുടെ മരണവാർത്ത മറച്ചു വെക്കാൻ മാക്സിമം ശ്രമിച്ചു. കാരണം എൻഡ് ഓഫ് ദ അന്നാണ് ആദ്യമായി ആന്റിബയോട്ടിക്സ് റെസിസ്റ്റൻസും അത് എൻഡ് ഓഫ് ദ വേൾഡിലേക്ക് കാരണമാകും. കാരണം ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നു, കാരണം അവർക്ക് ആന്റിബയോട്ടിക് ഏൽക്കുന്നില്ല. ആന്റിബയോട്ടിക്കിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ബാക്ടീരിയയാണ് അവരെ കൊന്നത് എന്ന രീതിയിലുള്ള ന്യൂസുകളാണ് അന്ന് വന്നത്. NDM അതാണ് 2008 നടന്ന ഈ സംഭവം. അതിനുശേഷം 2008 നമ്മുടെ സ്വീഡിഷുകാരന് കിട്ടിയ സാധനം പിന്നെ അത് ലോകം മുഴുവൻ വ്യാപിച്ചു. NDM ഇപ്പോൾ ഇത്രയും സ്ഥലങ്ങളിൽ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബാക്ടീരിയകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. സൂപ്പർ ബഗ് നെവാഡ ഹോസ്പിറ്റലിന്റെ ന്യൂസ് ഒക്കെ അന്ന് ഭയങ്കരമായിരുന്നു. അന്ന് ആ ഹോസ്പിറ്റലും പരിസരവും നമ്മളിവിടെ നിപ്പ എങ്ങനെ പ്രതീക്ഷിച്ചു അതുപോലായിരുന്നു അവർ ആ ബാക്ടീരിയ അവർക്ക് അത്ര പേടിയായി. കാരണം ആ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് ആ ബാക്ടീരിയ മറ്റൊരാളുടെ ദേഹത്തെത്തിയാൽ എന്ത് ചെയ്യുമെന്നുള്ളതായിരുന്നു അവരുടെ ആ ചിന്ത. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നേരത്തെ പറഞ്ഞത് പുതിയ പുതിയ ബാക്ടീരിയകൾ ഇവോൾവ് ചെയ്യാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വൈറസിന്റെ കാര്യം പറയുകയാണെങ്കിൽ, വൈറസിന്റെ കാര്യത്തിൽ പറയേണ്ടതില്ലെങ്കിൽ പോലും പുതിയ പുതിയ വൈറസ്, അത് RNA വൈറസ് എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണേ അതിന് രൂപം മാറാം. അതിന് ഇഷ്ടമുള്ള ഒരാളുടെ ദേഹത്തു നിന്ന് മറ്റൊരാളുടെ രൂപത്തിൽ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിന്റെ മോഡിഫൈ ചെയ്യാം, മറ്റൊരാളുടെ ശരീരത്തിൽ അതിന് ഇഷ്ടമുള്ള രീതിയിൽ മാറാം. എന്ന് പറയുന്ന പോലെ ബാക്ടീരിയകൾ പലപ്പോഴും ജനറ്റിക് മോഡിഫിക്കേഷൻസിന് വിധേയമാണ്. പല രീതിയിലുള്ള മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്ടീരിയകൾ ഇന്നും നാളെയും എല്ലാം വേണമെങ്കിൽ ഒരാഴ്ച കൊണ്ട് ബാക്ടീരിയ വേറൊരു മ്യൂട്ടേഷൻ സംഭവിച്ച് മാറാം. എന്നാൽ നമ്മളുടെ ഫാർമ കമ്പനികൾ 1990 ശേഷം, അല്ലെങ്കിൽ ഒരു 2000 കൂട്ടിക്കോളാം, 2000 ശേഷം പുതിയ ആന്റിബയോട്ടിക്കുകളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. 1928 പെൻസിലിൻ, 32 സൾഫോണമൈഡ്സിന്റെ ഇതുണ്ടെങ്കിൽ പോലും അമിനോ ഗ്ലൈക്കോസൈഡ്സ്, ഗ്ലൈക്കോസറിൻ, മോണോബാക്ടം, ലിപ്പോപെപ്റ്റൈഡ്സ് ഒരു 2000 ശേഷം അല്ലെങ്കിൽ ഒരു 90 ശേഷമാണ് ഡിസ്കവറികൾ നടന്നിട്ടില്ല. പുതിയ ആന്റിബയോട്ടിക്കുകൾ ഫാർമ കമ്പനികൾ ഇറക്കുന്നില്ല. എന്നാൽ പുതിയ മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയകൾ കൂടുതൽ ശക്തി പ്രാപിച്ചു വരുന്നു. കാരണം നമ്മൾ അവർക്ക് കുറച്ച് ആന്റിബയോട്ടിക് കൊടുത്ത് നമ്മൾ അവരെ തീറ്റിപ്പോറ്റി അവരെ പരിപോഷിപ്പിച്ച് റെസിസ്റ്റന്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിനെ നേരിടാൻ നമ്മളാകട്ടെ മരുന്നൊട്ട് കണ്ടുപിടിക്കുന്നില്ല. അതിനൊരു കാരണമുണ്ട്, പ്രോഫിറ്റ് ആൻഡ് യൂസേജ്. ഇപ്പോ ഒരു പനി വന്നാൽ കഴിക്കുന്ന ആന്റിബയോട്ടിക്കിനാണോ ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവൻ കഴിക്കാൻ കൊടുക്കുന്ന ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഡയബറ്റിസ്, ഇതൊക്കെ ഒരു മനുഷ്യൻ ആയുസ് മുഴുവൻ കഴിക്കാം. ഇതിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയാലേ ഫാർമ കമ്പനീസിന് പ്രോഫിറ്റ് ഉള്ളൂ. ആന്റി ഡിപ്രസന്റും ആന്റി ആങ്സൈറ്റിയും കൂടി ഇപ്പോൾ ആ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഡയബറ്റീസ് തുടങ്ങിയ ക്ലാസ്സിലുള്ള മരുന്നുകളാണ് ഫാർമ കമ്പനികൾ കൂടുതൽ കണ്ടുപിടിക്കാൻ മെനക്കെടുന്നത്. കാരണം അതിലേ ഉള്ളു പ്രോഫിറ്റ്, അതാണ് യൂസേജ്. കാരണം അതൊരു മനുഷ്യൻ ജീവിതാവസാനം വരെ ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. ആന്റിബയോട്ടിക്സ് അങ്ങനല്ല. അത് ഒരു കാരണമാണെന്ന് വിചാരിക്കപ്പെടുന്നു. കാരണം 1990 ശേഷം പുതിയൊരു ആന്റിബയോട്ടിക് മാർക്കറ്റിൽ വന്നിട്ടില്ല. ഇതിനിടയ്ക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സൂപ്പർ ബഗ്സ്. സൂപ്പർ ബഗ്സ് ആർ ബിക്കമിങ് ഇൻക്രീസിംഗ്ലി കോമൺ ആൻഡ് റെസിസ്റ്റന്റ് ടു ആന്റിബയോട്ടിക്സ്. സൂപ്പർ ബഗ്സ് എന്ന് പറയുന്നത് സൂപ്പർ ബഗ്സ് ആർ ബാക്ടീരിയ ദാറ്റ് ആർ ഇവോൾവ് ടു റെസിസ്റ്റ് ദ എഫക്ട്സ് ഓഫ് ആന്റിബയോട്ടിക്സ്. ഞാൻ നേരത്തെ പറഞ്ഞു പത്താഞ്ചെരുവിലെ ജലാശയത്തിലെ കാര്യം. പത്താഞ്ചെരുവിലെ ജലാശയത്തിൽ ആ സംസ്ഥാനത്തുള്ള മുഴുവൻ ഫാർമ കമ്പനികളുടെയും വേസ്റ്റുകളുണ്ട്. അതിൽ എത്ര ആന്റിബയോട്ടിക്സ് ഉണ്ടാകും, എത്ര എന്ന് ആർക്ക് പറഞ്ഞുകൂടാ. അവിടെ കൊണ്ട് അത് ഡിസ്പോസ് ചെയ്യുമ്പോൾ സൂപ്പർ ബഗ് ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവിടെ ഉള്ള ബാക്ടീരിയയ്ക്ക് ഒരുവിധപ്പെട്ട എല്ലാ ആന്റിബയോട്ടിക്കിനും റെസിസ്റ്റന്റ് ആണെന്നാണ് പറയുന്നത്. പത്താഞ്ചെരുവിലെ അവിടെ പിന്നെ അത് ക്ലോസ് ചെയ്യുകയും ഇന്റർനാഷണലി ടീം വന്ന് അതിനെതിരെ ഇന്ത്യക്കെതിരെ അപലപിക്കുകയൊക്കെ ചെയ്തതാണ് പത്താഞ്ചെരുവിലെ ആ ഇൻസിഡന്റ്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന സൂപ്പർ ബഗ്സിന്റെ പ്രിവെൻഷൻ തടയാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രാക്ടീസിങ് ഗുഡ് ഹൈജീൻ. നേരത്തെ നമ്മളെ സുജിത് സാർ പറഞ്ഞ പോലെ ഗുഡ് ഹൈജീൻ, ഹാൻഡ് വാഷിംഗ് ചെയ്താൽ പോകണമെന്നില്ല. എന്നാലും കോവിഡ് വന്നതിന് ശേഷം നമ്മൾ കൂടുതൽ ആൽക്കഹോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇട്ട് റബ്ബ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് നമുക്ക് തടയാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ആന്റിബയോട്ടിക്സ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കഴിക്കുക. ഫുൾ കോഴ്സിൽ ആന്റിബയോട്ടിക് കഴിക്കുക, അതും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടുകൂടി മാത്രം. വെറുതെ വൈറൽ ഇൻഫെക്ഷൻ, ചെറിയൊരു തുമ്മൽ വന്നതിന് പോയി അമോക്സിലിൻ മേടിച്ച് കഴിച്ചിട്ട് കാര്യമില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ ഒരു ഇത്. The seriousness of antibiotic resistance estimated 50,000 deaths in US and Europe from drug resistant infection. 50,000 മരണങ്ങളാണ് ഈ പറഞ്ഞ ഡ്രഗ് റെസിസ്റ്റന്റ്, അതായത് കൊടുക്കാൻ മരുന്നില്ലാത്തത് കൊണ്ട്, ഇതുവരെ മരുന്ന് കണ്ടുപിടിക്കാത്തത് കൊണ്ട് ഏകദേശം 50,000 മരണങ്ങൾ അമേരിക്കയിലും യൂറോപ്പിലും മാത്രം കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായി എന്നാണ്, അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. 50,000 പേര് മരിച്ചത് അവർക്ക് വന്ന ഇൻഫെക്ഷനെ ട്രീറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ മരുന്നില്ല. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒരു റിവ്യൂ ഉണ്ട്.
10 മില്യൺ ഇയർലി ഗ്ലോബൽ ഡെത്ത് റേറ്റ്. ഒരു 2050 നമ്മൾ ഈ ഇഷ്യൂ അഡ്രസ് ചെയ്തില്ലെങ്കിൽ 10 മില്യൺ ആളുകളാണ് വർഷം മരിക്കാൻ പോകുന്നതെന്നാണ് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അനാലിസിസ്. ആന്റി മൈക്രോബിയൽ, ഇത് ആന്റി ബാക്ടീരിയൽ മാത്രമല്ല, ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കൊണ്ട് 10 മില്യൺ ആളുകൾ വരെ വേണമെങ്കിൽ മരിക്കാം 2050 ആകുമ്പോൾ എന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പം സംഭവം സീരിയസ് ആണ്. നമുക്ക് മാത്രമേ ഉള്ളൂ അതിന്റെ സീരിയസ്നെസ് അറിയാത്തത്. പിന്നെ ഇതൊരു ത്രെറ്റ് ടു മോഡേൺ മെഡിസിൻ ആണ്. ആന്റിബയോട്ടിക്സ് നമുക്ക് പനി വന്നാൽ മാത്രമല്ല, ഒരു സർജറി കഴിഞ്ഞാൽ, ഒരു ഡിസീസ് ട്രീറ്റ്മെന്റ് വന്നാൽ മൊത്തത്തിലുള്ള വെൽബീയിങ്ങിന് നമ്മൾ ഉപയോഗിക്കും. ഒരു സർജറി കഴിഞ്ഞ ഒരാൾക്ക് ആന്റിബയോട്ടിക് നമ്മൾ കൊടുക്കാറുണ്ട്, അതിന്റെ മുറിവിന്റെ മറ്റു കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ആ ഇൻഫെക്ഷൻ വരാതിരിക്കാനും വേണ്ടി നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആന്റിബയോട്ടിക് എഫക്റ്റീവ് ആയില്ലെങ്കിൽ ആ സർജറി എഫക്റ്റീവ് ആവില്ല, ആ സർജറി പൊളിയും. സർജറി കഴിഞ്ഞ് മുറിവ് ഉണങ്ങണ്ടേ, അത് വീണ്ടും പഴുത്തുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും? മൊത്തത്തിൽ ഒരു മോഡേൺ മെഡിസിന് തന്നെ ഒരു ത്രെറ്റ് ആണ് ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മളുടെ മനുഷ്യരെ, അത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്, when antibiotics fail to work, consequences may include extra visit to doctors. നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയി പൈസ കൊടുത്ത് ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ച് കഴിച്ചിട്ടും അത് വന്നില്ലെങ്കിൽ വീണ്ടും ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരും. ഡോക്ടർ ആ ആന്റിബയോട്ടിക് വർക്ക് ചെയ്തില്ല. ആന്റിബയോട്ടിക് സാധാരണ എല്ലാവർക്കും കൊടുക്കുന്ന ആന്റിബയോട്ടിക് നമുക്ക് വർക്ക് ചെയ്തില്ലെങ്കിൽ അതിൽ കൂടിയ ഒരു ആന്റിബയോട്ടിക് നമുക്ക് എഴുതണം, അത് വീണ്ടും പൈസ ചെലവാണ്. ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടാകാം, എക്സ്റ്റെൻഡഡ് ഹോസ്പിറ്റൽ സ്റ്റേസ് വരാം, കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് കഴിക്കേണ്ടി വരാം. ഇതിനൊക്കെ പുറമെ നമ്മളുടെ ജോലി അല്ലെങ്കിൽ നമ്മളുടെ വർക്ക് ഡേയ്സ്, നമ്മുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടാം. ഇതൊക്കെ ആന്റിബയോട്ടിക്സ് കൊണ്ട് മനുഷ്യർക്കുണ്ടാകുന്ന ഏറ്റവും അവസാനം അല്ലെങ്കിൽ മാക്സിമം സംഭവിക്കാവുന്നത് മരണമാണ്. അത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ബ്രിട്ടന്റെ കാര്യം പറഞ്ഞു അല്ലെ, 10,000 മരണങ്ങൾ അല്ലെങ്കിൽ 10 മില്യൺ മരണങ്ങൾ വരെയാണ് 2050 ആകുമ്പോൾ ബ്രിട്ടൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഡോക്ടേഴ്സിനും ഫാർമസിസ്റ്റിനും നഴ്സസിനും ഇതിൽ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും. ഇപ്പൊ ഡോക്ടേഴ്സിന് ഓവർ പ്രിസ്ക്രിപ്ഷൻ കുറയ്ക്കാം, നഴ്സസിന് ഡിസ്പെൻസ് ചെയ്യുമ്പോൾ. അപ്പം ഹോസ്പിറ്റലുകളിൽ മിക്കവാറും നേഴ്സാണ് ഇത്, ഫാർമസിസ്റ്റ് ഉണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ വാർഡിലും മറ്റും നേഴ്സാണ്. അപ്പൊ അവർക്കും അതിനകത്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് മാറണമെന്നുണ്ട്. നമ്മളിപ്പോൾ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്, നമ്മുടെ ഫാമിലി സ്റ്റുഡൻസ് ഒക്കെ റൗണ്ട്സിനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണമെങ്കിൽ ഒരു കൗൺസിലിംഗ് പോലെ കൊടുക്കാം. ഇത് ഇന്നതാണ്, ആന്റിബയോട്ടിക് ആണ്, ആവശ്യമില്ലാതെ കഴിക്കരുത് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിൽ ഫാർമസിസ്റ്റ്, നമ്മളുടെ ഡിസ്പെൻസിങ് ഫാർമസിസ്റ്റ്, നമുക്ക് ഒരു ഇൻഡെപ്ത് ഇൻഫർമേഷൻ വരുന്ന പേഷ്യൻസിനോ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്കും നമുക്ക് ഒരു നല്ലൊരു ഇൻഫർമേഷൻ കൊടുക്കാം. നമ്മളുടെ ഇപ്പൊ നേരത്തെ സുജിത് സാർ സൂചിപ്പിച്ച പോലെ ഒരു റിവ്യൂ വരുന്നു, പ്രിസ്ക്രിപ്ഷൻ നമുക്ക് റിവ്യൂ ചെയ്യാം. ഒരു 2 ആന്റിബയോട്ടിക് ഒരേ സമയം എഴുതിയിരിക്കുന്നു, ഇത് വേണോ? 2 ആന്റിബയോട്ടിക് ഒരേ മോഡ് ഓഫ് ആക്ഷൻ ഉള്ള 2 ആന്റിബയോട്ടിക് ചുമ്മാ എഴുതിയിരിക്കുന്നു, അത് വേണമെങ്കിൽ നമുക്ക് റിവ്യൂ ചെയ്യാം, ക്ലിനിക്കൽ പ്രോഗ്രസ് ചെയ്യാം. ഇപ്പൊ അതിന്റെ റിസൾട്ട്സ് നോക്കാം, പേഷ്യന്റിന്റെ പ്രിഫറൻസ് നോക്കാം, അലർജി ഉണ്ടോ, അങ്ങനെ മറ്റു കാര്യങ്ങളെല്ലാം നോക്കാം. നമുക്കപ്പോ അങ്ങനെ ഫാർമസിസ്റ്റിന് അതിൽ കാര്യമായ ഒരു പങ്ക് വഹിക്കാൻ പറ്റും. അതിൽ നമുക്ക് എങ്ങനെ ഇതിനെ പ്രിവെന്റ് ചെയ്യാന്നുള്ളതിന് നല്ല ഗുഡ് ഹൈജീൻ, എപ്പോഴും നല്ല വൃത്തിയായിരിക്കുക. കോവിഡിന് ശേഷം നമ്മളത് ശീലിച്ചതാണ്. കൂടുതൽ ആൽക്കഹോൾ അല്ലെങ്കിൽ നമ്മുടെ സാനിറ്റൈസർ ഉപയോഗിച്ച് നമ്മൾ കൈകൾ വൃത്തിയാകുന്ന, അല്ലെങ്കിൽ കൂടുതൽ ഹൈജീൻ പാലിക്കുക. ഇറച്ചി അല്ലെങ്കിൽ മീറ്റ് അല്ലെങ്കിൽ ഫിഷ്, ഇതെല്ലാം വളരെ തറവായിട്ട് കുക്ക് ചെയ്ത് തന്നെ അല്ലെങ്കിൽ വൃത്തിയായിട്ട് തന്നെ നമ്മളത് കഴിക്കാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ വളർത്തു മീനിന്റെ കൂട്ടത്തിലായാലും ചിക്കൻ ആയാലും മറ്റും ഇതായാലും ആന്റിബയോട്ടിക് ഇല്ലാതെ മിക്കവാറും ഒരു ഇറച്ചിയും കേരളത്തിലെന്നല്ല എവിടെയും വരുന്നില്ല. അപ്പോൾ നല്ല രീതിയിൽ കുക്ക് ചെയ്യുക അല്ലെങ്കിൽ അത് ചെയ്യുക. നമ്മൾ ആന്റിബയോട്ടിക് കഴിക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കഴിക്കുക. ഒരു ഫാർമസി ചെന്ന് നെവർ ഡിമാൻഡ് ആന്റിബയോട്ടിക്സ്, എനിക്ക് ആന്റിബയോട്ടിക് വേണമെന്ന് പറയുന്നവരെ നിരുത്സാഹപ്പെടുത്തുക. ഇഫ് യുവർ ഡോക്ടർ സേസ് യു വാണ്ട്, ദെൻ യു ടേക്ക് ഇറ്റ്. ഡോക്ടർമാരുടെ ഇതില്ലാതെ അല്ലെങ്കിൽ ഇതില്ലാതെ നമ്മൾ കഴിക്കാൻ നമ്മളായിട്ട് പോയി ആവശ്യപ്പെട്ട് കഴിക്കരുതെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക. ഓൾവേസ് ഫോളോ യുവർ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് അഡ്വൈസ് വെൻ യൂസിങ് ആന്റിബയോട്ടിക്സ്. ഡോക്ടറുടെയും ഫാർമസിസ്റ്റിന്റെയും അഡ്വൈസോട് കൂടി മാത്രം ആന്റിബയോട്ടിക് കഴിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവോയ്ഡ് ക്ലോസ് കോൺടാക്ട് വിത്ത് സിക്ക് പീപ്പിൾ, പ്രാക്ടീസ് സേഫ് സെക്സ്, കീപ്പിംഗ് വാക്സിനേഷൻസ് അപ് ടു ഡേറ്റ്. വാക്സിനേഷൻസ് എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഇതിൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കാര്യം പറഞ്ഞത് ആൽബൻഡസോൾ. ആന്റിബയോട്ടിക് അല്ല, എന്നാലും ആൽബൻഡസോൾ ഇപ്പൊ അടുത്തിടയ്ക്ക് വേണ്ടത് ഒരു ലാർവ കറക്റ്റ് സമയത്ത് ആൽബൻഡസോൾ അല്ലെങ്കിൽ ആന്തൽമിറ്റിക് ഡ്രഗ്സ് കഴിക്കാത്തതുകൊണ്ട് ലാർവ ബ്രെയിനിൽ വരെ എത്തിയ സംഭവങ്ങളുണ്ട്. അപ്പം അതൊന്നും സേഫ് ആയിട്ടുള്ള ഫുഡിങ്ങിന്റെ അല്ലെങ്കിൽ കുക്കിങ്ങിന്റെ അഭാവം കൊണ്ടാണ്. ഈ അടുത്തിടയ്ക്ക് ന്യൂസിൽ കണ്ടതാണ്,
പോർക്കിൽ വളരെ കുക്ക് ചെയ്യാതെ കഴിച്ചാണ് അവര് ആന്തൽമെന്റിക്സ് ഒന്നും അങ്ങനെ കഴിക്കുന്നില്ല. ആ പോർക്കിൽ നിന്നൊരു ലാർവ ആ സ്ത്രീയുടെ ബ്രെയിനിലെത്തിയ കഥയാണ് ഈ അടുത്തിടയ്ക്ക് പത്രത്തിലുണ്ടായിരുന്നത്. അപ്പം മൈക്രോബ്സിനെ ഇൻഫെക്ഷൻ, അതായത് കുക്കിംഗ് മീറ്റ് തറോലി ആൻഡ് സേഫ് ഫുഡ്, അല്ലെങ്കിൽ വൃത്തിയായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ഹൈജീൻ വൃത്തിയായിട്ട് പാലിക്കുക എന്ന ആന്റിമൈക്രോബിയലിന് മാത്രമല്ല മൊത്തത്തിലുള്ള നമ്മളുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് സേഫ് ആയിട്ടുള്ള ആഹാര രീതി. നെവർ സേവ് ആന്റിബയോട്ടിക്സ് ഫോർ നെക്സ്റ്റ് ടൈം വെൻ യു ഗെറ്റ് സിക്ക്. ഇപ്പം മേടിച്ച ആന്റിബയോട്ടിക് അവിടെ ഒരു അടുത്ത തവണ പനി വരുമ്പോഴും വീണ്ടും പോയത് മേടിക്കാതെ നമുക്ക് അത് തന്നെയാണോ എന്ന് അറിയില്ല. നെവർ സേവ് ആന്റിബയോട്ടിക്സ്, നെവർ ടേക്ക് ആന്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ഫോർ സമ്മൺ എൽസ്. മറ്റൊരാൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത ആന്റിബയോട്ടിക് നമ്മൾ വീണ്ടും എടുത്ത് കഴിക്കാതിരിക്കുക. അലർജി ആയാലും ഇപ്പം ചില ആന്റിബയോട്ടിക്സ് നമുക്ക് അലർജി ഉണ്ടാകാം. അത് ഫിസിഷ്യനെ കണ്ട് അലർജി ഉണ്ടോ എന്ന് നോക്കിയതിനു ശേഷം മാത്രം നമുക്ക് ആന്റിബയോട്ടിക് ഇഞ്ചെക്ഷൻസ് എടുക്കുക. സ്ത്രീകൾ ഡോക്ടറെ കണ്ട് പ്രഗ്നന്റ് ആണെങ്കിൽ മുൻകൂട്ടി അറിയിക്കുക. വിമൻ ഷുഡ് ബി ഓൾസോ അവെയർ ദാറ്റ് ദേ കുഡ് മേക്ക് ദെയർ ബർത്ത് കൺട്രോൾ പിൽസ് ലെസ് എഫക്റ്റീവ്. അതായത് ബർത്ത് കൺട്രോൾ പിൽസ് ലെസ് എഫക്റ്റീവ് ആണ് ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ. അപ്പം അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ബി ഷുവർ, നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. എപ്പോഴും നമ്മളുടെ ഫാർമസിസ്റ്റിനോട് അതിന്റെ പൊട്ടൻഷ്യൽ സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വേണമെങ്കിൽ അതിനോട് ചോദിക്കുക. ഫാർമസിസ്റ്റായ നമ്മൾ ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന്റെ ഒരു ഭീകരത നമ്മൾ ആദ്യം ഉൾക്കൊള്ളുക. ഇത് ഈ പോക്കാണെങ്കിൽ നമ്മളും അധിക നാളില്ല എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടായി നമ്മൾ ആന്റിബയോട്ടിക് ആവശ്യമില്ലാതെ കൊടുക്കുന്നതും നിർത്തുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനെയും ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെ പറ്റി കൂടുതൽ ക്ലാസ്സുകൾ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഇനി വരാനുണ്ട്. സമയം വീണ്ടും അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ ഇപ്പം കൂടുതലൊന്നും പറയുന്നില്ല, അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. സുധീർ സാർ. സുധീർ സാർ ഇപ്പം ഓൺലൈൻ ഉടനെ വരുന്നതായിരിക്കും. എനിവേ, താങ്ക് യു ഡോക്ടർ ആകാശ് സാർ for a wonderful session on antibiotics, very informative one. I hope all our pharmacists might have understood the importance of this topic and the threat that we are facing today regarding this antimicrobial resistance. അടുത്തതായി പറയാനുള്ളത് കുറച്ച് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനുള്ളത്. ഇപ്പം നേരത്തെ സുധീർ ഭാനു സാറ് നമ്മുടെ ഹോണറബിൾ രജിസ്ട്രാർ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇന്നത്തെ കണ്ടിന്യൂയിങ് ഫാർമസി എഡ്യൂക്കേഷന് വേണ്ടി ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകൾ ഇപ്പം നമുക്ക് സൂമിന്റെ കപ്പാസിറ്റി 1000 പാർട്ടിസിപ്പൻസ് ആണ്. അപ്പം അതിൽ നിന്നും ഒരുപാട്, അതായത് ഓൾമോസ്റ്റ് ലൈക്ക് 6000 കാൻഡിഡേറ്റ്സ് ആയിരുന്നു ഓൾറെഡി രജിസ്റ്റർ ചെയ്തിരുന്നത്. സോ അവർക്ക് യൂട്യൂബിൽ കാണുന്നതിനുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ യൂട്യൂബിൽ നിങ്ങൾ ലൈവ് സ്ട്രീമിംഗ് കണ്ട എല്ലാ ഫാർമസി സുഹൃത്തുക്കൾക്കും ഫാർമസിസ്റ്റുകൾക്കും തീർച്ചയായിട്ടും, അതായത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കണ്ടിന്യൂയിങ് ഫാർമസി എഡ്യൂക്കേഷന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും അവരുടെ പ്രൊഫൈൽ പേജിൽ നിങ്ങളുടെ ഇന്നത്തെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷന്റെ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നേരത്തെ നമ്മുടെ ഹോണറബിൾ പ്രസിഡന്റ് സൂചിപ്പിച്ചായിരുന്നു, ഫാർമ സ്കിൽ പ്രോ നമുക്ക് ട്യൂസ്ഡേ വരെ നമുക്കത് ആ ഒരു സ്കിൽ ഡെവലപ്മെന്റ് ആ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് 5 ഡേ കോഴ്സിന് വേണ്ടി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കിലയുമായിട്ട് ഉള്ള കൊളാബറേഷനിൽ കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ കണ്ടക്ട് ചെയ്യുന്ന കോഴ്സാണ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉള്ള, അതായത് നിങ്ങളുടെ കരിയർ ഡെവലപ്മെന്റ് ആവട്ടെ, പിന്നെ നിങ്ങളുടെ ഇന്ററാക്ഷൻ, പേഷ്യന്റ് ഇന്ററാക്ഷൻ ആകട്ടെ, അതുപോലുള്ള നിങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടി ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കോഴ്സാണ് KSPC വിഭാവനം ചെയ്തിരിക്കുന്നത്. സോ മാക്സിമം നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം നിങ്ങൾ അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. എല്ലാ ഫാർമസിസ്റ്റും, രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റും അതുപോലെ ഫൈനൽ ഇയർ കഴിഞ്ഞ സ്റ്റുഡൻസിനും നമുക്കത് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ പെർസ്യൂ ചെയ്യുന്ന ഫാർമസിസ്റ്റുകൾക്കും അവർക്ക് 30 ക്രെഡിറ്റ് അവേഴ്സ് ഇപ്പം ഈ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് അതിലും ലഭിക്കുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും അത് മാക്സിമം നമ്മളത് യൂട്ടിലൈസ് ചെയ്യുക, അതിൽ രജിസ്റ്റർ ചെയ്യുക. നമുക്ക് ട്യൂസ്ഡേ വരെ നമുക്കത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പം 13th മുതലാണ്, 13 to 17 ആണ് അറ്റ് പ്രസന്റ് നമ്മൾ ക്ലാസിന്റെ വിൻഡോ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കില തൃശ്ശൂർ വെച്ചിട്ടാണ് ക്ലാസ്. ഫുള്ളി റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണ്.
അതിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം കിലയിൽ നിന്ന് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ മാക്സിമം നിങ്ങൾ ഈ ഒരു opportunity maximum utilize ചെയ്യുക. So I hope that our Honorable Registrar Sudhir sir is online. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻ അന്നത്തെ ക്ലാസ്സിനെ പറ്റിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹോണറബിൾ റിസോഴ്സ് പേഴ്സൺസ് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ബന്ധപ്പെടാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ഒരു ലൈക്ക് 3-4 minutes നമുക്ക് അതിനുവേണ്ടി ഇത് ചെയ്യാം, സ്പെൻഡ് ചെയ്യാം. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പം അവതരിപ്പിക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാവുന്നതാണ്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നമ്മുടെ സാർ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അത് ശരത് സാർ ഇപ്പൊ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് ഫീഡ്ബാക്ക് ഫോം ആണ്. ചാറ്റ് ബോക്സിൽ ലിങ്ക് സാർ പോസ്റ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് യൂട്യൂബിലെ ചാറ്റിൽ അത് രണ്ടിലും കൊടുക്കാൻ പറ്റുമോ? രണ്ടിലും കൊടുക്കാം സാർ, രണ്ടിലും കൊടുക്കാം. ഓക്കെ. സോ അപ്പം നിങ്ങൾക്ക് ആ ഒരു ഫീഡ്ബാക്ക് ഫോം തീർച്ചയായിട്ടും എല്ലാവരും അത് ഫില്ല് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് അതിലൂടെ രേഖപ്പെടുത്തി നമ്മളെ അറിയിക്കാവുന്നതാണ്. സോ ആർക്കും കൂടുതൽ സാർ, നമ്മളെ ആ പ്രോഗ്രാമിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുള്ളവർ നമ്മളെ ഈ റിസോഴ്സ് പേഴ്സൺ ആരുമായിട്ടും ബന്ധപ്പെട്ട വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞു തരും. ഒപ്പം നമ്മുടെ കൗൺസിൽ ഓഫീസിലേക്ക് നേരെ ബന്ധപ്പെടുക. ആ സൈറ്റിൽ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഫാർമസിസ്റ്റുകളിലെ ഇപ്പോഴുള്ള സ്കിൽ ഡെവലപ്മെന്റ്, നോളജ് ഡെവലപ്മെന്റ് നമുക്ക് ഈ വഴി കിട്ടുമെങ്കിലും ഒപ്പം രണ്ടും ചേർന്നുകൊണ്ട് സ്കിൽ ഡെവലപ്മെന്റ് ഒപ്പം നിങ്ങൾ പ്രത്യേക ഉയരത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് 5 ദിവസത്തെ ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാമായിട്ട് തന്നെ ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു പ്രത്യേകത, നമ്മൾക്ക് ഫാർമ ഫീൽഡ് ഉപരിയായിട്ട് ജനറൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾക്ക് അവിടുന്ന് കിലയിൽ നിന്നുള്ള ഫാക്കൽറ്റി നമുക്ക് തരുന്നുണ്ട്. അതൊരു ലൈവ് ഇൻട്രാക്ഷൻ ആണ്. അത് ടേക്ക് അവേ എന്നുള്ള മാത്രമല്ല, നിങ്ങളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ ഉൾക്കൊള്ളാൻ കൂടി തയ്യാറായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. ഒപ്പം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്കും വരാം. രജിസ്ട്രേഷൻ വേണമെന്ന് നിർബന്ധമില്ല. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പ്രത്യേകം ഹയർ സ്റ്റഡീസിനും പുറത്തേക്ക് പോകുന്നവർക്കും പിന്നെ ഫോറിൻ ജോബൊക്കെ സീക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ആ പ്രോഗ്രാം. അന്ന് കണ്ടാൽ ഞങ്ങളെ മൊഡ്യൂളൊക്കെ ഓൾറെഡി ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ റിഹേഴ്സൽ കംപ്ലീറ്റ് കഴിഞ്ഞു. നമ്മളെ ഹൈലി പ്രൊഫഷണൽ ആയിട്ട് സ്കിൽഡ് ആയിട്ടുള്ള റിസോഴ്സ് പേഴ്സൺസ് ആണ് മുഴുവൻ ഉള്ളത്. നമ്മുടെ ഉള്ളതും ഒപ്പം കില പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇതുവരെ ഇന്ത്യയിൽ ആ രീതിയിൽ ഒരു കൗൺസിലും ഈ രീതിയിലുള്ള ഒരു വെഞ്ചറിന് തയ്യാറായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൗൺസിൽ ഓഫീസിലോ അല്ലെങ്കിൽ ഈ റിസോഴ്സ് പേഴ്സൺ അതല്ലെങ്കിൽ പ്രസിഡന്റിന് ആരെ വേണമെങ്കിലും ബന്ധപ്പെടാം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. So thank you, sir. I would like to extend my sincerest gratitude to our Honorable President Sri Osi Navinchan sir for organizing this online continuing education class. I hope all the participating pharmacists had a wonderful class today and they were able to improve their
knowledge regarding antimicrobial resistance, regarding pharmacy practice regulation and good pharmacy practice. And also, I would like to extend my gratitude to our Honorable Registrar for providing all the support. And also, I would like to extend my gratitude to all the resource persons, Dr. Sharath sir, Dr. Sujit sir, and Dr. Akash sir, for giving us a wonderful class and providing us with all sort of knowledge related to pharmacy. And also, I would like to extend my sincere gratitude to Dr. Akash sir and Dr. Sharath sir for providing us with all the technical support to conduct this program successfully. Thank you all, sir, and thank you all pharmacists for participating in this program and making this a successful event. Thank you. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा